പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഈ സ്ക്രോൾ ചെയ്യുന്ന സമയത്തെ ഉം. കൂടുതൽ സമയം നമ്മൾ ഈ റീൽസ് കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു സമയമാണല്ലോ. ഉം. ആ, പലപ്പോഴും വളരെ സന്തോഷത്തോടുകൂടി ബിഹേവ് ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കാണാനായിട്ട് സാധിക്കും. ഉം. അതെല്ലാ ലാംഗ്വേജിലും ഞാൻ കാണാറുണ്ട്. ഉം. പക്ഷേ റിയൽ ലൈഫിൽ പല ആളുകളും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റ് പോലുള്ള പ്രശ്നങ്ങൾ, വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഉം. അപ്പോൾ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം എങ്ങനെയാണ് എനിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പോഴീ കലയും ഇതുപോലുള്ള റീൽസും ഒക്കെ ആ മനുഷ്യൻ്റെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നിറവേറ്റപ്പെടാത്ത ചില ആവശ്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ അത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ അതെ ഇപ്പം നമ്മുടെ 70കളിൽ അത്ര റൊമാൻറ്റിക് ഒന്നും അല്ലായിരുന്നു കേരളം, പക്ഷേ അന്നത്തെ സിനിമകളെല്ലാം ഭയങ്കര റൊമാൻറ്റിക്കാണ് അതെ 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 അല്ലേ, അതെ കവിതകളെല്ലാം റൊമാൻറ്റിക്, റൊമാൻറ്റിക് അതെ ആയിരുന്നു. അതെ അതെ അതെ. പക്ഷെ അത്രയൊന്നും ഈ റിയൽ ലൈഫിൽ പ്രകടിപ്പിക്കുന്നത്. അപ്പം ഈ ഈ ഒരു നിറവേറ്റപ്പെടാത്ത ചില സ്വപ്നങ്ങൾ എല്ലാവരെയും മനുഷ്യ സമൂഹത്തിൽ കിടപ്പുണ്ട്. ഉം, ഉം. അത് കലാകാരന്മാർ നിറവേറ്റപ്പെടുന്നതായിട്ട് കാണുമ്പോൾ ആളുകളുടെ മനസ്സെന്ത് ചെയ്യും, അതിലേക്ക് പെട്ടെന്ന് പതിക്കും. അതെ 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 അതെ. അതുകൊണ്ട് അതായിരിക്കാം അത്തരം കാര്യങ്ങൾ. അപ്പോൾ റിയൽ ലൈഫും തമ്മിലൊരു ഗ്യാപ്പുണ്ട് ഉണ്ട്. അല്ലേ? അതെ 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 അതെ. അപ്പോൾ റിയൽ ലൈഫല്ല ഒരു പക്ഷേ മനുഷ്യൻ്റെ പ്രതീക്ഷയും ആഗ്രഹങ്ങളുമായിരിക്കും റിയൽ ലൈഫിൽ കൂടെ കുറച്ചുകൂടെ ഉം, പ്രകടിപ്പിക്കപ്പെടുന്നത്. ഉം, 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 ഉം. അതുകൊണ്ടാണല്ലോ നിറവേറ്റപ്പെടുന്ന ഒരു കാര്യം കാണുന്നതിനേക്കാളിലും ആഗ്രഹമുള്ള ഒരു കാര്യം കാണാനാണല്ലോ ആളുകൾക്ക് പൊതുവേ ഇഷ്ടം. അതെ അതെ. അപ്പോൾ അതായിരിക്കും അവിടെ നിറവേറ്റപ്പെടുന്നത്. ഈ റിയൽ ലൈഫിൽ പലപ്പോഴും ഞാൻ കൂടുതൽ റൊമാൻറ്റിക്കാണ്, ഞാൻ വളരെ നല്ലൊരു ഗൃഹസ്ഥനാണ്, നല്ലൊരു ഫാമിലി മാനാണ്, നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു കാമുകനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം വലിയ രീതിയിൽ നടക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഇന്നലെ വൈകിട്ട് എന്നോടൊരു ക്ലയൻറ്റ് പറഞ്ഞ കാര്യം ഓർമ്മ വരിക. ആ അദ്ദേഹം ആ സ്ത്രീയുടെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഉം, ഭർത്താവ് വന്നു. അപ്പം ഓക്കെ. മാസങ്ങളായി അവർ മിണ്ടിയിട്ട്. ആ പക്ഷേ പെട്ടെന്ന് കല്യാണത്തിന് വന്നിട്ട് ഉം, അവിടെ കയ്യെ പിടിച്ച് കല്യാണ ഫോട്ടോ ഒക്കെ ഉള്ള സ്ഥലത്ത് ആ നടക്കുന്നത് കണ്ടാൽ ഉം, ഇത്രയും ഒരു ഹാർമോണിയസ് കപ്പിള് ഇല്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നും. ഉം, ഉം, ഉം. പക്ഷേ ഞങ്ങൾ തമ്മിൽ മാസങ്ങളായി മിണ്ടിയില്ല, ഈ ആ കല്യാണത്തിന് മാത്രം വന്നതാ. ആ ആ ആ. ഇതാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് അവരത് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. അപ്പോൾ റിയൽ ലൈഫിൽ കാണിക്കുന്നതും ഉം, പുറത്ത് കാണിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ആളുകൾ ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ലെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ശ്രമം ഉം, ഉം, അവിടെ നടത്തി. പക്ഷേ റിയൽ ലൈഫിൽ ഉം. അവർ തമ്മിൽ മിണ്ടിയിട്ട് മാസങ്ങളായി. അതെ അതെ. ഇങ്ങനെ ഒരുപാട് കേസ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളുണ്ട്. ഉണ്ട്. ഒരുമിച്ച് റീൽ ചെയ്യുന്ന ആളുകൾ, ഉം. ഒരുമിച്ച് ഫംഗ്ഷനിൽ പോകുന്ന ആളുകൾ. അപ്പം പുറത്തുള്ള ആളുകൾ നോക്കുമ്പം ഇവർ മാതൃകാ ദമ്പതികളാണ്. ആന്ന്. മറ്റുള്ളവർ പറയുന്നത് ഇവരെ കണ്ട് പഠിക്കണം. ആക്ച്വലി ഇവർ 10 15 വർഷമായിട്ട് ഒരു ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കുന്നത്. ആന്ന്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പം നമ്മുടെ സമൂഹം ഇത്തരം കാര്യങ്ങൾ ഭയങ്കര നിരീക്ഷണമായിട്ട്, നമ്മുടെ സമൂഹബന്ധിയായ ഒരു സമൂഹമാണല്ലോ നമ്മുടേത്. അതെ ഈ അതെ. സമൂഹത്തിൻ്റെ ഒപ്പീനിയനും സമൂഹത്തിൻ്റെ അംഗീകാരവും ഒക്കെ വളരെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഉം. അവരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നുള്ള ചിന്ത ആളുകൾക്ക് പൊതുവേ ഉണ്ട്. ഉണ്ട് ഉണ്ട്. അത് നമ്മുടെ അഭിമാനത്തെയും അന്തസ്സിനെയും ഒക്കെ ബാധിക്കുന്നതുകൊണ്ട്. ഉം, ഉം, എന്നാൽ റിയൽ ലൈഫിൽ ആ പ്രശ്നം പരിഹരിക്കാൻ അത്ര ആത്മാർത്ഥമായ ശ്രമമില്ല. ഉം, ഉം. ഈ ഒരു സോഷ്യൽ കൺഫോമിറ്റിക്കായിട്ടാണോ ഇപ്പം കുടുംബം ഒരു വലിയൊരു സംഭവമാണെന്ന് ഇപ്പം പുതിയ ജനറേഷൻ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്? സോഷ്യൽ കൺഫോമിറ്റി മറ്റുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാനും ആ ആണോ? ഒരു കൂട്ടർക്ക് സമൂഹം എന്തോ ചിന്തിച്ചാലും ഒരു പ്രശ്നമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹവും വളർന്നു വരുന്നുണ്ട്. ആ ആ ആ. അവർ ദേ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് സോഷ്യൽ ഒപ്പീനിയൻ. ഉം, ഉം, ഉം. കാരണം അവർക്ക് സാമൂഹ്യ ബന്ധം വളരെ പെട്ടെന്ന് കേരളത്തിൽ കുറഞ്ഞല്ലോ. കാരണം ഉം, പല യങ് ജനറേഷൻ ദേ ആർ നോട്ട് പ്ലാനിങ് ടു സെറ്റിൽ ഹിയർ. ഉം, ഉം. അവർ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ അയൽവക്കാരനോ നാട്ടുകാരനോ എന്നെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ദിസ് ഈസ് നോട്ട് മൈ പ്ലേസ് ഓഫ് സ്റ്റേ, ഉം, ഉം. അല്ലെങ്കിൽ ഫ്യൂച്ചർ സൊസൈറ്റി ഇതല്ല ഉം, എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ ഒരു പേടിയുമില്ല. ഉം, ഉം, ഉം. കുറഞ്ഞ പക്ഷം സമൂഹത്തെ പേടിച്ചെങ്കിലും ഒരു പരിധിവരെ ആളുകൾ കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ പാലിച്ചിരുന്നു. ആ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയായി ഇപ്പം കാണുന്നു. ഉം, ഉം, ഉം. മുമ്പേ ആ റീല് അങ്ങ് കാണിച്ചതുപോലെ രണ്ട് യങ് കപ്പിൾസ് ഇരുന്ന് സംസാരിക്കുന്നു, കഫേയിൽ ഇരുന്ന് സംസാരിക്കുന്നു. ഒരാൾ 2 കോഫി എന്ന് പറയുന്നു, അപ്പോൾ പറഞ്ഞല്ല എനിക്ക് ചായ മതി എന്ന് പറഞ്ഞു. ശരിക്കും ഇങ്ങനെയുള്ള അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലേക്ക് കടക്കുമ്പോഴോ? ഇപ്പം അത് നമ്മുടെ ഈ ഫാമിലിയിൽ പല മോഡൽസ് ഉണ്ട്. ട്രഡീഷണൽ ഫാമിലി മോഡൽസ് ഉണ്ട്. ആ അവരെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് നിനക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നത് എന്ന് ഹസ്ബൻഡ് തീരുമാനിക്കുന്നത്. ആ. അവിടെ ഒരുപക്ഷെ ഗ്രേറ്റർ ഫാമിലിയുടെ ഹെഡാ ആ. എല്ലാവർക്കും വേണ്ടി തീരുമാനം. ഉം. നീ ആരെ കെട്ടണം, നീ ഏത് കോഴ്സിന് പോകണം, ഉം. നീ ഇവിടെ എന്ത് കഴിക്കണം എന്നുള്ള എല്ലാം അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഉം, ഉം, ഉം. അപ്പോൾ ആ ഒരു കൾച്ചറായിരുന്നു ട്രഡീഷണൽ ഫാമിലി. ഉം, ഉം, ഉം.
അപ്പോൾ അവിടെ 2 വോട്ടില്ല, 1 വോട്ടേ ഉള്ളൂ. അത് തന്നെ ചിലപ്പോൾ ഈ പങ്കാളിക്ക് പോലും അല്ല വോട്ട്, അത് ഫാദറിനോ അങ്ങനെയുള്ള ഫാദർ ഫിഗേഴ്സിനോ ആയിരിക്കും വോട്ട്. അങ്ങനെയുള്ള ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ട് ഇരുന്നത്. അവിടുന്ന് പെട്ടെന്നാണ് ഈ അവിടെ ഇവിടെ എല്ലാം ഫിക്സഡ് റോൾസ് ആയിരുന്നു. ഭാര്യ എന്ത് ചെയ്യണം, ഭർത്താവ് എന്ത് ചെയ്യണം, തീരുമാനമെടുക്കുന്നതിൽ ഭർത്താവിന് ആണ് മിക്കവാറും ഭാര്യയോട് പറയുക മാത്രമേ ഉള്ളൂ. നല്ല ഭാര്യയാണെങ്കിൽ ഞാൻ പറയുന്നത് അംഗീകരിക്കണം, അനുസരിക്കണം. അവിടെ അനുസരണമാണ് പ്രധാനപ്പെട്ട ഒരു വെർച്യു ആയിട്ട് ഭാര്യയിൽ കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ ആണ് ട്രഡീഷണൽ മോഡൽ. അവിടെ കുഞ്ഞുങ്ങളെ ഭാര്യ വളർത്തുന്നു, ഭർത്താവ് അവരെ ഡിസിപ്ലിനൊക്കെ ചെയ്യും, പക്ഷേ മറ്റേ കെയർ കാര്യം അധികം ഇല്ല. പിള്ളേർ കൂടുതൽ അടുപ്പം അമ്മയോടായിരിക്കും. അപ്പന് അത്രയും ഡെയിലി വളരെ ക്ലോസ് ആയിട്ടൊന്നും പിള്ളേരോട് അടുക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു മോഡലായിരുന്നു നമ്മൾ ട്രഡീഷണലി നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരുന്നത്. അവിടുന്ന് പെട്ടെന്നാണ് ഒരു കമ്പാനിയൻഷിപ്പ് മോഡലിലേക്ക് മാറിയത്. എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന പല ഫാമിലി പ്രോബ്ലത്തിൻ്റെ കോർ ഇഷ്യൂ തന്നെ അതാണ്. ഇവർ വിവാഹത്തിന് മുമ്പേ ഞങ്ങൾ നയിക്കാൻ പോകുന്ന കുടുംബത്തിൻ്റെ ഏത് മോഡലാണെന്ന് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യാറില്ല. ഈ 2 മോഡലും വർക്ക് ചെയ്യുന്നവരും ഹാപ്പിയായിട്ട് ജീവിക്കുന്നവരും ഉണ്ട്. ഇപ്പം 2 പേരും ഒരു മോഡൽ വിശ്വസിച്ചാൽ പ്രശ്നമില്ല, പക്ഷേ 2 പേര് 2 മോഡൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ വലിയ പ്രശ്നമാണ്. കമ്പാനിയൻഷിപ്പ് മോഡൽ എന്താ, നമ്മൾ 2 പേരും ഈക്വൽ പാർട്ട്നേഴ്സാണ്, ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, നമ്മൾ 2 കൂടെ ആ തീരുമാനം എടുക്കുന്നത്. ഒരു ഫിക്സഡ് റോളൊന്നുമില്ല, 2 പേരും കൂടെ ഏത് തൊഴിലും നമുക്ക് ഒന്നിച്ച് ചെയ്യാം. അവിടെ നമ്മൾ കമ്പൈൻഡായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരാളെ അനുസരിക്കുമല്ല, ഇരുവർക്കും സംതൃപ്തിയുള്ള തീരുമാനങ്ങൾ 2 പേരെ റെസ്പെക്റ്റ്ഫുള്ളായി പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കണം എന്നൊക്കെയാണ് അവിടുത്തെയുള്ള മോഡൽ. അത് മറ്റേതല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റും, പലരും ട്രഡീഷണൽ മോഡൽ വിശ്വസിക്കുന്ന ഒരാളിപ്പം ഒരു 2 കുട്ടികളുള്ളൊരു വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ട്. ഒരാൾ വിവാഹം കഴിക്കുന്നു. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് 4 പേരുള്ളിടത്ത് ഒരാളിവിടെ വന്ന് ചേരുന്നു. അപ്പോൾ ആ കുടുംബത്തിലേക്ക് ആളിഴുകി ചേർന്ന് ജീവിക്കണം. അവിടെ ഏത് സിസ്റ്റമാണോ, ആരായിരുന്നോ ലീഡർ, അവിടെ എങ്ങനെയായിരുന്നോ പോയത്, ആ പോയ രീതിയുമായിട്ട് വന്ന ആൾ ഇഴുകി ചേർന്ന് ജീവിക്കണമെന്നാണ് ട്രഡീഷണൽ മോഡൽ വിശ്വസിക്കുന്നത്. കമ്പാനിയൻഷിപ്പ് മോഡലല്ല. ഞങ്ങൾ 1+1, ഇന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടെ അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഒരു പുതിയ കുടുംബജീവിതം തുടങ്ങുന്നു. അപ്പം 1+1 ഉള്ള 2 ഉള്ള ന്യൂ ഫാമിലി തുടങ്ങുക. ആ 2 ഭാര്യയ്ക്കും ഭർത്താവിനും അവരവരുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധങ്ങൾ പുലർത്തുന്നതിൽ അവരെതിരില്ല, പക്ഷേ ആ ബന്ധങ്ങളുണ്ടാവണം. പക്ഷേ ഇവിടെ ബന്ധത്തെക്കുറിച്ചല്ല പ്രശ്നം, അധികാരത്തെക്കുറിച്ചാണ് പ്രശ്നം. ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി, അല്ല ഹൗ വി ടേക്ക് ഡിസിഷൻസ്. കാരണം എല്ലാ രാജ്യത്തിനും ഓരോ നിയമങ്ങളില്ലേ. ഇപ്പോൾ ഇന്ത്യയിലൊരു ഡിസിഷൻ എടുക്കുന്ന പോലെ, ഗവൺമെൻറ് ഡിസിഷൻ എടുക്കുന്ന പോലെ അല്ല ചൈനയിലെടുക്കുന്നത്, ചൈനയിലെടുക്കുന്ന പോലെ അല്ല സൗദി അറേബ്യയിലെടുക്കുന്നത്. ഓരോ രാജ്യത്തിൻ്റെയും ഭരണവ്യവസ്ഥയിൽ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ഒരു രാജ്യത്ത് അംഗത്വം എടുക്കുമ്പോൾ അല്ലെങ്കിൽ പൗരത്വം എടുക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണഘടനയും രീതികളും അംഗീകരിക്കാമെന്നുണ്ടെങ്കിൽ അവിടെ പോയി എടുക്കാവൂ. അല്ലാതെ എൻ്റെ രാജ്യത്തെ പോലെ ആ രാജ്യത്ത് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്ത് ഇല്ല. അപ്പം ഇവർ തമ്മിൽ പലപ്പോഴും ഇത്തരം നമ്മുടെ ഫാമിലിയുടെ ഗവേണൻസ് സിസ്റ്റം എങ്ങനെയായിരിക്കണം, റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, അവിടെ 2 പേർക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്, റോൾസ് എന്തോ, അതെങ്ങനെ ചെയ്യാൻ പോകുന്നത്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്താ, മണി മാനേജ്മെൻറ്റ് എന്താ, ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഇവരവരുടെ ധാരണകൾ തുറന്ന് സംസാരിക്കാറില്ല. സംസാരിക്കാതെ ഇവർ കുടുംബജീവിതം തുടങ്ങിക്കഴിയുമ്പോഴാണ് ഒരാളുടെ മനസ്സിലിരിപ്പ് ഈ ഒരു ട്രഡീഷണൽ മോഡലും മറ്റൊരാളുടെ മനസ്സിലിരിപ്പ് കമ്പാനിയൻഷിപ്പ് മോഡലും. കഴിഞ്ഞ ഒരു മാസത്തിൽ എനിക്ക് വന്ന ഡസൻ കണക്കിന് കുടുംബ പ്രശ്നങ്ങളിലെ ഒരു കാതലായ വിഷയം ഇതാണ്. കാരണം ഒരാൾ ട്രഡീഷണൽ മോഡൽ വിശ്വസിക്കുന്നു, മറ്റൊരാൾ കമ്പാനിയൻഷിപ്പ് മോഡൽ വിശ്വസിക്കുന്നു. ഉദാഹരണമായിട്ട് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് അവിടെ വീട്ടിലോട്ട് വന്നുടനെ, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നുടനെ അമ്മായിയമ്മ പറഞ്ഞു, സ്വർണം ഒരു അച്ഛൻ്റെ കൊടുക്കണം, അച്ഛനും മകൻ്റെയും കൂടെ പേരിൽ അത് ലോക്കറി വെക്കാം, കൊടുത്ത സ്വർണ്ണമല്ല. അവൾക്കത് ഷോക്കായിപ്പോയി. കാരണം എൻ്റെ സ്വർണം ഞാൻ എന്തിനാ അച്ഛൻ്റെ ലോക്കറി വെക്കണം, എൻ്റെയും ഹസ്ബൻഡിൻ്റെയും കൂടെ ഒരു ലോക്കർ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. പക്ഷേ അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും പേര് വെക്കുന്നു, എൻ്റെ സ്വർണത്തിന് എനിക്കൊരു സേവ് ഇല്ല. ഇത് അവളെ സംബന്ധിച്ച് ഷോക്കായിരുന്നു. അവൾ ഉടൻ തന്നെ അമ്മയോട് അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേയിൽ തന്നെ ആ വീട്ടിൽ ഡിസ്ഹാർമണിയായി. അവർ തമ്മിൽ പിന്നെ യോജിക്കത്തില്ല. കാരണം
ആ ആ ഫാമിലി അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ സബ്ജക്റ്റീവാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആ മോഡലിൽ വിശ്വസിക്കുന്ന ഒരു ഫാമിലിയിലേക്ക് എൻ്റെ ഡിഫറെൻറ്റ് മോഡലിൽ വിശ്വസിക്കുന്ന ഒരാൾ വന്നപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. പറ്റിയില്ല. മറ്റൊരു ഫാമിലിയുടെ പ്രോബ്ലം, അവർക്ക് വിവാഹത്തിന് കുറച്ച് ലോണൊക്കെ എടുത്ത് ആണ് വിവാഹം നടത്തിയത്. അപ്പം കല്യാണം കഴിച്ചപ്പോൾ ഈ പെൺകുട്ടി വിദേശത്താണ്. അപ്പം വിദേശത്ത്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രിയില്ല, അപ്പം വിദേശത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് നല്ല ശമ്പളമുണ്ട്. അവൾക്ക് അവിടെ ഇവിടെ ശമ്പളം കിട്ടുമ്പോൾ 4-5 മാസം കൊണ്ട് ഈ കടം വീട്ടാമെന്നാണ് ഭർത്താവ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അവൻ വിശ്വസിച്ചത് എന്താ, ഭാര്യയുടെ പണം എൻ്റെ പണമാണ്, എൻ്റെ പണം എൻ്റെ കുടുംബത്തിനോടുള്ളതാണ്, അപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള കടം വീട്ടാൻ അത് ഉപയോഗിക്കാം. അപ്പം ഭർത്താവ് പണം അടുത്ത മാസം തൊട്ട് പണം ചോദിക്കാൻ തുടങ്ങി. ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടി ചിലവഴിക്കുന്നതിനോ ഭർത്താവിനെ വിദേശത്ത് കൊണ്ടുപോയി ജീവിപ്പിക്കുന്നതിനോ അവർക്കവിടെ ഒരു വീടെടുക്കുന്നതിനോ അവിടെ പണം ചിലവഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ താൻ വിവാഹ ജീവിതത്തിൽ വരുന്നതിന് മുമ്പേ കുടുംബത്തിനുള്ള കടം, അതും പിതാവിൻ്റെ പണമുണ്ട്, അവരുടെ പിതാവിൻ്റെ പണമുണ്ട്, പക്ഷേ അവരത് തീർക്കാതെ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചരതിച്ചു വെക്കുകയാണ്. പക്ഷേ ഈ കടം നീ വീട്ടണം, കാരണം നിൻ്റെ പണം അവൻ്റേതാണ്, അവൻ തീരുമാനിക്കും നിൻ്റെ പണം എങ്ങനെ ചിലവഴിക്കണം. അവർ പറഞ്ഞു, ഞാൻ ജോലി ചെയ്ത പണം ഞാൻ വീട്ടിന് പങ്കുവയ്ക്കാം, പക്ഷെ തീരുമാനം ഒരാളായിട്ട് എടുക്കാൻ പറ്റില്ല. എനിക്കൂടെ ഒരു സേ ഉണ്ട്, എനിക്കൂടെ അതിനകത്തൊരു അവകാശമുണ്ട്. നിനക്ക് അവകാശമില്ല, നിൻ്റെ പണം ഞങ്ങളുടേതാണ് എന്ന് വിശ്വസിക്കുന്ന ട്രഡീഷണൽ ഫാമിലിയും എൻ്റെ പണം എൻ്റേതാണെന്നും അത് ഞങ്ങളുടെ കുടുംബകാര്യത്തിലാണെന്നും ഗ്രേറ്റർ ഫാമിലിയെ സഹായിക്കുന്നതിന് തടസ്സമില്ലെന്നും, പക്ഷേ ആ തടസ്സം ഉള്ളപ്പം തന്നെ അതിനെ പറയാനും കൊടുക്കാതിരിക്കാനും പ്രയോറിറ്റൈസ് ചെയ്യാനുമുള്ള അധികാരം ഞങ്ങൾക്കാണെന്നും, പ്രത്യേകിച്ച് എനിക്കും ഒത്തിരി സേ ഉണ്ടെന്നുമാണ് ആ സ്ത്രീ ഭാര്യ വിശ്വസിക്കുന്നത്. ഇതാണ് കമ്പാനിയൻഷിപ്പ് മോഡലിൻ്റെ കോൺസെപ്റ്റ്. ഇവർക്കിത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ഈ ട്രഡീഷണൽ കോൺസെപ്റ്റുകൾ മറ്റേ ആൾക്ക് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. അതുകൊണ്ട് വിവാഹം കഴിച്ച് 2 വർഷമായപ്പോഴത്തേക്ക് രണ്ടുപേരും തമ്മിൽ ഇമോഷണലി ഭയങ്കരമായിട്ട്, പിന്നെ നിരന്തരം ഇങ്ങനെ ഒരു മോഡൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് മറ്റെല്ലാ കാര്യത്തിലും ഈ കോൺഫ്ലിക്റ്റുകൾ വന്നുകൊണ്ടിരുന്നിട്ട് അവർ തമ്മിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നോ ഇമോഷണൽ കണക്ഷൻ, നോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത്. കാരണം എന്താ, ബേസിക് ഒത്തിരി പ്രശ്നങ്ങൾ അവർ പറഞ്ഞു വന്നത്, പക്ഷേ ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ അടിസ്ഥാനപരമായ വിഷയം ഈ മോഡൽ ഓഫ് ഗവേണൻസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ള വ്യത്യാസമാണ്. ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങൾ പിന്നീടുണ്ട്. ഇവർ ചർച്ച ചെയ്യുന്ന എല്ലാം ഈ ഒരു കൂട്ടം പ്രശ്നങ്ങളാണ്. പക്ഷേ അടിസ്ഥാനപരമായ നമ്മുടെ കുടുംബജീവിതം നയിക്കേണ്ട മോഡൽ ഏതാണെന്നുള്ളതിനെക്കുറിച്ച് രണ്ടുപേരും ഒരു ധാരണ ഇല്ല. പലപ്പോഴും ഈ സ്ത്രീധനം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പം അങ്ങ് സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കാര്യം, സ്ത്രീധനം എന്നുള്ള കാര്യം പലപ്പോഴും ആളുകൾ എതിർക്കുന്നതായിട്ടും വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ്. സിനിമകളിൽ പോലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, സ്ത്രീയാണ് ധനം, അല്ലേ? അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നത്, ഇത് ശരിയാണോന്ന് അറിയില്ല, അങ്ങ് പറയണം. സ്ത്രീധനം എന്ന് പറയുന്നത് പുതിയൊരു ഫാമിലി ജീവിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അവർക്കൊരു കരുതൽ ധനം എന്നുള്ള രീതിയിൽ ദ്രവ്യ രൂപത്തിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇപ്പം അത് വീതമായിട്ടോ സ്വർണ്ണമായിട്ടോ വസ്തുവായിട്ടോ ഒക്കെ പലരും കമ്മ്യൂണിക്കേറ്റ്. ഇതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്നുള്ള പ്രശ്നം. ഉടമസ്ഥാവകാശം പൊതുവേ ഹിന്ദു കുടുംബങ്ങളിൽ പണ്ട് തൊട്ടേ അത് പെൺകുട്ടിയുടെ സ്വർണം പെൺകുട്ടിയുടേതാണ്. അവിടെ അനുവാദമില്ലാതെ വാങ്ങിക്കത്തില്ല. വാങ്ങിച്ചാൽ തന്നെ അത് തിരിച്ച് അവർക്ക് കൊടുക്കണം. അവിടെ സ്വത്തും അവിടെ പേരിൽ തന്നെയാണ് കൊടുക്കുന്നത്. മറ്റ് കമ്മ്യൂണിറ്റിയിൽ അത് നേരത്തെ എന്ത് ചെയ്യുന്നു, ഭർത്താവിന് എൻ്റെ കുടുംബത്തിന് കൊടുക്കുമായിരുന്നു. ഇന്നത് ഓൾമോസ്റ്റ് അന്യമായി. ഇപ്പം അങ്ങനെ ചർച്ച ചെയ്യുന്ന നിയമം പോലും വിരുദ്ധമാണല്ലോ. ഇപ്പം അങ്ങനെ സ്ത്രീകളെല്ലാം കൊടുക്കാനും കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും നിയമവിരുദ്ധമായ കാര്യമാണ്. എന്നാൽ പെൺകുട്ടിക്കുള്ള അവകാശം കൊടുക്കുമ്പോൾ അതിൻ്റെ അവകാശം പെൺകുട്ടിക്കാണോ ഗ്രേറ്റർ കുടുംബത്തിനാണോ? അത് പെൺകുട്ടിക്ക് അധികാരവും അത് ഹസ്ബൻഡും വൈഫും കൂടെ ആലോചിച്ച് അവർക്ക് രണ്ടുപേരുടെയും പണങ്ങൾ ഉപയോഗിക്കുകയാണോ, അതോ അത് കുടുംബമാണോ അത് തീരുമാനിക്കുന്നത്, കുടുംബത്തിനുള്ള പണമാണോ? ഈ ഒരു തർക്കമാണ് ഇപ്പോഴും പ്രധാനമായിട്ടും നിൽക്കുന്നത്. അപ്പോൾ സ്ത്രീധന രൂപത്തിലല്ലെങ്കിൽ പോലും പെൺകുട്ടിയുടെ അവകാശങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അത് പ്രാഥമിക ഇവിടെ നിയമപരമായിട്ടായാലും അത് പെൺകുട്ടിയുടെ അവകാശമാണ്. പെൺകുട്ടിക്കാണ് അത് തീരുമാനമെടുക്കാനുള്ള അധികാരം. അത് ഭാര്യയും ഭർത്താവും തമ്മിൽ ആലോചിച്ച് അവരുടെ പണം അവരുടെ കരുതൽ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ അതിൻ്റെ മേൽ
ഗ്രേറ്റർ കുടുംബത്തിനെ രണ്ടുപേരും കൂടെ സമ്മതിച്ചുകൊണ്ട് അതിൽ സഹായിക്കുന്നതിനകത്തൊന്നും തെറ്റില്ല. പക്ഷെ അത് ഗ്രേറ്റർ കുടുംബത്തിന് കൊടുക്കാനുള്ള തീരുമാനം എടുക്കേണ്ടത് പ്രാഥമികമായി പെൺകുട്ടിയും അവരെ ഭർത്താവും കൂടെ കൂടിയാണ്. അല്ലാതെ അത് ഞങ്ങളുടെ പണമാണ്, ഞങ്ങൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാമെന്നുള്ള ചിന്ത നിയമം പോലും വിരുദ്ധമാണ്. പക്ഷേ ഇന്നും അത് സമൂഹത്തിൽ ആ ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതെ 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 അതെ. പലപ്പോഴും ഈ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. നാർസിസ്റ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ്. അത് പലപ്പോഴും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു മുൻപുള്ള കാലഘട്ടങ്ങളിൽ അത് അതിനെ ഓവർകം ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവരത് പറയാതിരുന്നതാവാം, പറയാതെ സഹിച്ച് കുടുംബജീവിതം മുന്നോട്ട് പോയ ഒരു തലമുറ ഉണ്ടാവാം. പക്ഷെ ഇന്ന് ടോക്സിക്, എൻ്റെ ഭർത്താവ് ടോക്സിക് അല്ലെ വൈഫ് നാർസിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സെപ്പറേഷനിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കാണാറുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ആക്ച്വലി ഇതിന് പരിഹാര മാർഗ്ഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരു വൈകല്യമാണെന്ന് തിരിച്ചറിയുകയും അത് മാറ്റിയെടുക്കാൻ അവർ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്താൽ അതിൽ നിന്ന് വെളി വരാം. പക്ഷേ പലരും എന്ത് ചെയ്യത്തില്ല, അതിനുവേണ്ടി ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അവർക്ക് ഉൾക്കാഴ്ചയില്ല. അത് റൈറ്റാണ്, ടോക്സിക് ആകുന്നത് അവകാശമാണ്, റൈറ്റ് ആണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. അതേസമയം അതൊരു വൈകല്യമാണ്, ഞാൻ എങ്ങനെയോ അത് രൂപപ്പെട്ടു പോയതാണ്, എനിക്കത് മാറ്റിയെടുക്കണം എന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരെ അമിതമായി നിയന്ത്രിക്കുക. അവരുടെ വ്യക്തിത്വത്തിലും പ്രൈവസിയിലും കയറി അവരെ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് ധരിക്കുക. അങ്ങനെ വ്യക്തിയുടെ ഒരു പ്രൈവസിയോ ഇൻഡിവിജ്വാലിറ്റിയോ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക. അതാ ഒന്ന് ചെയ്യുന്നത്. മറ്റത് എല്ലാത്തിനും കുറ്റപ്പെടുത്തുകയും മറ്റൊരാളെ കൊച്ചായി താത്തിക്കെട്ടുക എന്ന് പറഞ്ഞാൽ നീ പോരാ എന്നൊരർത്ഥം വരുന്ന നിലയിൽ അവരോട് സംസാരിക്കുക. ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അപ്പോൾ ഏറ്റവും കൂടുതൽ ഹർട്ടാണ്. കാരണം ഞാൻ അക്സെപ്റ്റഡ് അല്ല, എന്നെ അംഗീകരിക്കുന്നില്ല. അപ്പം സ്വന്തം ശരീരത്തെക്കുറിച്ചോ കഴിവിനെക്കുറിച്ചോ പ്രാപ്തിയെക്കുറിച്ചോ കൊണ്ടുവന്ന പണത്തെക്കുറിച്ചോ ഒക്കെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, വളരെ പുച്ഛിച്ച് താഴ്ത്തിക്കെട്ടി സംസാരിക്കുക. അപ്പോൾ ഈ ആൾ ഞാൻ അക്സെപ്റ്റഡ് അല്ല, എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ എന്തോ പറ്റും, വലിയ കുടുംബ പ്രശ്നങ്ങളിലേക്ക് അത് പോകും. കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി പ്രോബ്ലം ഈ ദിവസങ്ങൾ ഞാൻ ഡീൽ ചെയ്യുന്ന, അതിനകത്ത് ഇതുപോലൊരു ഇൻഡയറക്റ്റായിട്ട് ടോക്സിക്കായിട്ടാണ്. കാരണം ഭർത്താവ് വന്ന ഉടനെ ഇവിടെ അച്ഛനൊരു മദ്യപാനിയായിരുന്നു, ഭർത്താവിൻ്റെ അച്ഛൻ. മദ്യപാനിയായ അച്ഛൻ നിരുത്തരവാദിയായി ജീവിച്ച അവസാനം സിക്കൊക്കെ ആയിട്ട്, പക്ഷെ അവിടുത്തെ അതുകൊണ്ട് മിക്കവാറും മദ്യപിക്കുന്ന വീട്ടിലെ മൂത്ത മക്കളൊക്കെ ഭയങ്കര റെസ്പോൺസിബിൾ ആൾക്കാരായിരിക്കും. ഇവൻ ഹൈലി റെസ്പോൺസിബിളായ, മദ്യപിക്കത്തില്ല, ബീഡി വലിക്കത്തില്ല, യാതൊരു ടോക്സിക്കായിട്ടുള്ള സബ്സ്റ്റൻസ് ഉപയോഗിക്കത്തില്ല, വീട് പൊന്നുപോലെ നോക്കും, ഉള്ള പണം കൊണ്ട് നല്ലപോലെ മാനേജ് ചെയ്യും. അദ്ദേഹം മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് ബി.എഡൊക്കെ കഴിഞ്ഞ് ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ അമ്മയെ സംബന്ധിച്ചോളം അമ്മയ്ക്ക് അച്ഛനെ ആശ്രയിക്കാൻ പറ്റാത്തപ്പോൾ ആരെ ആശ്രയിച്ചു? മകനെ ആശ്രയിച്ചു. ഈ മകൻ അതുകൊണ്ട് ഈ അമ്മയ്ക്ക് ആവശ്യമില്ലാതെ പ്ലീസ് ചെയ്യണം. അപ്പം ഭാര്യയോട് അടുപ്പം കാണിച്ചാൽ അത് അമ്മയ്ക്ക് അസ്വസ്ഥതയാണ് എന്നൊരു ധാരണ അവനുണ്ട്. ഇതുകൊണ്ട് എന്ത് ചെയ്തു, ഭാര്യയെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ യങ് ആയിട്ടുള്ള അവളും അതുപോലെ മാസ്റ്റേഴ്സും ബി.എഡും ഒക്കെ കഴിഞ്ഞ ഒരു പെൺകുട്ടി, അവൾ ഭർത്താവിൻ്റെ മുമ്പിൽ സ്വാഭാവികമായ റൊമാൻസിനും ഇൻറ്റിമസിക്കും അടുത്ത് ചെല്ലുകയും കൂടിയിരിക്കുകയും തൊടുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയതോടെ ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. എഴുന്നേറ്റ് വെളിയിലോട്ട് പോകും. അല്ലെങ്കിൽ പിന്നെ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിൻ്റെ വായിക്ക് നാറ്റമുണ്ട്, നിൻ്റെ ശരീരത്തിന് ബാഡ് സ്മെല്ലുണ്ട്. അവളപ്പോൾ വായിക്ക് സ്പെഷ്യൽ പേസ്റ്റൊക്കെ വെച്ചിട്ട് മൗത്ത് വാഷൊക്കെ ഉപയോഗിച്ച് അതൊക്കെ മാറ്റി. അപ്പോൾ പിന്നെ ശരീരത്തെ സ്മെല്ല് പറഞ്ഞപ്പോൾ പ്രത്യേക സോപ്പൊക്കെ വാങ്ങിച്ച് കുളിച്ച് നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് അടുത്തത്. ഇതൊക്കെ അടുത്ത് ചെന്നപ്പോൾ അടുത്ത വേറൊരു വിഷയമായി. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇവളോടൊരു റൊമാൻസും കാണിക്കുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തോ തോന്നി, അവൾ അല്പം കളർ കുറഞ്ഞ ഒരാളാണ്, അപ്പോൾ എന്നെ കറുപ്പ് കൊണ്ട് ഇവന് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു ഇതിലേക്ക് എത്തി. സത്യത്തിൽ
അവൻ എന്നോട് പറഞ്ഞു, ഞാനവളെ കണ്ടിഷ്ടപ്പെട്ട് കെട്ടിയതാ. അവളുടെ കളറൊന്നും എനിക്ക് പ്രശ്നമല്ല. ക അല്പം കളറ് കുറവാണെങ്കിലും നല്ല സുന്ദരിയായൊരു കുട്ടിയാണ്, ആകർഷമുള്ളൊരു കുട്ടിയാണ്. അപ്പം അവനും അത് ഇഷ്ടപ്പെട്ട് കെട്ടിയതാ. ഇവിടുത്തെ പ്രശ്നം എന്തുവാ, അവന് റൊമാൻറ്റിക്കായിട്ട് പെരുമാറാൻ വളരെ കെയറിങ് ആണ്. അമ്മയും ഇവളെയും കെയറിങ് ആണ്. പക്ഷേ റൊമാൻറ്റിക്കായിട്ട് ഇടപെടാൻ അറിയത്തില്ല. അത് മോശമാണെന്നുള്ള ചിന്തയും, പ്രത്യേകിച്ച് അങ്ങനെ അടുപ്പം കാണിച്ചാൽ അമ്മ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയും. ഇത്രയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ഒരാൾക്ക് ഈ ആധുനിക കാലത്ത് ഇങ്ങനെ ചിന്ത. അങ്ങനെ ഭാര്യ കുറച്ച് ദിവസം അവനോട് അടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് അടുപ്പം കിട്ടിയില്ല. അപ്പോൾ അവൾ തെറ്റിദ്ധരിച്ച്, അവൻ്റെ വൈകല്യമായിട്ടല്ല, എനിക്ക് എന്തോ പോരായ്മയുണ്ട്, അതുകൊണ്ട് എന്നെ അംഗീകരിക്കുന്നില്ല, അപ്പം ഞാൻ പോരായിരിക്കും. അവൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, എന്നാൽ ഞാൻ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടില്ല, വേറെ ആളെ കെട്ടിക്കോ, ഞാൻ നിങ്ങൾക്ക് സൂട്ടബിൾ വൈഫായിരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവൾ പതുക്കെ അവളുടെ വീട്ടിലേക്ക് തിരിച്ച് പോയി. അത് കഴിഞ്ഞ് ഈ ദിവസങ്ങളിൽ ഈ ഭർത്താവ് വന്ന് എൻ്റെ അടുക്കൽ വല്ലാതെ പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞ ഓണത്തിന് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിരുന്നപ്പോൾ ഇതിന് മുമ്പേ ഇവൾ ഭക്ഷണം കൊടുത്ത ഇവൻ കഴിക്കത്തില്ല. അപ്പോൾ ഇന്ന് അവൻ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച ഓണത്തിന് ആയിരക്കണക്കിന് രൂപയുടെ സാധനമൊക്കെ വാങ്ങിച്ച് ചെന്നത്. പക്ഷേ വൈഫ് ഫുഡ് കൊടുത്തില്ല. കാരണം എൻ്റെ ഫുഡ് വേണ്ടായെങ്കിൽ, എന്നെ വേണ്ടായെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിച്ച് വെച്ചു. അദ്ദേഹം അവിടെ ഇരുന്നിട്ടു. വീട്ടിൽ വന്ന അമ്മ ചോദിച്ചു, നീ ഭക്ഷണം കഴിച്ചോ? അവൾ എനിക്ക് പായസമൊക്കെ തന്നെന്ന് പറഞ്ഞ് അമ്മയുടെ അമ്പി മോഹൻ രക്ഷിച്ചു. ഇത്രയും പറയുകയും ആ മനുഷ്യന് എൻ്റെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. കാരണം തനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ഇവിടെയാണ് ഒരാൾ അവഗണിച്ചപ്പോൾ മറിച്ച മറ്റേയാളും തിരിച്ച് അവഗണിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാതെ ആളുകളെ എന്ത് ചെയ്യുക, കുറ്റപ്പെടുത്തുക, താത്തി കെട്ടുക, കൊച്ചാക്കി കഴിഞ്ഞാൽ ആളുകൾ എന്താ പറ്റും, തിരിച്ച് അവരും പ്രതികരിക്കാൻ തുടങ്ങും. ഇപ്പം ഈ നിനക്കെന്നെ വേണ്ട, എനിക്ക് നിന്നെയും വേണ്ട എന്നുള്ള മനോഭാവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള അകലം വലിയ വലിയ അകലമായിട്ട് മാറി. അതിനിടയ്ക്ക് എങ്ങനെയൊരു കുട്ടിയുണ്ടായി, പക്ഷേ യാതൊരു അടുപ്പവും ഇല്ലാത്തൊരു ലെവലിലേക്ക് രണ്ടുപേരും മാറി. ഇത് ഈ ആൾ കാണിച്ച ചില്ലറ പെരുമാറ്റമാണ് ഈ ഒഫൻസിലേക്ക് അവരെ നയിച്ചതെന്ന് ഇപ്പോഴും ഹസ്ബൻഡിന് തിരിച്ചറിവില്ല. അത് അവിടെ എന്തോ കുഴപ്പമാണെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഇവർ കൺട്രോൾ ചെയ്യും, നമ്മളെ ഐസൊലേറ്റ് ചെയ്യും. അമ്മയോട് അധികം ഇടപെട്ടാൽ, അച്ഛനോട് ഇടപെട്ടാൽ, സഹോദരിയോട് ഇടപെട്ടാൽ, അല്ലെങ്കിൽ സ്വന്തം വീടുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ, അത് ഫ്രണ്ട്സുമായിട്ട് സൗഹൃദം ഉണ്ടെങ്കിൽ, ഇതെല്ലാം തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് എന്ത് ചെയ്യും, ഇവരെപ്പോഴും ഇവരെ നിയന്ത്രിക്കും, ഐസൊലേറ്റ് ചെയ്യും. ഈ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. ഇതും ഈ ടോക്സിക് റിലേഷൻഷിപ്പ് കാണിക്കുന്ന മറ്റൊന്നാണ്. മറ്റൊന്ന്, ഒരാളിലെ ഇവർക്ക് സ്നേഹത്തെക്കുറിച്ച് ഉറപ്പില്ല. ഓരോ ചെറിയ കാര്യത്തിലും സ്നേഹം ഉറപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നും മിണ്ടിയില്ലെങ്കിൽ എന്തെങ്കിലും, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, നിങ്ങൾക്ക് എന്നെ വെറുപ്പാണോ, അല്ലെങ്കിൽ നിനക്ക് എന്നെ വെറുപ്പാണോ എന്ന് പറഞ്ഞിട്ട് മറ്റേ ആളെ എപ്പോഴും റീഅഷ്യൂർ ചെയ്ത് കൊടുക്കണം, എനിക്ക് എന്തിന് സ്നേഹമുണ്ടെന്ന്. നല്ലൊരു ബന്ധത്തിൽ എൻ്റെ ആവശ്യമില്ല, എനിക്ക് സ്നേഹമുണ്ടെന്ന് അറിയാം, ഉറപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം നിരന്തരമായിട്ട്. ഇത് നിരന്തരമായി ഉറപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റിയാൽ സ്നേഹമില്ലെന്നുള്ള ലെവലിലേക്ക് പോകും. അങ്ങനെ ഈ ആളെ തന്നെ കൺഫ്യൂഷനാക്കും. മറ്റൊന്ന്, ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. അവർ പറയുക, നിങ്ങൾക്ക് തോന്നിയതാണ്, നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷന് കുഴപ്പമാണ്. ഇവരുടെ ഫീലിങ്ങിനെ ഒരിക്കലും റൈറ്റായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇങ്ങനെ ധാരാളം. അതുപോലെ തന്നെ കുറ്റബോധം, ആവശ്യമില്ലാത്ത കുറ്റബോധം. ഇവർക്കുണ്ടായ ഫീലിങ്ങിനെല്ലാം കാരണം അവരനാണെന്ന് ഇവർ ആരോപിക്കും. എന്നിട്ട് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ വിഷമിക്കുന്നത്, അപ്സെറ്റായത് എന്ത് എൻ്റെ വൈകല്യമുണ്ടോ അത് നിങ്ങൾ മുഖാന്തരം, അല്ലെങ്കിൽ നീ മുഖാന്തരം എന്ന് അവരെ എപ്പോഴും ധരിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ആവശ്യമില്ലാത്ത ഗിൽറ്റി വിൽ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരുപിടി പ്രശ്നങ്ങൾ ഇവർ എന്ത് ചെയ്യും, ഈ ടോക്സിക് റിലേഷൻഷിപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അടുപ്പം ചിലപ്പം കാണിക്കും, മറ്റു ചിലപ്പോൾ ഭയങ്കരമായ അകൽച്ചയും കാണിക്കും. ഈ ആളുകൾക്ക് ഇവർക്ക് സ്നേഹമാണോ വെറുപ്പാണോ എന്ന് അറിയാത്തൊരു കൺഫ്യൂഷനെ കൊണ്ട് എത്തിക്കും. കാരണം സ്ഥിരമായൊരു ബന്ധം പുലർത്തത്തില്ല, സ്ഥിരമായ ഭാവവും കാണിക്കത്തില്ല. ചിലപ്പോൾ അമിതമായ അടുപ്പവും, ചിലപ്പോൾ അതുപോലെ അകന്ന ഒരു ലെവല് തണുപ്പ്, ഹോട്ട് ആൻഡ് കോൾഡ്, എക്സ്ട്രീം ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കും. ഇത് ശരിക്കും ഒരാളെ വേദനിപ്പിക്കണമെന്ന് മനസ്സിലാക്കി ഒരു നോർമൽ ഒരു മനുഷ്യൻ ചെയ്തില്ല, അത് സ്ത്രീ ആയാലും പുരുഷനും ചെയ്തില്ല. അപ്പോൾ ഒരുപക്ഷെ ഇത് ഈ ടോക്സിക് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തുന്നത് ഇവരുടെ
ചൈൽഡ്ഹുഡ് ട്രോമാസിലൂടെ രൂപപ്പെട്ട് വരുന്ന ഒരു മനോഭാവമാണോ? ആയിരിക്കും ഒരു ആയിരിക്കാം. ബിഹേവിയർ ആണോ? കാരണം ഇവരുടെ ലോ സെൽഫ് എസ്റ്റീം ഉള്ളവർ, ആ കോൺഫിഡൻസ് ഇല്ലാത്തവർ, ആ. ഇപ്പോൾ അവർക്കൊക്കെ എന്തോ തോന്നും, എന്നെ നഷ്ടപ്പെട്ടു പോകുമോ, ഇയാൾ അകന്നു പോകുമോ എന്നുള്ളത് കൊണ്ട് എപ്പോഴും ഒരു ഫോൺ എടുത്തില്ലെങ്കിൽ, ഇന്ന് വന്നില്ലെങ്കിൽ സ്നേഹമില്ലെന്നങ്ങ് വ്യാഖ്യാനിക്കും. മറ്റവരതല്ല, അവർക്ക് എന്തെങ്കിലും അസൗകര്യമായിരിക്കും, എന്താണെന്ന് ചോദിച്ചറിയാൻ നോക്കും, പെട്ടെന്ന് പ്രിജുഡീസിലേക്ക് പോകത്തില്ല. ഇതൊക്കെ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് തീർച്ചയായിട്ടും അവനവൻ തിരിച്ചറിഞ്ഞ, എനിക്കിത് എൻ്റെ ഈ റിലേഷൻഷിപ്പ് അൺഹെൽത്തി ആണെന്നും മറ്റൊരാൾക്ക് അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നും തിരിച്ചറിയുകയും അവരുടെ പ്രൈവസിയെയും വ്യക്തിത്വത്തെയും മാനിക്കുകയും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവരെ സമ്മർദ്ദം കൊടുത്ത് ചെയ്യിക്കാൻ ശ്രമിക്കുക. അവർക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നിർബന്ധം കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതെല്ലാം ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഓരോ ലക്ഷണങ്ങൾ ആണ്. ഈ പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ടോക്സിക് രീതിയിലുള്ളൊരു മെൻറ്റാലിറ്റി ഇപ്പം അതൊരു ബുദ്ധിമുട്ട് ആകാറില്ല പലപ്പോഴും. അങ്ങനെ ഒരുപാട് കമൻസുകൾ ഞാൻ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ പല റീലുകളുടെയും താഴെ കണ്ടു. അതായത് അവരുടെ പേരൻസിൻ്റെ ചിലപ്പോൾ ഈ ടോക്സിക് ആളുകൾ ചിലപ്പോൾ ഒരു ടോക്സിക് പേരൻറ്റിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. കാരണം അവർ സ്നേഹമെന്ന് പറഞ്ഞാൽ അവർ ഇവരോട് പറഞ്ഞേക്കുന്നത്, ഇങ്ങനെ പെരുമാറിയാലാ ഞാൻ പറഞ്ഞ അതുപോലെ അനുസരിക്കണം, എന്നെ ഞാൻ പറയുന്നത് നോ എന്ന് പറഞ്ഞാൽ നിനക്ക് അമ്മയോട് സ്നേഹമില്ല, അപ്പനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് പരിശീലിച്ചപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നാണ് അവർക്ക് പരിശീലിച്ച് വെച്ചേക്കുന്നത്. അല്ല, ഇവരുടെ പ്രൈവസി ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യത്തില്ല. ഇവർക്ക് നോ എന്ന് പറയാൻ അവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ല. അവർ പറയുന്നത് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അക്സെപ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് സ്നേഹമുള്ള കുട്ടി ചെയ്യേണ്ടത്. ഈ അനുസരണമാണ്. അവരുടെ സ്വന്തം വ്യക്തിത്വത്തിന് അവിടെ സ്കോപ്പും ഇല്ല. ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളിൽ എന്തോ പറ്റും, ഭാവിയിൽ അവർക്ക് അവരുടെ നോംസ് ഓഫ് സ്നേഹം ഇതല്ലേ. അപ്പോൾ ഇവർ കിട്ടിയ ആളിലും ഇത് തന്നെ പ്രതീക്ഷിക്കും. അതായിരിക്കും പങ്കാളിയിലേക്ക് പിന്നെ അത് കൈമാറാനുള്ള കാരണം. ഇപ്പം അതിന് മുമ്പായിട്ട് ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീകൾ ദീർഘകാലം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഒരു കുട്ടിയൊക്കെ ആയി അതിനുശേഷം ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ പെട്ടെന്ന് അയാളെ ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഇത് സീരീസ് ഓഫ് ഇഷ്യൂസിൽ നിന്നാണോ അവർ ഡിസിഷൻ എടുക്കുന്നത്, അതോ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണോ അവർ മാറി നിൽക്കുന്നത്? അങ്ങനെ ഒരുപാട് കേസ് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ തന്നെ. അതിന് കാരണം ഒന്ന്, ഒരിക്കൽ ഈ വിവാഹത്തിനൊരു റിലീജിയസ്, ധാർമ്മികമായ, ഈശ്വരീയമായ ഒരു സമീപനം വിവാഹത്തോടുണ്ടായിരുന്നു. കാരണം അതൊരു ഈശ്വരൻ ചേർക്കുന്ന ഒരു ബോണ്ടാണ്. അത് ആജീവനാന്തം നമ്മൾ നിലനിർത്തണം. അതുകൊണ്ട് അതിൻ്റെ അങ്ങേ എക്സ്ട്രീം എന്ത് പ്രശ്നം ഉണ്ടായാലും നിലനിർത്തണം എന്ന് പറയുന്ന മറ്റേ ഒരു എക്സ്ട്രീമും, അതേസമയം എന്ത് ചെറിയ പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യാം, ഇതൊരു കോൺട്രാക്റ്റാണ് ഫോർ ജസ്റ്റ് ഹാപ്പിനെസ്, ഇഫ് വി ആർ നോട്ട് ഹാപ്പി വൈ ഷുഡ് വി ഗെറ്റ് എലോങ് എന്ന് ചിന്തിക്കുന്ന, വെറും സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിൽ പിരിയുന്ന ഇങ്ങേ എക്സ്ട്രീം. ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ഹെൽത്തി. ഇപ്പോൾ ഒരാളുമായിട്ട് ഒരു കാരണവശാലും ഒത്തുപോകാൻ പറ്റാത്ത ഒരു കേസുകളിൽ ചിലപ്പോൾ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും. പക്ഷേ ഇത് പലപ്പോഴും ഇത് ഒത്തുപോകാനുള്ള പരിശ്രമങ്ങളൊന്നും നടത്താതാണ് പലരും ഈ എക്സ്ട്രീം തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ഇന്നത്തെ കാലത്ത് ആ ഒരു ധാർമ്മിക വശത്ത് നിന്നുള്ള, അല്ലെങ്കിൽ ഒരു ഈശ്വരീയമായ ആ കമ്മിറ്റ്മെൻറ്റ് മാറിയിട്ട് ഇതൊരു വെറും ഒരു കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് ആ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നില്ല, പിള്ളേർ തമ്മിൽ കൂട്ടുവെട്ടുന്ന പോലെ എന്ത് ചെയ്യുക, പെട്ടെന്നങ്ങ് പിണങ്ങുക. അപ്പോൾ ഈ പ്രശ്നം ഒന്നിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ക്ഷമയോ സഹനതയോ പലർക്കും ഇല്ല. അതിൻ്റെ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ ഹോമിച്ചും ജീവിതം കളഞ്ഞും മറ്റൊരാളോട് ഒത്തുപോകണം എന്നല്ല അതിൻ്റെ അർത്ഥം. അതേസമയം ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാവുന്നതാണ് മിക്കതും. അത്തരം പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ ഒരു തുറന്ന ചർച്ചയ്ക്ക് മുമ്പേ പലരും എന്ത് ചെയ്യുന്നു, എക്സ്ട്രീം സെപ്പറേഷനിലേക്ക് പോകുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ ഒരു വശത്ത് കൊന്നാലും എന്ത് ചെയ്താലും സഹിച്ച് ജീവിക്കുന്ന, സ്വന്തം ജീവിതം ഹോമിച്ച്, സ്വന്തം വ്യക്തിത്വവും വികാരവും അഭിപ്രായവും ഒന്നും മാനിക്കാതൊരു ഹോമിച്ച ജീവിതം ഒരു എക്സ്ട്രീമും, മറുവശത്ത് ചെറിയ സൗന്ദര്യപ്പിണക്കത്തിന് ബന്ധം അവസാനിപ്പിക്കുന്ന ഇങ്ങേ എക്സ്ട്രീമും, രണ്ടും സമൂഹത്തിന് അപകടകരമായ ട്രെൻഡാണ്. ഇതിനിടയ്ക്ക് ആരോഗ്യകരമായ ഒരു സമീപനമാണ് ഹെൽത്തി ആയിട്ടുള്ളത്. ഒരു നല്ല രീതിയിലുള്ളൊരു കുടുംബബന്ധം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവർക്ക് തന്നെ അറിയാം, ഭാര്യയും ഭർത്താവും സ്നേഹത്തിലായിരിക്കണം, നല്ല ബന്ധമായിരിക്കണം, ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പലപ്പോഴും
ആ, ഒരു പുരുഷൻ അയാൾ പറയുന്നതാണ് ശരി, സ്ത്രീ അവർ പറയുന്നതാണ് ശരി എന്നുള്ളൊരു വാഗ്വാദത്തിലേക്ക് ഉം. പോകുന്നുണ്ടല്ലോ. ഉം. ശരിക്കും അത് മാറ്റി നിർത്തി എന്നാൽ എൻ്റെ തെറ്റുകൾ ഇന്നതാണ് എന്ന് ഇരുന്ന് പരസ്പരം ധാരണയോടുകൂടി ആളുകൾ സംസാരിക്കാൻ തയ്യാറാവാത്ത എന്തുകൊണ്ടാണ്? ഒന്ന് അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ ഇടയിലില്ല. അത് നമ്മൾ പരിശീലിപ്പിക്കുന്നുമില്ല. ഈ അഭിപ്രായ ഭിന്നതകൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ട്രെയിനിങ് സത്യത്തിൽ വേണം. കാരണം ഒരു സ്കില്ലാണത്. കാരണം അടുപ്പം കൂടുന്തോറും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുക. അത് ശാന്തമായിരുന്ന് സംസാരിച്ച് സമന്വയിപ്പിച്ച് പരിഹരിച്ചു പോകാനുള്ള കഴിവ് കുട്ടികളിൽ ഉണ്ടാവണം. പല കുട്ടികൾക്കും കുട്ടി ആയിരിക്കുമ്പോൾ തൊട്ടേ ആ കഴിവില്ല. അവരൊരാളോട് പിണങ്ങിയാൽ പിന്നെ വിടുക. അങ്ങനെ സുഹൃത്തായാലും ആരായാലും പിണങ്ങിക്കഴിഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യുന്ന രീതിയില്ല, പിന്നെ അവരെ അങ്ങ് വിടുക. അങ്ങനെ വിട്ടു പഠിച്ചവർക്ക് അവസാനം വിവാഹ ജീവിതം വന്നപ്പോഴും അതേ സ്ട്രാറ്റജി അവരങ്ങ് ഉപയോഗിക്കുക. ചിലർ അങ്ങ് വിട്ടുപോകുന്നില്ല, പക്ഷെ മാനസികമായി വിഡ്രോ ചെയ്ത് ജീവിക്കുക. ഒരു വൈകാരിക ബന്ധവുമില്ലാതെ സമൂഹത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഒരു ബാഹ്യ റിലേഷൻഷിപ്പ് പുലർത്തി ജീവിക്കുന്നവർ ഒത്തിരി ഈ നാട്ടിലുണ്ട്. സത്യം അവർ തമ്മിൽ യാതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഇല്ല. ഈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളർത്തിയെടുക്കേണ്ടത് എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യം. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ഒരു സെഷനിൽ പറഞ്ഞ പോലെ ഈ ഫിസിക്കലായിട്ടുള്ള ഒരു ഇൻറ്റിമസി, സെക്ഷൽ ഇൻറ്റിമസിയും ചിലപ്പോൾ ആ കെമിസ്ട്രി ശരിയാണെങ്കിൽ, അവിടെ ഇപ്പോൾ ധാരാളം പേർക്ക് പ്രശ്നങ്ങളുണ്ട്. കെമിസ്ട്രി ശരിയാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് അവർ തമ്മിൽ അങ്ങ് അടുക്കും. അതിന് വലിയൊരു എഫേർട്ട് വേണ്ട. ഒരു ആണും പെണ്ണും തമ്മിൽ ശാരീരിക ആകർഷണം ഉണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തമ്മിലുള്ള ഫിസിക്കൽ കെമിസ്ട്രി പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. പക്ഷേ ആ ഒരു കെമിസ്ട്രി കൊണ്ട് മാത്രം, അതിന് പ്രാധാന്യമില്ലെന്നല്ല പറയുന്നത്, പക്ഷേ അതുകൊണ്ട് മാത്രം ഈ ബന്ധം ദീർഘനാൾ പോകത്തില്ല. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വിള്ളൽ വരുമ്പോഴത്തേക്ക് മറ്റ് അടുപ്പം, കമ്പാനിയൻഷിപ്പ് അടുപ്പങ്ങൾ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ എന്തോ പറ്റും. ആ കമ്പാനിയൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിരന്തരമായ പരിശ്രമം വേണം. ഇപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി, എനിക്കും എൻ്റെ പങ്കാളിക്കും തമ്മിൽ ഇൻ്റലക്ച്വലി സംസാരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഞങ്ങൾ തമ്മിൽ കണ്ടെത്തി ചർച്ച ചെയ്ത് അവിടെ ഒരു ഐക്യത ഉണ്ടാവണം, അല്ലേ? ഞങ്ങളുടെ ഗോൾസിലും പർപ്പസിലും ഞങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ചില കോമൺനെസ് ഉണ്ടാക്കിയെടുക്കണം, അല്ലേ? ചില ഹോബിയിലും വർക്കിലും ഞങ്ങൾക്ക് ഇൻറ്റിമസി ഉണ്ടാക്കിയെടുക്കണം. ഇമോഷൻസ് ഷെയർ ചെയ്യാനും അത് മനസ്സിലാക്കാനുമുള്ള കഴിവ് തന്നെ വികസിപ്പിച്ചെടുക്കേണ്ട കാര്യമാണ്. ഒരാളുടെ ഇമോഷൻ ഗ്രാസ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, അല്ലേ? ചുമ്മാ ഒരാൾ കേട്ടത് കൊണ്ട് മനസ്സിലാക്കത്തില്ല. അപ്പോൾ ഒരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അവരുടെ വശത്ത് നിന്ന് കാണണം. അതിന് എമ്പതി എന്ന് പറയുന്ന സ്കില്ല് വേണം. മറ്റൊരാളുടെ വശത്ത് നിന്ന് കാണാൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാൾ ചിന്തിക്കുന്ന മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, മറ്റൊരാളുടെ വശവും വികാരവും മനസ്സിലാക്കാൻ പറ്റൂ. മനസ്സിലാക്കാത്ത ഒരാളോട് നമ്മൾ പിന്നെ പങ്കുവയ്ക്കത്തില്ല. ഇപ്പോൾ ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടാകണേ എന്ത് ചെയ്യണം? ഈ ഇമോഷണൽ സേഫ്റ്റി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നണം. എന്ത് വികാരം പോയി എൻ്റെ പങ്കാളിയോട് പങ്കുവയ്ക്കാം എന്ന് രണ്ടുപേർക്കും തോന്നണം. പക്ഷേ ഈ രാജ്യത്ത് എത്ര കപ്പിൾസ് ഉണ്ട് അവരെ ഹൃദയം തുറന്ന് പങ്കാളിയോട് പറയാൻ സ്വാതന്ത്ര്യമുള്ളവർ? വളരെ വളരെ ഇല്ലെന്ന് പറഞ്ഞില്ല, വളരെ കുറവാണ്. കാരണം അവർ പലപ്പോഴും മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് പോലും പങ്കാളിയോട് പങ്കുവെക്കാറ് ഇല്ല. അതിന് ഒരാളെ പങ്കുവെക്കുന്ന ആളിൻ്റെ മാത്രമല്ല, കേൾക്കുന്ന ആളിൻ്റെയും കുഴപ്പമുണ്ട്. കാരണം ഒരിക്കൽ നമ്മൾ പങ്കുവെച്ചപ്പോൾ ചിലപ്പോൾ അവർ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളിനോട്, അൺപ്രഡിക്റ്റബിളായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളോട്, കേട്ടിട്ട് മൈൻഡ് ചെയ്യാത്ത ഒരാളിനോട്, കേട്ട വികാരം ഇതാണെന്ന് വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ വികാരത്തെ വാലിഡേറ്റ് ചെയ്യാത്ത ഒരാളിനോട് പിന്നെ നമ്മൾ പങ്കുവെക്കത്തില്ല. പങ്കുവെക്കുമോ? അപ്പോൾ നമ്മുടെ പ്രശ്നം നമുക്ക് വലിയ പ്രശ്നമാകുമ്പോൾ നമ്മൾ ഒരാളോട് പറയുന്നത്, അവർക്കത് പ്രശ്നമാവത്തില്ല, ആവണമെന്നില്ല. പക്ഷേ ഈ നിലയിൽ അത് കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പങ്കുവെക്കും, അല്ലേ? അപ്പോൾ ആ പങ്കുവെക്കാനുള്ള കഴിവ്, സ്നേഹം അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഫെക്ഷൻ വളർത്തിയെടുക്കണം. അഫെക്ഷൻ ചുമ്മാ ഉണ്ടാവില്ല, അത് നിരന്തരമായ ചെറിയ ചെറിയ ബിഹേവിയറിൽ കൂടെയാണ് അഫെക്ഷൻ ഉണ്ടാവുന്നത്. സ്നേഹം പങ്കുവെക്കണം, കരുതൽ പങ്കുവെക്കണം, അല്ലേ? മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യണം, രണ്ടുപേരെയും റെസ്പെക്റ്റ് ചെയ്യണം, അല്ലേ? അങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ഒരു ജെൻഡറിനെ തരം താണരായിട്ടോ രണ്ടാം കിടയായിട്ടോ കാണുന്ന ഒരാളെ സംബന്ധിച്ചുള്ള മ്യൂച്വലി റെസ്പെക്റ്റ്ഫുൾ റിലേഷൻഷിപ്പ് ഇല്ല, അല്ലേ? അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യാത്തവരോട്, കരുതലില്ലാത്ത ഒരാളിനോട്, അഫെക്ഷൻ ഇല്ലാത്ത ഒരാളിനോട്, മനസ്സിലാക്കാത്ത ഒരാളിനോട് നമ്മളൊരിക്കലും ഒരു സ്ഥായിയായ ബന്ധം പുലർത്താൻ
പോകില്ല. ഉം. അപ്പം ഇത്തരം സ്കില്ലുകളൊക്കെ വിവാഹബന്ധത്തിന് മുമ്പേ ഒരാൾ ഡെവലപ്പ് ചെയ്യണം. കാരണം ഒരാളുമായിട്ട് ആഴമായ ഇൻറ്റിമേറ്റായിട്ട് റിലേഷൻഷിപ്പ് പുലർത്തണമെങ്കിൽ അതിനുള്ളൊരു മാനസികാവസ്ഥയും പക്വതയും വ്യക്തികൾക്ക് കാണണം. അതില്ലാത്തവരെ സംബന്ധിച്ചോളം ചിലപ്പം മനസ്സിൽ സ്നേഹം കാണുമായിരിക്കും, പക്ഷേ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് കാണത്ത് ഇല്ല. ഇല്ല. രണ്ടുപേര് പരസ്പരം സ്നേഹിക്കുമ്പം ആ സ്നേഹത്തിൻ്റെ എലമെൻ്റ് അവിടെ നഷ്ടപ്പെടുമ്പോഴാണല്ലോ പിന്നെ അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതി. നമ്മൾ ഇനിഷ്യലി ഒരാളെ സ്നേഹിക്കുമ്പോൾ തെറ്റുകൾ കണ്ടാലും അതിനെ ഒരു പുഞ്ചിരിയോടുകൂടിയല്ലേ നേരിടത്തുള്ളൂ. അതെ അതെ പക്ഷെ എന്നാൽ അത് വളരെ അത് ഒരു കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും പിന്നീട് മനുഷ്യനിലെ സ്നേഹം എന്ന് പറയുന്ന അവസ്ഥ നഷ്ടപ്പെട്ട് അതിനെ കൂടുതൽ ഇൻ്റലക്ച്വലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. എന്നാലും പിന്നീട് അവൻ്റെ ഭാഷ മാറുക. മനസ്സിലായി. നീ എന്നാലും അത് ചെയ്തത് ശരിയായില്ല. എന്നാൽ 2 വർഷം മുമ്പ് എന്ത് ചെയ്താലും പ്രശ്നമില്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ എലമെൻ്റ് അവിടെ നഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ പിന്നീട് ആർഗ്യുമെൻറ്റിലേക്കും പിന്നീട് സെപ്പറേഷനിലേക്കും പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലേ? സ്നേഹത്തിനകത്ത് ബഹുമാനമുണ്ട്, ഉം. സ്നേഹത്തിനകത്ത് അഫക്ഷനുണ്ട്, സ്നേഹത്തിനകത്ത് കരുതലുണ്ട്, ഇല്ലേ? അതെ. ഇതൊക്കെ നിലനിർത്തിയെങ്കിൽ മാത്രമേ ഈ സ്നേഹം അതേ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇത്തരം ആക്ടിവിറ്റി ഡെയിലി ഹാബിറ്റ്സിൽ ശ്രദ്ധിക്കത്തില്ല. ഇപ്പം കല്യാണം കഴിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഹഗ് ചെയ്യാതെ, അല്ലെങ്കിൽ പോട്ടെ എന്ന് വിളിക്കാതെ, അല്ലെങ്കിൽ ചെന്ന് അടുത്ത് ചെന്നൊരു ഒരു വിട പറയാതെ, അല്ലെങ്കിൽ ഒരു ആലിംഗനം ചെയ്യാതെ, ഒരു ചുംബനം ചെയ്യാതെ മിക്ക കപ്പിൾസും ഇനീഷ്യൽ ഡേയ്സ് പിരിയത്തില്ല, അല്ലേ? അതുപോലെ തന്നെ മറ്റേ ആൾ വരുന്നത് നോക്കി ചിലപ്പം കാത്തിരുന്നെന്നിരിക്കും, വന്നാൽ ഉടനെ അവർ അറ്റൻഡ് ചെയ്തെന്നിരിക്കും. ഇതൊക്കെ പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അങ്ങ് നീക്കും. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ, സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കത്തില്ല നിലനിർത്താൻ. അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അന്നൊരു തുണി ഇട്ടാൽ എന്ത് ചെയ്യും? ചേരുമെന്ന് പറയും, സെലക്ട് ചെയ്യും, കൂടെ കൊണ്ടുപോയി സെലക്ട് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കും. പിന്നീട് ചിലപ്പോൾ അവരുടെ ഇഷ്ടങ്ങളൊന്നും ശ്രദ്ധിക്കാൻ ശ്രമിക്കത്തില്ല, അല്ലേ? അന്ന് എല്ലാ കാര്യത്തിലും അഭിപ്രായം ചോദിക്കും, കുറച്ച് കഴിയുമ്പോൾ അഭിപ്രായം ചോദിക്കുന്നത് നിർത്തും, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ തുടങ്ങും, അല്ലേ? ടൈം ടുഗദർ എങ്ങനെയും സമയം കണ്ടെത്താൻ അന്ന് എവിടെയെങ്കിലും കൂട്ടുകാരോടൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് വൈഫ് നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് നോക്കിയിരിക്കുന്നു പറഞ്ഞ് ഓടി വരുമായിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ്, എൻ്റേതല്ലയോ എന്ന് വിചാരിച്ച് രണ്ടുപേരും എന്ത് ചെയ്യും? ആ ബന്ധം ക്വാളിറ്റിയിൽ നിലനിർത്താനുള്ള എഫേർട്ടൊന്നും എടുക്കുന്നില്ല. ആദ്യം അത് ബോധപൂർവ്വം എഫേർട്ട് എടുക്കും. ആ എഫേർട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ആ വാം തവണ നീക്കും. അല്പം കൂടെ കഴിയുമ്പോൾ ഇത്തരം ഈ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി, കെയറിങ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ എന്ത് ചെയ്യും? അല്ല, കുറയ്ക്കും, ശ്രദ്ധിക്കത്തില്ല. കാരണം എൻ്റേതാണല്ലോ എവിടെ പോകുമെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക. ഈ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ തീവ്രത എന്ത് ചെയ്യും? പതുക്കെ കുറയും. അപ്പം അതുകൊണ്ടാണ് ആദ്യത്തെ സമയത്ത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യത്തില്ലേ? ഏത് കപ്പിളാ ഹണിമൂണിന് ക്വാളിറ്റി ടൈം? അവർ തമ്മിൽ മാത്രം എവിടെ പോയാലും ഓടി വന്ന് അവർ തമ്മിൽ ഇരിക്കാൻ നോക്കും, അല്ലേ? ആ സമയത്ത് ഒരിക്കലും മറ്റൊരു കാര്യം അറ്റൻഡ് ചെയ്യത്തില്ല, അപ്പോൾ ടി വി കാണത്തില്ല, അല്ലെങ്കിൽ പങ്കാളിയോടിരിക്കുന്നത് അവർ എൻജോയ് ചെയ്യും, അതിനുള്ള ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ എക്സ്പ്രസ് ചെയ്യും. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പതുക്കെ കുറഞ്ഞ് വരും. ഈ കുറഞ്ഞ് വരാതെ, അതിനാണ് ഈ ഫാമിലി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ സ്വാദ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്തോ പറ്റും? ഈ ക്വാളിറ്റി പതുക്കെ അങ്ങ് ഡിറ്റീരിയേറ്റ് ചെയ്ത് പോയി അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോഴാണത് നമ്മൾ തിരിച്ചറിയുന്നത്. അതൊരു പ്രോബ്ലം ആകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. പ്രോബ്ലം ആകാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ ഡിറ്റീരിയേഷൻ ഒഴിവാക്കാൻ കഴിയണം. ഇത് താണു പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. അപ്പം ജീവിതത്തിൻ്റെ പല ബന്ധപ്പാടുകൾ, കാരണം ഹണിമൂണിന് മറ്റൊന്നുമില്ല, കുടുംബം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പങ്കാളി മാത്രമേ ഉള്ളൂ. അല്പം കഴിയുമ്പം ജോലിയായി, കുട്ടികളായി, ഉത്തരവാദിത്തങ്ങളായി, പ്രൊമോഷനായി, ട്രാൻസ്ഫറായി, വേറെയിടത്തേക്ക് ജോലിക്ക് പോയി, ഇങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ വരുമ്പോൾ അറിയാതെ പോലും എന്തോ ഉണ്ടാകും? ഈ ബന്ധങ്ങൾ വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഷോർട്ട് ടൈമിലേക്ക് ഉണ്ടാകുന്നത് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചപ്പം കുറച്ച് ദിവസത്തേക്ക് ഹസ്ബൻഡിനെ ശ്രദ്ധിക്കുന്നത് കുറഞ്ഞത് മനസ്സിലാക്കാം, അല്ലേ? അങ്ങനെയുള്ള താൽക്കാലികമായ അനുഭൂതികളൊക്കെ ഉണ്ടാകാം. പക്ഷേ അത് ബോധവാന്മാരാണെങ്കിൽ എന്ത് ചെയ്യും? അല്പം കൂടെ കഴിയുമ്പോൾ അത് വീണ്ടും അത് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കും. അങ്ങനെ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ എന്തോ പറ്റും? ആ തെന്നിമാറൽ അങ്ങ് മുന്നോട്ട് പോയിക്കണം. അതുകൊണ്ടാണ് നിരന്തരമായ വിലയിരുത്തലും ഇവാലുവേഷനും
കുടുംബജീവിതത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന കപ്പിൾസിനെ സംബന്ധിച്ചോളം അവരുടെ ഏത് പാളിച്ചകളും ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയും അത് പറ്റിയത് സമ്മതിക്കുകയും അത് തിരുത്താൻ ഇരുവരും ശ്രമിക്കുകയും ചെയ്യുന്ന കപ്പിൾസിനെ സംബന്ധിച്ചോളം ആ ഡീറെയിലിങ് അവർക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ല അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാൽ ആ ഡീറെയിലിങ് എവിടെയോ പോയി അവസാനിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്. രണ്ടു പേർക്ക് ജീവിതകാലം മുഴുവൻ സ്നേഹത്തോടുകൂടി ഇരിക്കാനായിട്ട് പറ്റുമോ? അതേ ഊഷ്മളതയോടുകൂടി ഇരിക്കാനായിട്ട് സാധിക്കുമോ? പറ്റും പറ്റും. പറ്റും. റിയലി? റിയലി പറ്റും. അത് നിരന്തരം ശ്രമിക്കുന്ന കപ്പിൾസിന് പറ്റും. എത്രയോ കപ്പിൾസ് അവർ യങ് ഏജിനേക്കാൾ വളരെ ഭയങ്കര ക്ലോസ് ആണ്. ഈവൻ സീനിയർ സിറ്റിസൺ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ നമ്മൾ സീനിയർ സിറ്റിസൺ ആയപ്പോഴാണ് അവർ യങ് ഏജിനേക്കാൾ ഭയങ്കര അടുപ്പം. കാരണം എത്രയോ പ്രായമുള്ള കപ്പിൾസ് ഭയങ്കര അറ്റാച്ച്ഡാണ്. ഭയങ്കര അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഒരാളെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഡിപ്പെൻഡൻ്റായ മ്യൂച്വലി ഡിപ്പെൻഡൻ്റായ ഫാമിലീസ് ഉണ്ട്. അത് പക്ഷെ നിരന്തരമായി പരിശ്രമിച്ച് ആ പരസ്പര ആശ്രയത്വം വളർത്തിയെടുക്കുന്ന പരസ്പര ആശ്രയത്വം ഒരാളിലേക്കല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുകയും നീഡ് ഫോർ ഈച്ച് അതറും അതുപോലെ തന്നെ ഇൻറ്റിമസിയുടെ ഒത്തിരി തലങ്ങളിൽ അവരെന്ത് ചെയ്യും ഇല്ലേ, അവരെല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യും. ഇപ്പം പല പ്രായമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഹെൽപ്പ് ചെയ്യുക. ഒരാൾ വയ്യാത്തപ്പോൾ മറ്റേ ആൾ ഹെൽപ്പ് ചെയ്യും, ഒരാൾ കുക്ക് ചെയ്യുമ്പോൾ മറ്റേ ആൾ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടുപേരുടെ റോളുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഒരാൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സാന്നിധ്യവും സഹായവും വേണം. ഇത് അവർ മ്യൂച്വലി ചെയ്യും തോറും എന്തോ പറ്റും, എല്ലാ കാര്യങ്ങളിലും അവർ മ്യൂച്വലി ഡിപ്പെൻഡൻ്റാണ്. അതുകൊണ്ട് ഒരാളുടെ അഭാവത്തിൽ മറ്റൊരാൾക്ക് സർവൈവ് ചെയ്യാൻ പോലും പറ്റില്ല. ചില ക്ലോസ് കപ്പിൾ ഒരാൾ മരിച്ചാൽ ദിവസങ്ങൾക്കകം തന്നെ മറ്റേ ആളും മരിക്കും. കാരണം അവർക്ക് ഈ ആളെ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ക്ലോസ് ആയ എന്ന് പറഞ്ഞാൽ അവരുടെ 20s വളരെ ക്ലോസ് ആയിട്ട് 80s ജീവിക്കുന്ന ധാരാളം കപ്പിൾസ് ഉണ്ട്. സോ ബിക്കോസ് അവരാ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ റിലേഷൻഷിപ്പ് അതിനെ നറീഷ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ നറീഷ്മെൻ്റ് ഇല്ലെങ്കിൽ എന്തോ പറ്റും, ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ തെറ്റി ഈ അകൽച്ചയിലേക്ക് നയിക്കാനുള്ള എല്ലാ സാധ്യതയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് നമ്മൾ കൃഷിക്കാരൊക്കെ ആയിരുന്നപ്പോൾ എല്ലാവരും എപ്പോഴും ഒന്നിച്ച് താമസിക്കുകയും ഒന്നിച്ച് വർക്ക് ചെയ്യുകയും ഒന്നിച്ച് മോസ്റ്റ് ഓഫ് ദ ടൈം ദേ സ്പെൻഡ് ടുഗദർ. ഇന്നത്തെ തിരക്കുള്ള ജീവിതത്തിൽ വളരെ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം നമ്മളെല്ലാം വെളിയിലാണ്, മറ്റ് റോളുകളിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ബോധപൂർവമായി ശ്രമിച്ചില്ലെങ്കിൽ എന്തോ പറ്റും, ഈ ബന്ധം പെട്ടെന്ന് ഡിറ്റീരിയേറ്റ് ചെയ്ത് പോകും. കാരണം ഒത്തിരി ബാഹ്യ സമ്മർദ്ദങ്ങളും ബാഹ്യ ചുമതലകളും ഇന്നത്തെ കപ്പിൾസിനുണ്ട്. അവരുടെ വർക്കിംഗ് ടൈം ഒരു സ്പെസിഫിക് ടൈം അല്ല. ചിലപ്പോൾ സ്പേഷ്യലി അവർ ഭയങ്കര ഡിസ്റ്റൻറ്റിലായിരിക്കും, അല്ലേ, ട്രാവലിങ്ങിലായിരിക്കും. അങ്ങനെ ഒത്തിരി പഴയ പണ്ട് കാലത്തില്ലാത്ത ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരും കുഞ്ഞുങ്ങളെ നോക്കേണ്ടി വരുമ്പോൾ. ഇങ്ങനെയുള്ള ഒത്തിരിയും ഡിമാൻഡ്സ് ഇന്നത്തെ ഫാമിലീസ് നേരിടുന്നുണ്ട്. അപ്പം പഴയ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ എല്ലാവരും കൂടെ എപ്പോഴും ഒന്നിച്ചെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് ഈ ആധുനിക സാമൂഹ്യ വ്യവസ്ഥ ഒത്തിരി വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ അനുസരിച്ച് കുടുംബജീവിതത്തിൻ്റെ സ്ഥിരത നിലനിർത്തണമെങ്കിൽ എന്താ വേണം? നിരന്തരമായ പരിശ്രമം വേണം. അതാണ് ഇന്ന് പരിശ്രമിക്കേണ്ട ആവശ്യം. പണ്ടത് അത്ര അത്യാവശ്യമില്ലായിരുന്നു. കാരണം അവർ തമ്മിൽ ഒത്തിരി സമയം ഒന്നിച്ചുണ്ടായിരുന്നു. അവർക്ക് അപ്പം ഏത് കാര്യവും അവർ ഒന്നിച്ചായി. കൃഷിക്ക് ഇറക്കാൻ പോകുന്ന രണ്ടുപേരും കൂടെ, എടുക്കാൻ പോകുന്ന രണ്ടുപേരും കൂടെ, കുക്ക് ചെയ്യുന്ന രണ്ടുപേരും, വീട്ടിലെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. അടുക്കളയിൽ ചിലപ്പോൾ ഒരാൾ വിറക് വെട്ടുമ്പോഴായിരിക്കും വേറെ ആൾ കുക്ക് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവരെപ്പോഴും ഒന്നിച്ച്, ചിലപ്പം പുല്ല് പറിക്കാൻ പോകുന്നത് ഒന്നിച്ചാണ്, പശുവിനെ ഒരാൾ കറക്കുമ്പോൾ ഒരാൾ ചിലപ്പോൾ പിടിച്ചു കൊടുക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവരൊന്നിച്ചായിരുന്നു. അപ്പം ഇവർക്ക് തമ്മിൽ ഇഷ്ടം പോലെ ടൈം ടുഗദർ ഉണ്ടായിരുന്നു, നീഡ് ഫോർ ഈച്ച് അതറും ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനൊരു ഫിസിക്കലി ഇവരുടെ തല്ല മിക്ക സമയത്ത് ആ സ്പേഷ്യൽ ഡിസ്റ്റൻസ് കൂടി. അപ്പോൾ വളരെ ശ്രമിച്ചില്ലെങ്കിൽ എന്തോ പറ്റും, ഈ ബന്ധം വിള്ളലാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. മാത്രമല്ല മറ്റുള്ളവരോട് വളരെ അസോസിയേറ്റ് ചെയ്യുന്ന കാലഘട്ടവും. പണ്ട് വല്ലപ്പോഴും ഒരു ഉത്സവം വരുമ്പോൾ, ഒരു പള്ളി പെരുന്നാൾ വരുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും ഒക്കെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നത്. ബാക്കി എല്ലാ സമയത്തും അവർ വീടിന് ചുറ്റുപാടും ഉണ്ട്. ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ. ആളുകൾ ഒത്തിരിയും പേര് നല്ല യാത്രയിലും ഭയങ്കര ഡിസ്റ്റൻറ്റിലും വളരെ ദൂരെ സ്ഥലത്ത് പോയി ജോലിയൊക്കെ ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവർ കൂടുതൽ സമയം ആരോടാണ് സ്പെൻഡ് ചെയ്യുന്നത്? അവരനോടാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സൈക്കോളജിക്കൽ നീഡ്സ് പലരും മറ്റുള്ളവർക്ക് മീറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ട്. നാച്ചുറൽ തന്നെ ഉണ്ട്, മോശമൊന്നും അല്ലാത്ത കാര്യത്തിൽ. അങ്ങനെ വരുമ്പോൾ മറ്റ് ബന്ധങ്ങളും അടുപ്പങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും മറ്റ് ഡിമാൻഡ്സും എക്സ്പെക്റ്റേഷൻസും ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ട്. ഇവിടെയാണ് നിരന്തര പരിശ്രമം ഇല്ലെങ്കിൽ കുടുംബം പെട്ടെന്ന് വിള്ളലുണ്ടാകുകയോ വേർതിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുന്നത്.
ഈ ഒരേ വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താണ് ഇഷ്ടമല്ലാത്ത മനസ്സ് വെച്ചുകൊണ്ടുള്ള ബിഹേവിയർ, അത് പണ്ട് മുതലേ ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ്. ആ. ഇങ്ങനെ ഒരു മനോഭാവം ആളുകൾക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? അത് ഒരു സൊല്യൂഷൻ ഉണ്ടോ ആക്ച്വലി? യാ രണ്ടുപേര് തമ്മിൽ ഒത്തുപോകണമെങ്കിൽ, പലരും തമ്മിൽ ഒത്തുപോകണമെങ്കിൽ ആദ്യം നമ്മളെ ഈ എല്ലാവരെയും എന്നെ പോലെ ആക്കാൻ ശ്രമിക്കാതിരിക്കുക. ഓരോരുത്തരും മനുഷ്യരും വ്യത്യസ്തരാണ്. അതെ അതെ അതെ. ഇപ്പം വ്യത്യസ്ത മനുഷ്യരെ അവരെ ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്റ്റ് ചെയ്യണം, ഡിഫറൻസ് അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അവരോട് എങ്ങനെ ഒത്തുപോകാൻ പറ്റുന്നത് എന്ന് എല്ലാവരും വീട്ടിലുള്ളവർ ശ്രമിച്ചാൽ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും. എല്ലാവരും എൻ്റെ കൂട്ടാകണം അല്ലേ? ഒരമ്മ കുക്ക് ചെയ്ത പോലെ തന്നെ മോള് കുക്ക് ചെയ്യത്തില്ല. രണ്ടുപേര് ചപ്പാത്തി ഉണ്ടാക്കി ഒരുപോലെ ഇരിക്കത്തില്ല. രണ്ടുപേരുടെ ചായ ഒരുപോലെ ഇരിക്കത്തില്ല. അതെ അതെ. ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതെ അതെ. അത് അവനവൻ്റെ ആ വ്യത്യസ്തത അംഗീകരിക്കാൻ ശ്രമിക്കുകയും എല്ലാവരെയും തന്നെ പോലെ ആക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ എന്താ പറ്റും? ആൾക്കാർ തമ്മിൽ കോൺഫ്ലിക്റ്റ്. പിന്നെ അത്തരം വ്യത്യസ്തകൾ അഥവാ കറക്ഷൻ വല്ലതും ചെയ്യുവാണെങ്കിൽ അത് മാന്യമായ വാക്കുകളിൽ പറയണം. അതിന് പകരം ഒരാളുടെ വ്യക്തിത്വം ഇൻസൾട്ട് ചെയ്യുന്ന പോലെ, അവരെ താത്തി കിട്ടുന്ന പോലെ, നിനക്കൊന്നും അറിയില്ല, കഴിവില്ല, അപ്രാപ്തർ എന്ന നിലയിൽ ആര് തമ്മിൽ സംസാരിച്ചാലും അവരോട് നമുക്ക് പിന്നെ സഹകരിക്കാൻ തോന്നില്ല. അതേസമയം നമ്മളെ സ്നേഹത്തോടെ തിരുത്തുന്നവരോട് നമുക്ക് ആ പ്രശ്നം ഇല്ല. ഉണ്ടോ? അപ്പോൾ സ്നേഹബന്ധം കളയാതെ തിരുത്താൻ പഠിക്കണം. എന്നാൽ പലരും ചിലപ്പോൾ തിരുത്തേണ്ടി വരും, കുടുംബാംഗങ്ങൾ തമ്മിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ തിരുത്തേണ്ടി വരും. പക്ഷെ അത് സ്നേഹത്തോടെ തിരുത്തുവാണെങ്കിൽ ബന്ധം പോകത്തില്ല. എന്നാൽ പലരും തിരുത്തലും നടക്കത്തില്ല, ബന്ധവും കളി. ആ നിലയിലാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അതെ അതെ അതെ. ഈ ഫാമിലി മോഡൽസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള മോഡൽസിനെ കുറിച്ച് പറഞ്ഞു. അല്ല, പുതിയ തരത്തിലുള്ള മോഡലിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. ന്യൂക്ലിയർ ഫാമിലി, ജോയിൻറ്റ് ഫാമിലി അല്ലേ? ശരിക്കും അതിൻ്റെ ഒരു പ്രാധാന്യം ഇപ്പോൾ ഉള്ള കാലഘട്ടങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം ഉണ്ടോ ആക്ച്വലി? പല തരത്തിലുള്ള മോഡൽസ്. കാരണം നമ്മുടെ സമൂഹം ട്രാൻസിഷനിൽ കൂടെ കടന്നു പോവുക. ഇപ്പോൾ ഒരു US ഈ വ്യത്യസ്ത മോഡൽ ചിലപ്പം കാണത്തില്ല. കാരണം അവിടെ എല്ലാവരും ആ ഒരു പുതിയ മോഡലിലേക്ക് മാറി. ഇപ്പം അവിടെ അപ്പനൊരു മകന് കല്യാണം ആലോചിച്ചുകൊണ്ട് അവിടെ നടത്തുന്ന രീതിയെ അവിടെ ഇല്ല അല്ലേ? അല്ലെങ്കിൽ മക്കളുടെ ഒരു തൊഴിലിലോ മറ്റു കാര്യങ്ങളിലോ ഡിസിഷൻ മേക്കിംഗ് ഒന്നും പേരൻസ് ചെയ്യില്ല. അല്ലെ പ്രോപ്പർട്ടിയെക്കുറിച്ച് തന്നെ അപ്പൻ്റെ ഒരു പ്രോപ്പർട്ടി അവിടുത്തെ കുട്ടികൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ആ കൾച്ചർ മൊത്തമായിട്ട് മാറി. നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു രീതിയിൽ വളർന്നു വന്നിട്ട് പെട്ടെന്നാണ് നമ്മുടെ രീതികൾ മാറുന്നത്. പ്രത്യേകിച്ച് അഗ്രികൾച്ചർ ബേസ്ഡ് സൊസൈറ്റി ജീവിച്ച നമ്മൾ പിന്നെ ഇൻഡസ്ട്രിയലൈസേഷനായി, അപ്പോൾ ജോലിക്കാരായി, ഇപ്പോൾ നമ്മൾ മൈഗ്രൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി, ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ആയിട്ട് മാറുക. അപ്പോൾ പല പല കൾച്ചേഴ്സും പല പല മോഡൽസും ഇവിടെ രൂപപ്പെട്ടു വരിക. അപ്പോൾ ഈ ട്രാൻസിഷനിൽ പഴയ രീതിക്കാരുമുണ്ട്, ഇടരീതിക്കാരുമുണ്ട്, അത്യാധുനിക പുതിയ രീതിക്കാരുമുണ്ട്. ഇപ്പം ഞാൻ ഈ ആഴ്ച വന്നൊരു കേസ് എനിക്ക് ഓർക്കുമ്പോൾ വളരെ രസം തോന്നി. ഈ അടുത്ത കാലത്തൊക്കെ പെൺകുട്ടികൾ എൻ്റെ അടുക്ക വന്ന് പരാതി പറയുന്ന ഒരു കാര്യം, സാറേ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കെയർ ചെയ്യാൻ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. കാരണം അമ്മ ഇപ്പോഴും ചായ എടുത്ത് കൊടുക്കും, അമ്മ ഇപ്പോഴും അവൻ്റെ കാര്യമെല്ലാം നോക്കും, ഞാൻ അടുത്ത് ചെല്ലാനും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ മേലൊരു ആക്സസ് ഇല്ല. അതെൻ്റെ അവകാശമല്ലേ എൻ്റെ ഭർത്താവിനെ കരുതുക എന്നുള്ളത്. പക്ഷേ എനിക്ക് വേണ്ട ഒരു അവസരം കിട്ടുന്നില്ല, അതിനിടയ്ക്ക് കയറുന്നു എന്നുള്ള പരാതി കുറച്ച് നാളായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അതേസമയം ഈ ആഴ്ച ഞാൻ കേട്ടൊരു പരാതി, അമ്മ അവരുടെ മോൻ്റെ കാര്യത്തിൽ കരുതലെടുക്കാതെ, കാരണം അവൾ എടുത്തോട്ടെ എന്ന് വിചാരിച്ചു ഭാര്യയോട് പറഞ്ഞു, അമ്മ കുക്ക് ചെയ്ത് വെച്ചു. ഭാര്യയ്ക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല. അമ്മ കുക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് മരുമോളോട് പറഞ്ഞു, മോളെ ഹസ്ബൻഡ് എടുത്ത് ഫുഡ് കൊടുക്കുക. മോൾ ഭയങ്കരമായി തട്ടിക്കറി അമ്മയോട്. കാരണം ഭർത്താവിന് ഫുഡ് എടുത്ത് കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണോ? അദ്ദേഹത്തിന് ഫുഡ് വേണമെങ്കിൽ അദ്ദേഹത്തിന് എടുത്താൽ പോരെ, അതെന്തിനാ എന്നോട് പറഞ്ഞത് എടുക്കാൻ? അപ്പോൾ അത് അവിടെ അവകാശത്തിൻ്റെ മേലുള്ള, ഫ്രീഡത്തിൻ്റെ മേലുള്ള, ജെൻഡർ ഇക്വാളിറ്റിയുടെ മേലുള്ള ഒരു അറ്റാക്കായിട്ടാണ് മോൾക്ക് തോന്നിയത്. അമ്മ ചിന്തിക്കുന്നത് ഞാനൊരു ആധുനിക അമ്മയാണ്. കാരണം ഞാൻ എൻ്റെ മോൻ കല്യാണം കഴിച്ചപ്പം ഭർത്താവ് കരുതിക്കോട്ട്, അവിടെ അവരുടെ ഫാമിലി ലൈഫിൽ ഞാൻ ഇടപെടേണ്ട,
അവന് വൈഫ് ഭർത്താവും തമ്മിൽ അവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് അമ്മ ആ സ്വാതന്ത്ര്യം കൊടുത്തത്. പക്ഷെ ആ സ്വാതന്ത്ര്യം മരുമോളെ സംബന്ധിച്ചോളം അത് ഒരു ജെൻഡർ ഈക്വാളിറ്റിയുള്ള പെരുമാറ്റമല്ലാതായിട്ട് അവർക്ക് തോന്നി. മനസ്സിലായി? ഇതാണ് ഒരേ കാലത്തിലുള്ള ആളുകളുടെ കണ്ട് ഒരു വീട്ടിൽ തന്നെ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി എടുത്തു കൊടുക്കേണ്ട എൻ്റെ ചുമതലയാണെന്ന് ചിന്തിച്ച വലിയമ്മേ അല്ലേ? അതേസമയം അത് ഭാര്യയുടെ അവകാശമാണെന്ന് ചിന്തിക്കുന്ന ന്യൂക്ലിയർ ഫാമിലി ഭാര്യയും അത് എൻ്റെ അവകാശമേ അല്ല, ചുമതലയുമല്ല. അദ്ദേഹത്തിന് കുക്ക് ചെയ്യണമെങ്കിൽ അദ്ദേഹം പോയി കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കട്ടെ. അദ്ദേഹത്തിന് കുക്ക് ചെയ്ത് കൊടുക്കേണ്ടതും അത് പങ്കുവെക്കേണ്ടത് എൻ്റെ ചുമതലയല്ല, ഞാൻ അദ്ദേഹത്തിന് വിളമ്പി കൊടുക്കാൻ ബാധ്യസ്ഥയല്ല എന്ന് ചിന്തിക്കുന്ന ആധുനിക യുവതിയും ഒരു വീട്ടിൽ താമസിക്കുക. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഒന്ന് ഓർത്ത് നോക്കി, ഈ 3 മോഡൽ തമ്മിൽ. ഇതിൽ ഏതാ ശരി തെറ്റൊന്നും സ്ഥാപിക്കാനല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ വ്യത്യസ്തരായ മനുഷ്യർ ജീവിക്കുമ്പോൾ എന്തോ പറ്റും, ഇവർ തമ്മിൽ കനത്ത അഡ്ജസ്റ്റ്മെൻ്റ് പ്രോബ്ലം ആണ്. അതെ, ഇത് ശരിക്കും ഈ ബേസിക്കലി ഈ പ്രശ്നം ഉണ്ടാകുന്ന ഈഗോയിൽ നിന്നല്ല, ഈഗോയുടെ റിഫ്ലക്ഷൻസ് അല്ലേ ഇതെല്ലാം? ഈഗോ കുറച്ചുണ്ട്. ഈഗോ ഒരു എക്സ്ട്രീം ലെവലിൽ ഈഗോ വന്നു കഴിഞ്ഞാൽ അവനവൻ്റെ സംതൃപ്തി മാത്രമേ ഈഗോ നോക്കത്തുള്ളൂ. അല്ല, എന്നോട് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെ എന്നോട് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എൻ്റെ ഒരു പിടിവാശിയല്ലേ അത്? ചൈൽഡിഷ് അല്ലേ അത്? ആണെന്ന് ഞാൻ പറഞ്ഞ, അവരങ്ങനെ ചൈൽഡിഷാന്ന് വിശ്വസിക്കുന്നില്ല. അവരവരുടെ അവകാശമാണ്. അല്ല, അത് അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണല്ലോ. അതും അവരുടെ ഈഗോ ആണല്ലോ മനസ്സിലാവാത്തത്, അല്ലേ? എന്ന് ഇത് ഞാൻ പറഞ്ഞ ഈഗോ എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള ചിന്തയാണ്. ഈഗോ ബേസിക്കലി അൺഹെൽത്തി ഈഗോ എന്തുവാ? സ്വന്തം സംതൃപ്തി മാത്രം നോക്കുകയും അവരിനെക്കുറിച്ച് ബോധറേഷൻ ഇല്ലായിരിക്കും. അതിൻ്റെ അങ്ങേ എക്സ്ട്രീം ഉണ്ടായത് എവിടുന്നായി റിയാക്ഷൻ ഉണ്ടായത്? ഈ വ്യക്തികൾക്ക് ഉള്ള വ്യക്തിത്വമോ സ്വാതന്ത്ര്യമോ ഇൻഡിവിജ്വാലിറ്റിയോ ഒട്ടും തന്നെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു സമൂഹത്തിൽ അതിനുവേണ്ടി വാദിച്ചാണ് എന്ത് ചെയ്തത്? സ്വന്തം വ്യക്തിത്വവും അഭിമാനവും സംരക്ഷിക്കണമെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റല്ല. എന്നാൽ എൻ്റെ അവകാശവും ഫീലിങ്ങും മാത്രമേ ഉള്ളൂ എനിക്ക് ബോധറേഷൻ. ഐ എം നോട്ട് ബോധേഡ് അബൌട്ട് മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ചോ വികാരങ്ങളെക്കുറിച്ച് ഞാൻ ബോധേഡ് അല്ലെന്നുള്ളത് എക്സ്ട്രീം ഈഗോയിസമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ബന്ധങ്ങളെന്ന് പറയുമ്പോൾ അവിടെ എന്തോ ചെയ്താലേ പറ്റൂ? അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പാടുകൾ ചെയ്താലേ പറ്റൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കടപ്പാടുകളാണ് സത്യത്തെ അവരെ അറ്റാച്ച്ഡ് ആക്കുന്നത്, അല്ലേ? ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത കരുതലും സ്നേഹത്തിൻ്റെ ഓർമ്മകളാണ് അവരെ അറ്റാച്ച്ഡ് ആക്കുന്നത്. അപ്പോൾ ഈ പരസ്പരമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എൻ്റെ ബാധ്യതയല്ലെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാലോ, അപ്പോൾ പിന്നെ അറ്റാച്ച്മെൻറ്റിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അവർക്ക് തോന്നും, പിന്നെ എനിക്ക് എന്തിനാ ഒരു പങ്കാളി, എനിക്ക് തന്നെ ജീവിച്ചാൽ പോരെ, അല്ലേ? അപ്പോൾ അങ്ങോട്ട് അപ്പോൾ ഭർത്താവിൻ്റെ നീഡ്സ് ഭാര്യയും ഭാര്യയുടെ നീഡ്സ് ഭർത്താവും മീറ്റ് ചെയ്യണം ഈക്വൽ, നല്ല മാന്യമായൊരു വീട്ടിൽ. അത് ഭർത്താവിൻ്റെ എല്ലാ നീഡും ഭാര്യ മീറ്റ് ചെയ്യണം. പക്ഷേ ഭാര്യയുടെ നീഡ് മീറ്റ് ചെയ്യേണ്ട എൻ്റെ ചുമതലയല്ലെന്ന് ചിന്തിക്കുന്ന ഭർത്താവ് എന്തോ അല്ല, ഒരു വൺ സൈഡഡ് ആണ്, അല്ലേ? തിരിച്ച് ഭാര്യ ചിന്തിക്കുക, എൻ്റെ നീഡ് നിറവേറ്റുക മാത്രമേ ഉള്ളൂ എൻ്റെ ചുമതല, എൻ്റെ ഭർത്താവിൻ്റെ നീഡ് നിറവേറ്റുക അല്ല എന്ന് ചിന്തിച്ചാൽ പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് നല്ലൊരു സ്ട്രോങ് ബോണ്ടഡ് റിലേഷൻഷിപ്പ് പുലർത്താൻ പറ്റില്ല. സത്യത്തിൽ മാരേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇരുവരും അപരൻ്റെ ജീവിതത്തിൻ്റെ വെൽഫെയറിൻ്റെയും വെൽബീയിങ്ങിൻ്റെയും ചുമതല ഏറ്റെടുക്കുക കല്യാണം. ഭാര്യ പറയുക, ഇന്ന് തൊട്ട് നിന്റെ കാര്യം നോക്കാൻ ഞാനുണ്ട്. ഭർത്താവ് പറയുക, ഇനി നിന്റെ കാര്യം നിന്റെ അച്ഛനും അമ്മയും നോക്കണം, ഞാനുണ്ട് എന്ന് രണ്ടുപേരും അപരൻ്റെ ജീവിതത്തിൻ്റെ വെൽഫെയറും വെൽബീയിങ്ങിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അത് ചെറിയ ചുമതലയല്ല. സത്യത്തിൽ മാരേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. വേറൊരാളുടെ ലൈഫിൻ്റെ പ്രൊവൈഡർ ആകേണ്ട ആവശ്യമില്ല. ഇന്ന് രണ്ടുപേരും ജോലിക്കാരാണ്, പക്ഷെ അവരുടെ വെൽഫെയറും വെൽബീയിങ്ങും നോക്കേണ്ട എൻ്റെ ചുമതലയാണെന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വമല്ലേ? ആണോ? അതെ, ഞാൻ ആലോചിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് പറ്റുമോ? പറ്റിയാന്ന് പറഞ്ഞാൽ അത് ആ സ്നേഹത്തിൽ ചെയ്യുമ്പോൾ അവർ സംതൃപ്തരാകും. എല്ലാം ചെയ്യും. കാരണം ഒരാൾക്ക് വൺ സൈഡായിട്ടല്ല ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ സ്നേഹം എന്തുവാ? എൻ്റെ കാര്യത്തിൽ എന്നേക്കാളും ശ്രദ്ധയുള്ള ഒരു പങ്കാളിക്ക് വേണ്ടി ഞാൻ അവരുടെ കാര്യത്തിൽ അവരെക്കാളും ശ്രദ്ധ പുലർത്തുന്നതിന് എന്താ തെറ്റ്? അവർക്ക് എനിക്കൊരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നത്തില്ല. കാരണം ഞാൻ എന്തോ ഇത് സ്നേഹത്തിൻ്റെ റെസ്പോൺസാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ഗെറ്റാ. കൊടുത്തിട്ട് വാങ്ങിക്കുക, കിട്ടിയിട്ട് കൊടുക്കുകയല്ല. കല്യാണം കിട്ടിയിട്ട് കൊടുക്കുന്ന സ്ഥലമല്ല, കൊടുത്തിട്ട് വാങ്ങിക്കുന്ന സ്ഥലമാണ്. കൊടുക്കാൻ മനസ്സുള്ളവർക്കെല്ലാം കിട്ടും. അത് കിട്ടുന്നില്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനാണ്. ഒരാൾ മാത്രം കൊടുക്കുന്നു, മറിച്ച് കിട്ടുന്നില്ലെങ്കിൽ അത് ചൂഷണമുള്ള ഒരു ബന്ധമാണ്. അത് ഒരിക്കലും അനുവദനീയമല്ല, അത് മാന്യവുമല്ല.
അല്ലേ? അതെ. മാന്യമായ ബന്ധത്തിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് അങ്ങോട്ട് ചെയ്താൽ ഇങ്ങോട്ട് ചെയ്യും. ഉം, ഉം, ഉം. ചെയ്യത്തില്ലേ? അതെ, അതെ, അതെ. മൃഗത്തിന് പോലും നമ്മൾ അങ്ങോട്ട് ചെയ്താൽ അത് ഇങ്ങോട്ട് ചെയ്യും. അതെ. അപ്പോൾ അങ്ങോട്ട് ചെയ്തിട്ടും ഇങ്ങോട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്തോ വൈകല്യമുണ്ട്. ഇപ്പൊ പരസ്പരം സറണ്ടറിങ് ആണോ ഒരു ബന്ധത്തിന്റെ? സറണ്ടർ അല്ല, രണ്ടുപേരും സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ്മെന്റ് ചെയ്യുക. ഉം. സ്നേഹത്തിലാണ് കമ്മിറ്റ്മെന്റ്. ആ സ്നേഹത്തിൽ കമ്മിറ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്ത് ഇല്ല. ഇല്ല. കാരണം സ്നേഹം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഉം. അത് കെട്ടിക്കിടന്നാൽ അത് വെള്ളം പോലെ. അപ്പൊ ഈഗോയുടെ റേഷ്യോ കുറയ്ക്കണം രണ്ടുപേരും. ഈഗോ കുറയ്ക്കണം. ഈഗോ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ അഭിമാനബോധമോ വ്യക്തിത്വമോ ഹനിക്കണമെന്നല്ല. ഉം. വ്യക്തിത്വവും അഭിമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഉം. എന്ത് ചെയ്യണം? ഒരാളുടെ സെൽഫിനെ മാനിക്കണം. ഉം. അതേസമയം അതൊരു ഞാൻ മാത്രം മതി, എനിക്ക് ആരും വേണ്ട എന്നുള്ള ചിന്ത അഹന്തയിലേക്ക് പോകും. അല്ലേ? അതെ, അതെ, അതെ. മനസ്സിലായി? അതെ, അതെ. ഐ ആം സഫിഷ്യൻറ്റ് വിത്തൗട്ട് യു. അതെ, അതെ. മാരേജ് എന്ന് പറയുന്ന ഐ ആം നോട്ട് സഫിഷ്യൻറ്റ് വിത്തൗട്ട് യു. അതാണ്. ഒരാൾക്കല്ല, രണ്ടുപേർക്കും അതെ, തോന്നും. അതെ, അല്ലേ? അതെ. അങ്ങനെ നിന്നെ കൂടാതെ എനിക്ക് ജീവിതമില്ലെന്ന്, എന്നെ കൂടാതെ നിനക്ക് ജീവിതമില്ലെന്ന് ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിക്കഴിഞ്ഞാൽ എന്താ പറ്റും? അത് ഭയങ്കര ബോണ്ടാണ്. അതെ, 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 അതെ. ആ സ്നേഹബന്ധവും അതുവഴി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന പ്രവൃത്തികളുമാണ് അവരെ എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഊഷ്മളമായ ബന്ധത്തിലേക്ക് നയിക്കുന്നത്. അല്ലേ? നമ്മുടെ ഭാര്യ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അല്ലേ, എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് രണ്ടുപേരെ മനസ്സിൽ ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയായിട്ട്. അപ്പോൾ അത് നിരന്തരം ആ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ട് ഇരിക്കണം. അപ്പോൾ അവനവൻ്റെ നീഡ് അവിടെ അൺമെറ്റ് ആകുന്നില്ല. അല്ലേ? അതെ, അതെ, അതെ. കാരണം എൻ്റെ നീഡ് എന്നെക്കാളും സുന്ദരമായിട്ട് വേറൊരാൾ ശ്രദ്ധിക്കുന്നു. അതാണ് അവരോടുള്ള കടപ്പാട്. ഇത് രണ്ടുപേരും ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? ഒരാളവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നില്ല. അതേസമയം ഒരാളെ കൊണ്ട് ചെയ്യിക്കുകയും മറ്റൊരാൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ അവിടെ ചൂഷണമുള്ളൊരു ബന്ധമാണ്. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അത് ചിലർ എന്ത് ചെയ്യും? നിൻ്റെ അവകാശമാണ്, നീ ഇതെല്ലാം എനിക്ക് ചെയ്യാൻ കടപ്പെട്ട ആളാണ്, പക്ഷെ ഞാൻ ഇതൊന്നും ചെയ്യാൻ കടപ്പെട്ടത് അല്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു നല്ല ആരോഗ്യകരമായ ബന്ധമല്ല. അത് മ്യൂച്വൽ റെസ്പെക്റ്റും മ്യൂച്വൽ കെയറും മ്യൂച്വലി ആ കൺസേണും കാണിക്കണം. ആ മ്യൂച്വാലിറ്റിയാണ് ആ ബന്ധത്തിൻ്റെ അടിത്തറ. സ്നേഹിക്കപ്പെടുക എന്നുള്ളൊരു വികാരം എല്ലാവരും ഇഷ്ടപ്പെടുന്നല്ലേ? സ്നേഹിക്കപ്പെടുക. പിന്നെ എല്ലാവർക്കും വേണ്ടിയല്ലേ? അതിൽ ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നല്ലേ? പലർക്കും അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന കാര്യമുണ്ട്. പ്രതീക്ഷിക്കുന്ന ഒരു അവരൊരു ഇത് വെച്ചിട്ടുണ്ടല്ലേ, ഒരു കോമ്പസ് അല്ലേ? അവരവർ ഒരളവ് പോലും അത് പ്രതീക്ഷ. അത് അവരവരുടെ വളരെ സബ്ജക്റ്റീവാണ്. സബ്ജക്റ്റീവ്. അതുകൊണ്ടാണ് ഒരാൾ സ്നേഹിക്കപ്പെടുന്നില്ലെന്ന് തോന്നുമ്പോൾ അവന് മനസ്സിലാകാത്ത, അവർക്ക് സ്നേഹമില്ലെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാകത്തില്ല. എന്താ അവർ പ്രതീക്ഷിക്കുന്ന സ്നേഹം ലഭിക്കാത്തതെന്ന് അവരോട് പറഞ്ഞെങ്കിലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് കൃത്യമായി സംസാരിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഒരാൾ സ്നേഹിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു അസംതൃപ്തി. ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അസംതൃപ്തി മാറത്തില്ല. മറിച്ച് അവരോട് ചോദിക്കണം, എന്താ സ്നേഹമില്ലെന്ന് തോന്നിയത്? എന്താ എന്നിൽ നിന്ന് വന്ന അപാകത? അല്ലെങ്കിൽ എന്താ ഞാൻ അവഗണിച്ചത്? എന്താ ഞാൻ ചെയ്യാതിരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റും? നമുക്ക് ആ പരാതി മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ രണ്ട് സംസ്കാരങ്ങളിൽ നിന്ന് വരുന്നോ അല്ല രണ്ട് കൾച്ചറിൽ നിന്ന് വരുന്നോ ആളുകളുടെ സ്നേഹം ഒരുപക്ഷെ തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ലല്ലേ? ആ കൾച്ചറുകളിൽ സ്നേഹപ്രകടനങ്ങൾ വ്യത്യാസമുണ്ട്. കാരണം ഒരു കൾച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്നേഹമായിരിക്കത്തില്ല മറ്റൊരു കൾച്ചറിൽ. ഒരു വീട്ടിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്നേഹമായിരിക്കത്തില്ല മറ്റൊരു വീട്ടിൽ. എന്നാൽ ഇതിനകത്ത് ന്യൂറോട്ടിക്കായുള്ള ടെൻഡൻസീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമല്ലാത്ത രീതികളും ഉണ്ട്. ചിലർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പിനല്ല വരുന്നത്. അവർ കല്യാണം കഴിക്കുന്നതിന് ചില വൈകല്യമായ രീതിയിലാണ്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ കല്യാണം കഴിച്ചു. അതിനെന്തിനാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചപ്പം അവൻ്റെ ഒരു കാമുകിയുണ്ടായിരുന്നു. ആ കാമുകിയെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അവൾ പോയൊരു സൂട്ടബിൾ അല്ലാത്ത ഒരാളെ അവൾക്ക് ചേരാത്ത, കാഴ്ചയ്ക്ക് അത്ര ഭംഗിയില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചു. ഈ ഗിൽറ്റ് തീർക്കാൻ വേണ്ടി ഇവൻ തീരുമാനിച്ചു, ഞാനും കാണാൻ കൊള്ളാത്ത ഒരാളെ കല്യാണം കഴിക്കും. പക്ഷെ കല്യാണം കഴിച്ചിട്ട് അടുത്ത ദിവസം കൊണ്ട് എന്ത് ചെയ്തു? ഇവളെ എങ്ങും കൊണ്ടുപോകത്തില്ല. ഈ ഒരു ഫീലിംഗ് എനിക്ക് ചേരുന്നതല്ലെന്നുള്ള തോന്നലുകൊണ്ട് ഒരു വൈഫ് എന്നുള്ള നിലയിൽ മറ്റ് പബ്ലിക്കിൽ ഇവളെ പ്രസൻറ്റ് ചെയ്യേണ്ട കോണ്ടസ്റ്റുകളിലെല്ലാം ഇവളെ അവോയ്ഡ് ചെയ്തു. അതൊക്കെ എന്ത് മെൻറ്റാലിറ്റി? അപ്പോൾ അവൾക്ക് ഭയങ്കര വേദനയായി. അവൾക്ക് കാരണം പോലും അറിയത്തില്ല എന്തുകൊണ്ടാണ്. മനസ്സിലായി? എന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിട്ട് എന്നെ അവഗണിച്ചു. അല്പം കൂടെ കഴിഞ്ഞ് ഇവൻ്റെ അവഗണന കൂടുകയപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ സ്വന്തം കാലേ ജീവിക്കാനും മറ്റു വിധത്തിൽ അംഗീകാരവും ശ്രദ്ധയും പഠിച്ചും ജോലി തേടിയൊക്കെ അംഗീകാരവും ശ്രദ്ധയും നേടിയാൽ അവൾ ശ്രമിച്ചു. ഇവൻ അംഗീകരിക്കാത്തപ്പോൾ അവൾ വേറൊരു നിലയിൽ അവൾ അംഗീകാരം നേടിയപ്പോൾ ഇവൻ എന്ത് ചെയ്തു? പുറകെ നടക്കുക.
അപ്പോൾ അവൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഒരു സ്ഥിരം പലയിടത്തും കാണുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇവിടുത്തെ കല്യാണം എന്തുവാ, സ്വന്തം പങ്കാളി, അവൻ്റെ മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയെ തേടി വല്ലായിരുന്നു ഒരു ഗിൽറ്റ് തീർക്കാൻ വേണ്ടി ഒരു കല്യാണം കഴിച്ചു. നടത്തി. ഇങ്ങനെ ചിലരാണെങ്കിൽ കല്യാണം കഴിക്കുന്ന ഭാര്യയല്ല, ഒരു അമ്മയാണ്, അല്ലെങ്കിൽ ഭർത്താവിനെയല്ല, അപ്പനെ പ്രതീക്ഷിച്ച് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരപ്പനെ ഇഷ്ടമാണ്. അപ്പൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിക്കുക. അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഭർത്താവിനെയല്ല, എന്നെ അപ്പൻ കരുതിയ പോലെ കരുതുന്ന ഒരാൾ. അങ്ങനത്തെ ആളുകളുണ്ട്. ഉണ്ട്. അല്ല, അമ്മ കല്യാണം കഴിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ കരുതുന്ന, ശുശ്രൂഷിക്കുന്ന ഒരാളെ വേണം. അപ്പോൾ അമ്മയാണ് വേണ്ടിയത്, പക്ഷേ റൊമാൻറ്റിക് ഭാര്യയല്ല. റൊമാൻറ്റിക്കായിട്ട് ഭാര്യയോട് ഇടപെടത്തില്ല. കാരണം ഭാര്യയല്ല മനസ്സിലിരിക്കുന്ന കൺസെപ്റ്റ്, പിന്നെ ആരാ, അമ്മയാണ്. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പം റൈവൽറി ഉള്ള സിബ്ലിങ്സ് തമ്മിൽ കല്യാണം കഴിച്ചാൽ ഇതുപോലെ തന്നെ റൈവൽറിക്ക് വേണ്ടി ഒരു കല്യാണം നടത്തും. എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാൻ, ചേട്ടനും അല്ലെങ്കിൽ അങ്ങനെ പെങ്ങളും വഴക്കുണ്ടാക്കുമായിരുന്നു. ആ കോമ്പറ്റീഷൻ തീർക്കാൻ വേറെ ഒരു കല്യാണം നടത്തിയിട്ട് അതേ കോമ്പറ്റീഷൻ കണ്ടിന്യൂ ചെയ്യും, അല്ലേ? അതുപോലെ കൾച്ചറൽ തിങ്കിങ്, ഇപ്പം ഇപ്പോഴും മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻ, പഴയ അടിമയുടമ ജീവിതം കഴിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഭർത്താവ് ഒരു ഉടമയും ഭാര്യ ഒരു അടിമയും. ആ നിലയിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. എനിക്കനുസരിക്കുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ രാജാവായി കരുതുന്ന, എന്നെ ആദരിക്കുന്ന ഒരാളെ വേണം. പക്ഷെ മറ്റേയാൾ, ഞാൻ നിൻ്റെ വെൽഫെയറും വെൽബീയിങ് തീരുമാനിക്കും, നിനക്കെന്തോ നല്ലതെന്ന് എനിക്കറിയാം, ഞാനത് തീരുമാനിക്കും, അത് നീ അങ്ങ് അനുസരിച്ചാൽ മതി. അതിനെ ചോദ്യം ചെയ്യാനോ നിനക്ക് നിൻ്റെ വെൽഫെയറോ വെൽബീയിങ്ങോ തീരുമാനിക്കാൻ അവകാശമില്ല എന്ന് ചിന്തിക്കുന്ന കൾച്ചറൽ മോഡലുകൾ ഇപ്പോഴും ഉണ്ട് നാട്ടിൽ. ഉണ്ടോ? അത് കൾച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്ന കല്യാണങ്ങളാണ്. മറ്റേത് ചില ഫാമിലി മോഡൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ അസെക്ഷൽ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, കല്യാണം കഴിക്കുക, എനിക്ക് അമ്മമാരുടെ ഒന്നും വേണ്ട, നാട്ടുകാർക്ക് വേണ്ടി ഞാൻ വന്ന് ഇടയ്ക്ക് കുഞ്ഞിനെ കണ്ടോട്ട്, ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ഒന്നും ചെയ്യത്തില്ല, പക്ഷേ എന്താ ചെയ്യുക, അറ്റാച്ച്മെൻ്റ് ഒന്നും വേണ്ട. അപ്പോൾ സെക്ഷ്വാലിറ്റി ഇല്ലാത്ത കല്യാണം, ചിലർക്ക് സെക്ഷ്വാലിറ്റി ആവശ്യമില്ല, രണ്ടുപേർക്കും വേണ്ട. അവർക്ക് സൊസൈറ്റിയെ ഒന്ന് അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഒരു ബന്ധം നിലനിർത്തിയാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഭീകരമായ കല്യാണങ്ങൾ നടത്താറുണ്ട്. ഈയിടെ ഒരു ഭാര്യ ഒരു പെൺകുട്ടി ഒരു കൗൺസിലിംഗ് വന്നു. പക്ഷേ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അവിടെ സംസാരിച്ചു, അവിടെ ഹസ്ബൻഡുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും ഇല്ല. അപ്പോൾ ആ കാര്യം നമുക്ക് ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ, വേണ്ട, എനിക്ക് ഡീൽ ചെയ്യണ്ട. കാരണം എനിക്ക് താല്പര്യമില്ല, അവനും താല്പര്യമില്ല, ഞങ്ങൾ രണ്ടുപേരും പക്ഷേ എന്താ ചെയ്യുക, കംഫർട്ടബിളായി ജീവിക്കും, രണ്ടുപേർക്കും പരാതിയില്ല, കുട്ടികളുമില്ല, ഒന്നുമില്ല, അവർക്ക് വേണ്ട അതിനും. മനസ്സിലായി? അപ്പോൾ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല, കാരണം രണ്ടു പേർക്ക് ഇത് വേണ്ട. പിന്നെ സമൂഹത്തിന് മുമ്പിൽ എന്ത് ചെയ്തു, പ്രായമായപ്പോൾ ഒരാൾ വേണമെന്നുള്ളതിന് അവർ വെച്ച് രണ്ടുപേരും 2 വീട്ടിലും താമസിക്കുന്നു, വല്ലപ്പോഴും ഒന്ന് കാണും ചെന്ന്, ഇത്രേ ഉള്ളൂ. ഇവിടെ ഭാര്യയ്ക്കും പരാതിയില്ല, ഭർത്താവിനും. അപ്പോൾ ഈ 2 പേർക്കും അസെക്ഷലായിട്ടുള്ള 2 പേര് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ അത്ഭുതമായിട്ടാണ്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി, അവർ തമ്മിൽ അസംതൃപ്തി ഒന്നുമില്ല, ദേ ആർ ലീഡിങ് എ നോർമൽ ലൈഫ്. കാരണം ബോത്ത് ആർ എക്സ്പെക്ടിങ് സച്ച് എ പാർട്ണർ. ഇങ്ങനെ നമ്മൾ കപ്പിൾസിനെ കാണുമ്പോൾ ഈ അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്നവരുണ്ട്. ചിലരെന്ത് ചെയ്യും, അവിഹിത ബന്ധത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നവരുണ്ട്. കാരണം അവിഹിത ബന്ധം നിലനിർത്തണമെങ്കിൽ ചേരാത്ത ഒരു പങ്കാളിയെ കിട്ടും. എന്നിട്ട് പറയും, ഈ ആളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരനെ കാണുമ്പോൾ ഇവർ തമ്മിൽ ചേരത്തില്ലെന്ന് തോന്നും. അപ്പം പിന്നെ എന്തിനാണ് കല്യാണം കഴിച്ചേ, ഇയാൾക്ക് എന്താ വേണം, അവിഹിത ബന്ധം തുടരണം. അപ്പോൾ നാട്ടുകാരൊന്നും പറയത്തില്ല, ഇങ്ങനത്തെ ഒരാളെ കെട്ടിയിട്ട് ഞാൻ പോകുന്നുള്ളതെന്ന് പറയത്തില്ല. അതിന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അതുപോലെ ചേരാത്ത ഒരാളെ പങ്കാളിയായിട്ട് കിട്ടും. അവർക്കും ഇച്ചിരി ഇൻഫീരിയോറിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നെങ്കിൽ പോകോട്ട്, വലിയ വഴക്കുണ്ടാക്കത്തുമില്ല. ഇതിനു വേണ്ടി വിവാഹം കഴിച്ച എനിക്ക് ക്ലയൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിന് വളരെ വ്യത്യസ്തമായി വികല രീതിയിലുള്ള കല്യാണങ്ങൾ നടത്തി വികലമായിട്ട് ജീവിക്കുന്നവരും അതിൽ അസംതൃപ്തിയില്ലാതെ ജീവിക്കുന്നവരും ഈ രാജ്യത്ത് ഉണ്ട്, ഒത്തിരി ഉണ്ട്. മാരേജ് തന്നെ ഒരു ഹെൽത്തി അല്ല, പക്ഷെ അവർക്കൊരു അസംതൃപ്തി ഇല്ല. ശരിയല്ലേ? അങ്ങനെ പലപ്പോഴും വിവാഹ ജീവിതത്തിലെ തീരുമാനം കോൺഷ്യസ് ഡിസിഷനല്ല, അൺകോൺഷ്യസ്. എന്തിനാ ഞാൻ ഈ തീരുമാനം എടുത്തതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുന്നവർ ഉണ്ട്, മനസ്സിലായി? അത് ഒരു വികരമായിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ആ ഈയിടെ ഒരു പെൺകുട്ടി അവർക്ക് അവിടെ വീട്ടിൽ നിൽക്കണം, അവിടെ അപ്പനെ നോക്കണം. ഒരു കാരണവശാലും ഇവിടെ വരാൻ സാധ്യത ഇല്ലാത്ത ഒരുത്തനെ കല്യാണം കഴിച്ചു. കാരണം അവന് ഒറ്റ മോനാണ്, അവൻ്റെ വീട് വിട്ടിട്ട് കൊണ്ട് വരില്ല. അപ്പോൾ ഇത് ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് അറിയാമല്ലോ. അറിയാമായിട്ടും കല്യാണം കഴിച്ചു, അവർ 2 വീട്ടിലായിട്ട് സ്വാർത്ഥമൊക്കെ പോവുക. ഇങ്ങനെ ഒരു അൺഹെൽത്തി പാറ്റേൺസ് ഉള്ള ചില ചിലപ്പോൾ ഇവർ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണെന്നൊന്നും അറിയത്തില്ല. സം അൺകോൺഷ്യസ് ഫാക്ടേഴ്സ്
അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ. ഉം. അവർ ചെയ്ത റോങ് ആണെന്ന് അവർക്ക് ബുദ്ധി കൊണ്ടറിയാം, പക്ഷെ വൈകാരികമായിട്ട് ആ റോങ് ഡിസിഷൻസ് എടുക്കുന്നു. ഉം. ഇങ്ങനെയുള്ള കപ്പിൾസ് നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഉണ്ട്. അപ്പം അങ്ങ് പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യരാണ്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ സൈക്കോളജിക്കൽ ഇഷ്യൂ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അല്ലേ, ഏതൊക്കെയോ തരത്തിലുള്ള മനോഭാവത്തിലുള്ള മനുഷ്യരാണ്. അപ്പോൾ ശരിക്കും ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ ആളുകളെ കടത്തി വിട്ടിട്ട് വേണം വിട്ടിട്ട് വേണം ഒരു വിവാഹത്തിലേക്ക് എത്തിക്കാനായിട്ട്. ഇൻഡിപെൻഡൻ്റ് ഹീലിംഗ് തന്നെ അല്ലേ? തന്നെയല്ല, അവർക്കത് എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്ന വിവാഹം പങ്കാളി എന്നതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വന്നിട്ട് വേണം ആ ഡിസിഷൻ എടുക്കാൻ. ഉം. അല്ലേ? ഇത് രണ്ട് ധാരണയുള്ളവർ തമ്മിൽ പിന്നീട് ചർച്ച ചെയ്യുമ്പോഴാണ് പ്രശ്നം ആ. വരുന്നത്. പക്ഷെ ഒരു ഹീലിംഗ് മൊഡാലിറ്റീസിലൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രത്യേക തരത്തിലുള്ള മനുഷ്യരെ മാറ്റാനായിട്ട് പറ്റുമോ? കുറച്ചൊക്കെ മാറ്റാൻ പറ്റും. അവർക്ക് താല്പര്യമുണ്ട്. പറ്റുമല്ലോ. എല്ലാവരും ഒന്നും പറയുന്നില്ല, അവർക്ക് വില്ലിങ് അനുസരിച്ച്. പക്ഷേ അവർക്ക് താല്പര്യമുണ്ട് മാറ്റണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാച്ചിങ് പേഴ്സണെ കണ്ടെത്താൻ പറ്റും. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ അല്ലേ, മുമ്പേ അവർ കുട്ടികൾ താല്പര്യമില്ല, ഒന്നും താല്പര്യമില്ല, അവർ ഓക്കെ അതിന്. ഓക്കെ. പക്ഷെ അവർ രണ്ടുപേരും അങ്ങനെ ആയിരിക്കണം. ഒരാൾക്ക് വേണമെന്ന് ഒരാൾക്ക് വേണ്ടെന്ന് പറയുമ്പം അത് ഒത്തുപോകത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പം പലപ്പോഴും ഈ കുടുംബത്തിലെ ഈ ബുദ്ധിമുട്ടുകളല്ലേ, സമാധാനക്കേടുണ്ടാകുന്നത് ചെറിയ പ്രശ്നങ്ങളാണോ ആക്ച്വലി വലിയ പ്രശ്നങ്ങളാണോ? ഈ ചെറിയതിൽ നിന്നല്ലേ വലുതായിട്ട് മാറുന്നത്. അതെ. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? നമ്മൾ വലിയ മലയെ തട്ടി ആരും വീഴാറില്ലല്ലോ. അതെ അതെ സാധാരണ കല്ലെ തട്ടിയേ വീഴാറുള്ളൂ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ ചെറുതെന്ന് പറയുന്ന പല പ്രശ്നങ്ങളുമാണ് കുടുംബജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളതിന് പ്രാധാന്യം അത്രയും കൊടുക്കാറില്ല. ഇപ്പം ഒരു സിമ്പിൾ പറഞ്ഞ ഒരു ഇറച്ചിക്കറി വെച്ചു. ഇറച്ചിക്കറിയുടെ രുചി ഇറച്ചിക്കറിയിലെ ഇറച്ചിയില്ലാത്ത ഒരു ഇറച്ചിക്കറിയുമില്ല. അതെ. അതിനകത്ത് 2 കിലോയുടെ ഒരു ഇറച്ചിക്കറി വീട്ടിൽ വെച്ചാൽ 2 കിലോയുള്ള ഇറച്ചിയല്ലേ ഇവിടുത്തെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് അല്ലേ? പക്ഷെ അതിനകത്ത് ഇടുന്ന ഉപ്പ്, കടുക് വറുത്തു, കരിയാപ്പില ഇട്ടു, ചെറിയ ചെറിയ നുള്ളിടുന്ന സാധനങ്ങൾ, ഈ നുള്ളാണ് ആ കറിക്ക് രുചി പകരുന്നത് അല്ലേ? ഉപ്പില്ലാതെ പോയാൽ എന്തോ പറ്റും? കടുക് വറക്കായിരുന്നാൽ എങ്ങനെ ഇറ്റയും അല്ലേ? അപ്പോൾ അതിനകത്ത് ചേരേണ്ട ചെറിയ ചെറിയ നുള്ളു സാധനങ്ങളാണ് അതിൻ്റെ ഫ്ലേവർ ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കുടുംബജീവിതം. കുടുംബജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങൾ പലരും ചെയ്യാറുണ്ട്, പക്ഷേ പലപ്പോഴും ഒരു ചെറിയ കാര്യങ്ങളാണ് മറന്നു പോകുന്നത് അല്ലേ? ചിലപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഇല്ല. പോകുമ്പോൾ ഒന്ന് ഹഗ് ചെയ്തിട്ട് പോകാൻ മറന്നുപോയി. ഒരു പ്രകടമായ സ്നേഹം കാണിക്കുന്നു, ഒന്ന് ഹോൾഡ് ചെയ്ത് ഹാൻഡ്സ് നടന്നിട്ട് നാളുകളായി. ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ട് സമയമായി, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് സമയമായി, ഒന്നിച്ച് യാത്ര ചെയ്തിട്ട് നാളുകളായി അല്ലേ? അങ്ങനെ ചെറിയ ചെറിയ സ്നേഹപ്രകടനവും അഫെക്ഷൻ കാണിക്കലും കുറഞ്ഞ കുടുംബങ്ങളുണ്ട് അല്ലേ? അപ്പോൾ പരാതി എന്തുവാ? എന്നെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല. ചിലപ്പോൾ ഒരു നല്ല വാക്കായിരിക്കും, ചിലപ്പോൾ ഒരു പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു പ്രൈസ് വേണമായിരിക്കും, ചിലപ്പോൾ ഒരു എൻകറേജ്മെൻറ്റ് വേണമായിരിക്കും, ചിലപ്പോൾ ഒരു താങ്ങ് വേണമായിരിക്കും. ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് എന്താ ചെയ്യുന്നത്? സ്നേഹം ഉണ്ടെന്ന് ഫീല് ചെയ്യുന്നത്. ശരിയല്ലേ? ഒന്ന് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക. ഒന്ന് ഒരുങ്ങുമ്പോൾ രാവിലെയും വൈകിട്ടും 2 പേരും പോകുമ്പോൾ മറ്റേ ആളൊന്ന് അറ്റൻഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് അറ്റൻഡ് ചെയ്യുക. ഒരാൾ യാത്രയാകുമ്പോൾ ഒരാൾ ചെന്നൊന്ന് യാത്രയാക്കുക. വരുമ്പോൾ ഒരാളെ ഒന്ന് സ്വീകരിക്കുക. അല്ലെങ്കിൽ വരുന്നിപ്പോൾ ഭാര്യയായാലും ഭർത്താവായാലും 10 മിനിറ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് അവരെ ഒന്ന് റിലാക്സ് ചെയ്യാൻ അവരുടെ കൂടെ ഒന്ന് ഇരിക്കുക അല്ലേ? ഉറങ്ങുമ്പോൾ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഒന്ന് ഹഗ് ചെയ്ത് ഉറങ്ങുക, കെട്ടിപ്പിടിച്ച് കിടന്നൊന്ന് ഉറങ്ങുക അല്ലേ? രാവിലെ എണീക്കുമ്പോൾ ഒരു സ്നേഹപ്രകടനത്തോടൊന്ന് എഴുന്നേൽക്കുക അല്ലേ? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിളമ്പി കൊടുക്കുക. ഒരാൾക്ക് മറ്റേ ആൾ ഒരു കോഫി ഇട്ട് കൊടുക്കുക അല്ലേ? വയ്യാതെ വരുമ്പോൾ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാല് തിരുമ്മി കൊടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ പുറം തിരുമ്മി കൊടുക്കുക. ഒന്ന് ആശ്വസിപ്പിക്കുക. ഒരു കണ്ണീര് വെക്കുമ്പോൾ ഒന്ന് തലോടി ഞാനുണ്ടെന്നൊന്ന് പറയുക, സാരമില്ലെന്നൊന്ന് പറയുക, അല്ലെങ്കിൽ നമുക്കത് പരിഹരിക്കാവുന്നൊരു ചെറിയ വാക്ക് പറയുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷേ അത് തക്ക സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഭാവിയിൽ ഭയങ്കരമായ അറ്റാച്ച്മെൻറ്റിന് കാരണം ആകും. ഇങ്ങനെ നിരന്തരമായി അഫെക്ഷൻ കാണിക്കുന്നതും ഇൻറ്റിമസി കാണിക്കാനും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരാൾ കഷ്ടപ്പെടുമ്പോൾ മറ്റേ ആളൊരു താങ്ങ് പറയാനും ആ ചെയ്തതിനൊരു നന്ദി പറയാനും ഒക്കെ പറഞ്ഞാൽ എന്താ പറ്റും? സ്പെഷ്യൽ ഡേ ഒന്ന് ഓർക്കാനും വല്ലപ്പോഴും ഒന്നിച്ചുള്ള ടൈം സ്പെൻഡ് ചെയ്യാനും അല്ലേ? ഇങ്ങനെയൊക്കെ ഫാമിലി സെലിബ്രേഷനിൽ ഒന്നിച്ച് പങ്കെടുക്കുകയും അല്ലേ? ഇങ്ങനെ കുഞ്ഞുങ്ങളോട് നല്ലത് പറയുക, മറ്റുള്ളവരോട് നല്ലത് പറയുക, മറ്റുള്ളവരെ മുന്നിൽ വെച്ച് സ്നേഹം കാണിക്കുക,
മറ്റുള്ളവരടുത്ത് മുന്നിൽ വെച്ച് മറ്റേയാളെ അഭിമാനത്തോടെയും സന്തോഷത്തോടും പറയുക. അല്ലേ, എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് മറ്റൊരാളോട് നല്ലത് പറയുന്നത് കേട്ടാൽ എനിക്കത് സന്തോഷം. ഞാൻ അവളെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോൾ അവൾക്കത് സന്തോഷം ആയി. പരസ്യമായി സ്നേഹം കാണിക്കുക. ഇന്നത്തെ ആളുകൾ പ്രകടിക്കുന്നുണ്ട്. രഹസ്യമായിട്ട് കിടക്കറയും മാത്രമല്ല, പരസ്യമായ സ്ഥലത്തും ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടെന്ന് കാണിക്കാൻ മറ്റേയാൾ തയ്യാറാകുക. അല്ലേ, ഇങ്ങനെ കാണിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് എന്താ പറ്റുന്നത്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുക, വല്ലപ്പോഴും ഒരു പുതിയ റെസിപ്പിയിൽ ഒരു പുതിയ ഭക്ഷണം കൊടുക്കുക. അല്ലേ, കിടക്കറയിൽ ഒരു സർപ്രൈസായിട്ടൊരു വസ്ത്രം, ഒരു ചേഞ്ച് ചെയ്ത് റുട്ടീൻ വസ്ത്രമൊക്കെ മാറിയിട്ട് ഒരു പുതിയ വസ്ത്രം ഇട്ട് കാണുക. അല്ലേ, ഒരാൾക്ക് സർപ്രൈസായിട്ട് ഇഷ്ടമുള്ളൊരു റെസിപ്പി ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെയ്യാവുന്ന ഫേവേഴ്സ്. അല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാതെ തന്നെ പറഞ്ഞറിഞ്ഞ് കണ്ട് ചെയ്യുവാണെങ്കിൽ ഈ അഫെക്ഷൻ നല്ലപോലെ നിലനിർത്താൻ പറ്റും. അല്ലേ, ഇങ്ങനെ ആ ഫ്ലേവർ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നില്ല, ഈ കൊച്ചു കാര്യങ്ങൾ. അപ്പോൾ ചെലവിന് കൊടുക്കാത്തവർ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ വെച്ച് വിളമ്പി കൊടുക്കാത്തവർ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മേജർ കാര്യങ്ങളൊക്കെ ചിലവഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതുപോലുള്ള കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാൾ വിഷമം പറഞ്ഞപ്പോൾ ഒന്നും ലിസൺ ചെയ്തില്ല, അല്ലെങ്കിൽ ഇതാണ് വലിയ പ്രശ്നം എന്ന് ചോദിച്ച് അവരെ വികാരത്തെ വാലിഡേഷൻ ചെയ്തില്ല. അല്ലേ, അല്ലെങ്കിൽ അവർ പറയാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല. പക്ഷെ അതൊക്കെ ഒരാളുടെ മനസ്സിൽ ഭയങ്കര മുറിവായിട്ട് മാറും. അപ്പം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോകുന്നതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഫ്ലേവർ നഷ്ടപ്പെടുത്താൻ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ഇത് കേൾക്കുന്നതിൽ ഇതുപോലെ ചെറിയ ചെറിയ പ്രവർത്തികളൊന്ന് ചെയ്തുവാണെങ്കിൽ നമ്മുടെ അഫെക്ഷൻ കൂടും. അല്ലേ, അതെ. ഈ സാമ്പത്തിക ഭദ്രതയില്ലായ്മ കുടുംബത്തിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്, ബില്യണേഴ്സിൻ്റെ ഭാര്യ അവർ സെപ്പറേറ്റ് ആവുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു രീതി അല്ലാത്ത ഒരുപാട് പണമില്ലാത്ത ആളുകൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സാമ്പത്തികം ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല, എന്നാൽ സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാമ്പത്തിക ഭദ്രത ആവശ്യമുണ്ട്. അല്ലേ, ഒരാൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു കിടക്കാടം വെക്കാൻ, അല്ലെങ്കിൽ വാടകയെങ്കിലും കൊടുക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഫീസ് കൊടുക്കാൻ, സർവൈവലിനെ ബാധിക്കുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസ് തീർച്ചയായിട്ടും ബാധിക്കും. മാത്രമല്ല, വിവാഹം കഴിക്കുമ്പോൾ രണ്ടുപേരും ഒരു പരിധി വരെ സാമ്പത്തിക ഭദ്രതയുള്ളവരായിരിക്കണം. കാരണം കുടുംബാംഗങ്ങളെ സാമ്പത്തികമായിട്ട് ആശ്രയിച്ചാൽ നമ്മൾ ആരെ ആശ്രയിച്ചാലും അവർ നിയന്ത്രിക്കും. അല്ലേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാറാണ് എടുക്കുന്നതെങ്കിൽ എവിടെ പോകാമെന്ന് ചോദിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പണമാണ് ഞാൻ ചോദിക്കുന്നില്ല, അതിനെക്കുറിച്ച് അത് എങ്ങനെ ചെലവഴിക്കണമെന്നും ചെലവഴിക്കരുതെന്നും പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. കാരണം അത് അദ്ദേഹത്തിൻ്റെ പണമാണ്. അപ്പോൾ എനിക്ക് സ്വതന്ത്രമായിട്ട് അത് ഉപയോഗിക്കണമെങ്കിൽ അത് എൻ്റെ പണമായിരിക്കണം. അല്ലേ, അപ്പോൾ ഈ കപ്പിൾസിന് തമ്മിൽ സാമ്പത്തികമായ സ്വാശ്രയത്വം ഉണ്ടെങ്കിൽ പരാശ്രയം കൂടാതെ അവർക്ക് ജീവിക്കാൻ പറ്റും. ലക്ഷറിക്കല്ല ഈ പറയുന്നത്, സർവൈവലിനുള്ള സാമ്പത്തിക അടിത്തറ ഉണ്ടാവണം. അതില്ലെങ്കിൽ ജീവിതത്തെ ബാധിക്കും. എന്നാൽ ലക്ഷറി കൂടിയതുകൊണ്ടോ എല്ലാ മെറ്റീരിയൽസ് കുറച്ച് കൊടുത്തത് കൊണ്ടോ ഒരിക്കലും സാമ്പത്തികം സന്തോഷം കിട്ടണമെന്ന് ഇല്ല. എനിക്ക് കോടീശ്വരന്മാരായ ആളുകളുടെ ഭാര്യമാർ മറ്റ് വളരെ പാവം പിടിച്ചവരുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്, അവിഹിത ബന്ധത്തിന് പോവുകയും പ്രേമത്തിന് പോവുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ക്ലയൻസും ഉണ്ട്. അവർ പണമില്ലാണ്ടിട്ടല്ല, കാരണം പണമേ ഉള്ളൂ. പണം മാത്രമുള്ളവൻ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രരാണ്. കാരണം പണം കൊണ്ട് സാധനം വാങ്ങിക്കാൻ പറ്റും. സ്നേഹമോ സമാധാനമോ സ്വസ്ഥതയോ ഒന്നും കാശ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമോ? അപ്പം സാധനം ഉണ്ടെങ്കിൽ അല്ല സംതൃപ്തമാണെന്ന് ഈ പരസ്യങ്ങളാണ് പറയുന്നത്. പരസ്യങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് കാശ് വാങ്ങിച്ചിട്ട് ഈ സാധനം വന്നുകൊണ്ട് ഞങ്ങൾ ചിരിക്കുന്നതെന്ന് പറയുന്നത് പരസ്യത്തിലേക്കാണ്. ജീവിതത്തിൽ സാധനം വന്നുകൊണ്ടുള്ള സംതൃപ്തി കിട്ടുന്ന ദിവസം മാക്സിമം ആയിരിക്കും, അത് കഴിഞ്ഞ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാശ് കൊണ്ട് വാങ്ങിക്കുന്ന സാധനത്തിൻ്റെയും സന്തോഷം കൂടത്തില്ല, കുറയത്തേ ഉള്ളൂ. ശരിയാണോ? 100%. അല്ലേ, അതേസമയം സമാധാനവും സന്തോഷവും ഉണ്ടാക്കാൻ കാശൊന്നും വേണ്ട. അല്ലേ, അപ്പം അതുകൊണ്ട് അതുണ്ടാക്കണമെങ്കിൽ സ്നേഹിക്കുന്ന, കരുതുന്ന, പരസ്പരം ആദരിക്കുന്ന, അത് അഫെക്ഷനുള്ള രണ്ടുപേര് തമ്മിൽ ഇരുന്നാൽ എന്തോ പറ്റും, അടുപ്പമുണ്ടാകും. ഇത് നിലനിർത്തണമെങ്കിൽ നിരന്തരമായി രണ്ട് കൂട്ടരും ശ്രമിക്കുന്നത്. വൺ സൈഡഡ് ആവരുത്, രണ്ട് കൂട്ടരും
ശ്രമിക്കണം. ഇമോഷണൽ ബോണ്ടിങ് അല്ലേ? ഇമോഷണൽ ബോണ്ടിങ്ങിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒരു നഷ്ടമല്ല. ഉം. എൻ്റെ ഭാര്യയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉള്ളത് പങ്കാളിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഉം. ആണോ? അതെ ഒരു അതെ ഭർത്താവിൽ ഭാര്യ ഇൻവെസ്റ്റ് ചെയ്താൽ ഭർത്താവ് അവരെ പൊന്നുപോലെ നോക്കും. അതെ അതെ. ഒരു ഭാര്യയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർ അദ്ദേഹത്തെ കൈവെള്ളെ കൊണ്ടാണ്. ഉം. ശരിയല്ലേ? അതെ അതെ ആണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കരുതുന്നവർക്ക് തമ്മിൽ രണ്ടുപേരും മനസ്സോടെ എല്ലാം പങ്കുവയ്ക്കും. ഉം, ഉം, ഉം. എന്തും പങ്കുവയ്ക്കും അല്ലേ? അതെ അതെ അതെ. അപ്പോൾ എനിക്ക് പരിഗണന കിട്ടുന്ന ആളിന് വേണ്ടി, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്ക് വേണ്ടി മറ്റേയാൾ എന്തും നൽകാൻ തയ്യാറാണ്. ഉം, ഉം, അത് പ്രേരണ കൊണ്ടൊന്നുമല്ല, ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ്. ഉം. ശരിയല്ലേ? അതെ അതെ ആ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. അവിടെ എന്ത് ചെയ്യുക? എന്നെക്കാളിലും മറ്റൊരാൾക്ക് പ്രയോറിറ്റി ഉണ്ടാവരുത്. ഉം, ഉം, മറ്റാർക്കും പ്രയോറിറ്റി കൊടുക്കുക അല്ലെ, എന്നെക്കാളിലും മറ്റാർക്കും പ്രയോറിറ്റി കൊടുക്കരുത്. ഉം, ഉം. അതാണ് സത്യത്തിൽ വിവാഹത്തിലുള്ള കമ്മിറ്റ്മെൻ്റ്. എന്തുവാ? ഇന്ന് തൊട്ട് നിൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയോറിറ്റി തരുമെന്നുള്ള കമ്മിറ്റ്മെൻറ്റാണ് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കുന്നത്. ഉം. അതുകൊണ്ട് ഭാര്യയെക്കാളിലും ഭർത്താവിനെക്കാട്ടിലും പരിഗണന മറ്റാർക്ക് കൊടുക്കാൻ തുടങ്ങിയാലും ആ കുടുംബജീവിതം വീക്കാൻ തുടങ്ങും. ഉം. ഒരു പ്രധാനപ്പെട്ട അതെ അതെ പ്രശ്നമാണ് അതെ അല്ലേ? അതെ അതെ അപ്പോൾ കാരണം 2ാം സ്ഥാനം കൊണ്ട് ആരും സംതൃപ്തരല്ല. അതെ. 1ാം സ്ഥാനം കിട്ടണം. അപ്പോൾ അതിനാരും തടസ്സം നിൽക്കരുത്. ഉം, ഉം. പങ്കാളികൾക്ക് പരിഗണന ഫസ്റ്റ് പരിഗണന കൊടുക്കുന്നതിന് മാതാപിതാക്കളോ കുഞ്ഞുങ്ങളോ സുഹൃത്തുക്കളോ ആരും കയറി തടസ്സം നിൽക്കരുത്. ഉം. അതേസമയം നമ്മുടെ സ്ഥാനം അവർക്ക് പരിഗണന കൊടുക്കുന്നവർക്ക് 2ാം സ്ഥാനം 3ാം സ്ഥാനം 5ാം സ്ഥാനം ആർക്ക് കൊടുക്കുന്നതിലും മിക്ക പങ്കാളികൾക്കും ഒരു പരാതിയില്ല. ഇല്ല. തനിക്കുള്ള സ്ഥാനം മറ്റൊരാൾക്ക് പങ്കുവയ്ക്കുമ്പോഴാണ് അവർക്കത് പ്രശ്നമായിട്ട് മാറുന്നത്. അതുകൊണ്ട് എപ്പോഴും പങ്കാളികൾ മേക്ക് ഷുവർ ആക്കണം, ഐ ആം ഗിവിങ് ഫസ്റ്റ് പ്രയോറിറ്റി ടു മൈ പാർട്ണർ. ഐ നെവർ ഗീവ് മോർ പ്രയോറിറ്റി ടു എനിബഡി എൽസ്. അല്ലേ? ഈശ്വരനൊഴിച്ച് മറ്റാർക്കും കൊടുക്കരുത്. ഈ ഒരു ബോധമുണ്ടെങ്കിൽ നമുക്ക് ആ ഫാമിലിയുടെ ക്വാളിറ്റി നിലനിർത്താൻ പറ്റും. ഇതൊക്കെ പക്ഷേ കൊടുത്താൽ മാത്രം പോരാ, അങ്ങനെ അവർക്ക് ഫീലൂടെ ചെയ്യണം. അല്ലേ? അതെ അതെ അതെ. ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരെ അഭിപ്രായം ചോദിക്കുക. ഒരു ചോയ്സ് എടുക്കുമ്പോൾ അവരോട് ചോദിക്കുക. അല്ലേ? ഇപ്പം ഞാൻ ഒരു ഫുഡ് കഴിക്കാൻ പോയാൽ എൻ്റെ വൈഫിന് എന്താ കഴിക്കേണ്ടതെന്ന് അവരോട് ചോദിക്കല്ല. എനിക്കിഷ്ടമുള്ള അവരെ കൊണ്ട് കഴിപ്പിക്കുകയല്ല. ഞാൻ അവരെ ട്രീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർക്കിഷ്ടമുള്ളത് ഓർഡർ ചെയ്യാനുള്ള ചോയ്സ് അവർക്ക് ഉണ്ട്. കൊടുക്കുക. ശരിയല്ലേ? അതെ അതെ അല്ല ഞാൻ കാപ്പി കുടിക്കുമെന്ന് പറഞ്ഞാൽ നീയും കാപ്പി കുടിച്ചോളാൻ പറയുകയല്ല. അവർക്ക് ചായ ആണെങ്കിൽ അവർക്ക് ചായ കൊടുക്കുക. അതെ അല്ലേ? അതെ. അപ്പോൾ ആ പ്രയോറിറ്റി, അപ്പോൾ ചോയ്സസിൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ? തീരുമാനത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടുന്നുണ്ടോ? അല്ലേ? എന്നെ കേൾക്കുന്നുണ്ടോ? അല്ലേ? എനിക്ക് സമയം തരുന്നുണ്ടോ? സമയത്തിൽ പ്രയോറിറ്റി തരുന്നുണ്ടോ? പരിഗണനയിൽ പ്രയോറിറ്റി തരുന്നു, സ്നേഹപ്രകടനത്തിൽ പ്രയോറിറ്റി തരുന്നു, മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് മറ്റുള്ളവരെക്കാളും പ്രയോറിറ്റി തരുന്നുണ്ടോ? ഇതൊക്കെയാണ് പങ്കാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്നത്. അല്ലേ? അത് രണ്ടുപേർക്കും കിട്ടിയാൽ രണ്ടുപേരും സംതൃപ്തരെ ആയിരിക്കും. ആ കെമിസ്ട്രി തെറ്റിയാൽ ബന്ധത്തെ വല്ലാതെ വിള്ളൽ ഉണ്ടാകും. അത് രണ്ട് പങ്കാളികളും എപ്പോഴും എൻ്റെ പങ്കാളിക്ക് ഞാൻ പരിഗണന കൊടുക്കുന്നില്ല എന്നൊരു തോന്നലുളവാക്കാതിരിക്കാൻ എപ്പോഴും വാക്കുകളിലും പ്രവൃത്തിയിലും ശ്രദ്ധിക്കണം. അവരെക്കാളിലും മറ്റൊരാളെ പൊക്കി പറയുക, അവരെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യുക, അല്ലെ അവരെ കഴിവിനെ പ്രാപ്തിയെ മറ്റൊരാളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുക. ഇതൊന്നും നമുക്കറിയാം, നമ്മളെക്കാളിലെല്ലാം മെച്ചപ്പെട്ട ആളുകൾ ഈ ലോകത്തുണ്ട്. അല്ലേ? കാഴ്ചയിലും കഴിവിലും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ പങ്കാളിയെങ്കിലും ഞാനാണ് സൂപ്പറെന്ന് ചിന്തിക്കണമെന്ന് എല്ലാ പങ്കാളികളും ആഗ്രഹിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? മറ്റൊരു സത്യമാണ്, നമ്മളെക്കാളും സുന്ദരരും കഴിവുള്ളവരും പ്രാപ്തരും ഈ ലോകത്തുണ്ട്. പക്ഷേ എൻ്റെ പങ്കാളിക്ക് ഞാനായിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻറ്റും പ്രാധാന്യവും ഏറ്റവും സ്മാർട്ടുമായ വ്യക്തിയെന്ന് തോന്നുന്നു എന്ന് രണ്ടുപേർക്കും തോന്നിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നമേ ഇല്ല. ഉണ്ടോ? അങ്ങനെ ക്ലോസ് ആയിരിക്കുന്ന ഒരു കപ്പിളിൻ്റെ ഇടയ്ക്ക് മറ്റാർക്കും എൻട്രി ചെയ്യാൻ പറ്റത്തുമില്ല. ദേ നെവർ അലൗ എനിബഡി ടു എൻ്റർ ഇൻ ടു ദാറ്റ്. ആ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലീസ് എല്ലാം ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട്. ശരിയല്ലേ? ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ പെരുമാറ്റത്തിലും സംസാരത്തിലും ഇത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി റിലേഷൻഷിപ്പ് നിലനിർത്താനും ക്വാളിറ്റി നിലനിർത്താനും പറ്റും. ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകളുടെ എണ്ണം കണ്ടമാനം ഉണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അത് ആക്ച്വലി കാലക്രമേണ അവരുടെ ആ കുടുംബത്തെ ഇല്ലാതാക്കത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ വിശ്വസ്തത കുടുംബജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ട്രസ്റ്റ്, മ്യൂച്വൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പങ്കാളിയുടെ ശരീരം എനിക്കുള്ളതാണ് എന്ന് രണ്ടുപേരും വിശ്വസിക്കുന്നു. അവരുടെ ശരീരം മറ്റൊരാൾക്ക് പങ്കുവയ്ക്കാൻ ഇപ്പം മോഡേണായിട്ടുള്ള ചില കുട്ടികൾക്ക് പ്രശ്നമില്ല. അങ്ങനെയുള്ള ചിന്തിക്കുന്ന ആളുകളും ലോകത്തുണ്ട്.
പക്ഷേ ഒരു നോർമലായിട്ടുള്ളൊരു സമൂഹ ജീവികളിൽ പലർക്കും അത് താല്പര്യം ഈ ഉണ്ട് എക്സ്ട്രാ മാരിറ്റലിലേക്ക് ആളുകൾ ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും എൻ്റർ ചെയ്യാനുള്ള അല്ല സെർച്ച് ചെയ്യാനുള്ള കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത് പ്രധാനമായിട്ടും സെക്സ് ബേസ് ചെയ്തിട്ടാണോ? അല്ല. അല്ല. സെക്സ് പിന്നെ അതിൻ്റെ ഒരു അനന്തര സെക്സുള്ള കുറച്ച് കേസുകളുണ്ട്. പക്ഷേ സെക്സ് പല അവിഹിത ബന്ധങ്ങളുടെയും പുറകിലുള്ളത് സെക്സിനേക്കാൾ കൂടുതൽ അവർ എന്തെങ്കിലും അൺമെറ്റ് നീഡ്സ് ഈ പങ്കാളിയിൽ നിന്ന് നിറവേറ്റപ്പെടാത്ത ചില അൺമെറ്റ് നീഡ്സ് മറ്റേയാൾ നൽകുമ്പോഴാണ് അവരോട് അറ്റാച്ച്ഡ് ആകുന്നത്. എല്ലാം ഇമോഷൻ ബേസിലുള്ള കൂടുതൽ ഇമോഷനാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ സെക്സ് സെക്കൻഡറിയാണ്. അതെ 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 അവർ കൂടുതലും നമ്മൾ വിചാരിക്കും അങ്ങനെ പോകുന്ന സ്ത്രീകളെല്ലാം അങ്ങനെ സെക്സിന് വേണ്ടി അതല്ല. അല്ല അവർക്കിവിടെ ലഭിക്കാത്ത കരുതലോ ശ്രദ്ധയോ പരിഗണനയോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും വേണ്ടത് കെയറിങ് അല്ലേ? കെയറിങ്ങും മനസ്സിലാക്കുന്ന ഒരാളും അവരെ മനസ്സിലാക്കുന്ന ഒരാൾ അവർക്ക് എന്തും തുറന്നു പറയാവുന്ന ഒരാൾ അവർക്കൊരു ഇമോഷണൽ സേഫ്റ്റി കണ്ടെത്തുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവർ എപ്പോഴും ഇമോഷൻ വെന്റിലേറ്റ് ചെയ്യും. അത് പോയി കംഫർട്ടബിളായി ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളോട് അവർ അറ്റാച്ച്ഡാണ്. എല്ലാം അവിഹിത ബന്ധമൊന്നുമല്ല, പക്ഷെ ദേ ആർ സോ അറ്റാച്ച്ഡ് അല്ലേ? അതെ അതെ ഒത്തിരി പേര് അപ്പോൾ അവർ കെയറിങ് ചെയ്യുന്ന അറ്റൻഷൻ കൊടുക്കുന്ന പരിഗണിക്കുന്ന അങ്ങനെ അടുക്കുന്ന ആളുകൾ പിന്നീട് ചിലപ്പോൾ അവർ നിർബന്ധിച്ചാൽ ഇവർ വഴങ്ങും. കാരണം ആ ഒരു അറ്റാച്ച്മെൻറ്റിലാണ് അത് പോകുന്നത്. പക്ഷെ അത് സെക്സിനേക്കാൾ കൂടുതൽ അഫക്ഷന് വേണ്ടിയുള്ള ഇതാണ്. പിന്നെ കുറച്ച് കേസുകളിൽ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഉള്ളവരും ഉണ്ട്. അത് സ്ത്രീയിലും ഉണ്ട് പുരുഷനും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു നല്ല സുന്ദരനായ ഒരു ഭർത്താവ് ഉള്ളൊരു ഭാര്യ കമ്പയർ ചെയ്യുമ്പോൾ അവനേക്കാളിലൊക്കെ വളരെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും സൗന്ദര്യത്തിലും ശരീരത്തിലും അവനേക്കാളും വളരെ പിന്നോക്കമുള്ളൊരു ഒരു ആളുമായിട്ട് അടുപ്പമുണ്ടായി. ഞാൻ ആ കേസ് ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു എന്താ അങ്ങനെ പോകാം. അപ്പം ഇവർ തമ്മിൽ ഈ ഭാര്യയും ഭർത്താവും സത്യത്തിൽ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നാണത്തിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ വെളിയിലുള്ളവർ തമ്മിൽ ഏത് വിഷയം ഈവൻ സെക്സ്വാലിറ്റി വരെ വളരെ ഓപ്പണായിട്ട് സംസാരിക്കും. പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ ഓപ്പണായിട്ട് സെക്സ്വാലിറ്റി സംസാരിക്കുന്നവർ വളരെ കുറവാണ്. ഇപ്പോൾ ഈ കുട്ടിക്ക് ഈ തന്നെ ഇയാൾ പുകഴ്ത്തുമായിരുന്നു, പ്രത്യേകിച്ച് തൻ്റെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളെ. ഇന്ന കാര്യം കാണാൻ കൊള്ളാം, വളരെ അട്രാക്റ്റീവ്. അങ്ങനെ കേൾക്കുമ്പോൾ ഷീ ഗെറ്റ്സ് ഭയങ്കര എക്സൈറ്റഡ് ആകും. കാരണം ഇതുവരെയും തൻ്റെ ഭർത്താവ് നേരിട്ട് ആ വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ബലഹീന നിമിഷമാണ് കൈ തെറ്റിപ്പോയി. അവർക്ക് തെറ്റാണെന്നറിയാം, ചെയ്ത് കുറ്റബോധമുണ്ട്. പക്ഷേ ആ ബലഹീന നിമിഷത്തിലാണ് എന്ത് ചെയ്ത് കൈവിട്ടു പോയത് ജീവിതം അല്ലേ? അപ്പോൾ ഒന്നേ ഇമോഷണൽ ബോണ്ട് ഭയങ്കരമായിട്ട് എന്തും പറയാം. മിക്ക സ്ത്രീകളും കെയർ കിട്ടിയെടുത്താണ് പോയത്. കെയർ കിട്ടിയെടുത്തും ഈ എന്തും തുറന്നു പറയാവുന്ന സ്വാതന്ത്ര്യമുള്ള ബന്ധം തേടിപ്പോയി അവസാനം അത് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോയി അവസാനിക്കുകയായിരുന്നു. പക്ഷേ പുരുഷന്മാർ പലരും വന്നത് അവർക്ക് സെക്ഷൽ നീഡ്സ് മീറ്റ് ചെയ്യാനും ഫിസിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാനും അഫെക്ഷൻ കിട്ടാനും ഒക്കെയാണ് അവർ വന്നത്. അപ്പോൾ ഈ സ്ത്രീയും പുരുഷനും പലപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ചെയ്യുന്നത് മിക്കവാറും 2 കാരണങ്ങൾക്കുണ്ടാവും. ആ ആൾ ഈ പെൺകുട്ടിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും മറ്റു വിധത്തിലും എക്സ്പ്ലോയിറ്റ് ചെയ്തു. തെറ്റിയപ്പോൾ ഇവൾ വിട്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ ത്രട്ടൺ ചെയ്യാനും തുടങ്ങി. അപ്പോഴാണ് ഇതുവരെയുള്ള ആളെ, കാരണം അവൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പോകാതെ അവന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഇയാളെ കൊണ്ടാക്കി കഴിഞ്ഞപ്പം വിട്ടുപോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവനെ ഭീഷണിപ്പെടുത്തിയാണ് അവനെ പിന്നെ വായടക്കിച്ചത്. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു. കാരണം അവിടെ എന്താ ഇത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ തുറന്ന് സെക്സ്വാലിറ്റിയെക്കുറിച്ച് സംസാരിച്ച് അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അത്തരം ഫ്രസ്ട്രേഷൻ വരും. അതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടത് അവരെപ്പോഴും ഇമോഷണൽ ആകും. അപ്പോൾ ഇമോഷൻ വരുമ്പോൾ അവർക്ക് ആരോടെങ്കിലും തുറന്ന് സംസാരിക്കണം. ആ തുറന്ന് സംസാരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും വേണ്ട കെയർ കൊടുക്കുകയും ഇമോഷണൽ കെയർ കൊടുക്കുകയും ചെയ്താൽ അവർ നല്ല അറ്റാച്ച്മെൻറ്റിലേക്ക് നിൽക്കും. അങ്ങനെയുള്ള പുരുഷന്മാരെ അവർ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കെയർ കൊടുക്കുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്. റെസ്പെക്റ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ് പുരുഷന്മാർ കെയർ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് കെമിസ്ട്രി. റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്ത്രീ എത്ര സുന്ദരിയാണെങ്കിലും ഒരു പുരുഷനും അടുക്കത്തില്ല. തന്നെ വളയ്ക്കുന്നത് എങ്ങനെയാണ്? അവന് ഇങ്ങനെ വലിയ കഴിവുള്ളവനാ പ്രാപ്തനാ സ്മാർട്ടാന്ന് പറഞ്ഞ് പൊക്കുമ്പോഴാണ് വീഴുന്നത്. അപ്പോൾ എന്നെ ആരാധനയോടെ കാണുന്ന മിടുക്കനായിട്ടും സ്മാർട്ടായിട്ടും കാണുന്ന പെണ്ണിനോടാ ഇനി അവിഹിത ബന്ധത്തിന് പോകാത്തവർ പോലും എന്ത് ചെയ്യും? അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഹൃദയത്തിലൊരു സ്ഥാനം കൊടുക്കും.
എല്ലാവരും മോശമായ ബന്ധത്തിനൊന്നും പോകത്തില്ല. പക്ഷെ തന്നെ ആരാധിക്കുന്ന, ബഹുമാനത്തോടെ കാണുന്ന, പ്രാപ്തനായി കാണുന്ന എല്ലാ പെൺകുട്ടിയെയും പുരുഷൻ ഹൃദയത്തിൽ സൂക്ഷിക്കും. നല്ല അർത്ഥത്തിൽ. നല്ല ചിലപ്പോൾ ഒരു സഹോദരിയെപ്പോലെ, കൂട്ടുകാരിയെപ്പോലെ നല്ലപോലെ സ്നേഹിക്കും. എല്ലാവരും തെറ്റായ ബന്ധത്തിനൊന്നും പോകത്തില്ല. പക്ഷേ അവർക്ക് അവരെന്തെങ്കിലും ഒരു കാര്യം സഹായം ചോദിച്ചാൽ അവർ പെട്ടെന്ന് സഹായം ചെയ്യും. സ്ത്രീ പലപ്പോഴും തന്നെ കരുതുന്ന, ശ്രദ്ധിക്കുന്ന, ടെൻഡർ കെയർ ചെയ്യുന്ന പുരുഷന്മാരോടാണ് സ്ത്രീക്ക് താല്പര്യം. അവൾക്കൊരു ഇമോഷണൽ സേഫ്റ്റി. അവിടെ പോയി എന്തും പറയാം. എന്നെ സ്വീകരിക്കും, എന്നെ കേൾക്കും, എന്നെ മനസ്സിലാക്കും, എൻ്റെ കൂടെ നിൽക്കും. ആ ഇമോഷണൽ സപ്പോർട്ടാണ് അവൾക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ്. ആണോ? അന്ന് തന്നെ മനസ്സിലാക്കുന്ന, തന്നെ ഇമോഷണൽ സേഫ്റ്റി ആക്കുന്ന, ആ സേഫ് വാൽവ് തുറക്കാൻ പറ്റുന്ന, അത് മുൻകോപക്കാരൻ, മദ്യപിക്കുന്നവരെ, പൊട്ടിത്തെറിക്കുന്നവരെ, ഒന്നും മിണ്ടാ പോകുന്നവരെ. ചിലപ്പോൾ ആണുങ്ങൾ ഇമോഷൻ ഷെയർ ചെയ്യുമ്പം ഇവർക്ക് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതിന് പരിഹാരം തേടാൻ പോകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു അമ്മായിയമ്മയായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഭർത്താവിനോട് വന്ന് പറഞ്ഞു, എനിക്കിനി അവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല, എന്നെ മാറ്റി താമസിപ്പിക്കണം. ഇവൻ ആലോചിക്കുമ്പോൾ, ഇവൻ്റെ ഫണ്ടും കാര്യങ്ങളും ആലോചിക്കുമ്പോൾ പ്രായോഗികമായിട്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവൻ ഒന്നും മിണ്ടാതെ അങ്ങ് പോകും. ഇവളെ സംബന്ധിച്ചിടത്തോളം ചെവിക്കുറ്റിക്ക് അടിച്ചതിനേക്കാളും വലിയ വിഷമമാണ്. ഇദ്ദേഹം സത്യത്തിൽ ഇതിൻ്റെ സൊല്യൂഷൻ ആലോചിച്ചുകൊണ്ട് നടക്കുക, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന്. അതിനൊരു ഐഡിയ കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇവൻ മുന്നോട്ട് മിണ്ടാതെ പോയത്. പോയിരുന്ന് തല പോലെയുമായിരിക്കും. പക്ഷേ ഇവൾക്ക് മനസ്സിലായില്ലേ, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല, ഒരക്ഷരം പോലും എന്നോട് പറയാതെ പോയി. അതേസമയം എനിക്ക് മനസ്സിലായി, നീ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്, യു ആർ സ്ട്രഗ്ലിങ് എ ലോട്ട്, നീ അമ്മയോടൊന്നും പറയാതെ എന്നോട് പങ്കുവെച്ചല്ലോ, ഞാനുണ്ടോ ഇതിൻ്റെ കൂടെ എന്ന് ഇത്രയും പറഞ്ഞാൽ അമ്മ വീട്ടിൽ നിന്ന് മാറ്റി പോകേണ്ട, അമ്മയെ മാറ്റേണ്ട, ഒന്നും വേണ്ട. ഇവൻ അടുത്ത നിമിഷം ചോദിക്കുക, ചേട്ടൻ ചായ വേണോ എന്ന് ചോദിച്ചിട്ടേ കൊണ്ട് കൊടുക്കും. കാരണം അവൾക്ക് വേണ്ടിയത് എന്തുവാ, അവൾ പങ്കുവെച്ചത് മനസ്സിലാക്കാനാ, പരിഹരിക്കാനല്ല. പക്ഷെ പുരുഷൻ പലപ്പോഴും പരിഹരിക്കാനാണ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇവൻ വല്ലവരും നമ്മളോട് പറയുമ്പോൾ ഇവൻ പരിഹാരം തേടും. എല്ലാത്തിനൊന്നും പരിഹാരമില്ല. അപ്പോൾ ഇവൻ മിണ്ടാതെ പോകും. മിണ്ടാതെ പോകുമ്പോൾ ഇവൻ തല പോയെന്നൊന്നും വല്ല ഇവിട്ടിരിക്കുന്ന ആൾ അറിയുന്നുണ്ടോ? പക്ഷേ ഞാനത് കേട്ട് മനസ്സിലാക്കിയെന്ന് മാത്രം ഇയാളോട് മറുപടി പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുപോലെ തന്നെ പല സ്ത്രീകളും എന്നോട് സാറേ പരിഹാരമൊന്നും വേണ്ടേ, ഒന്ന് മനസ്സിലാക്കി കൂടെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി, ഇത് മാത്രം മതി, ഞങ്ങൾക്ക് ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല. പ്രായമുള്ളവരൊക്കെ അങ്ങനെ ആയിരിക്കും, അവരങ്ങനെയൊക്കെ പറയും, എനിക്ക് അവരെയൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും, ചേട്ടൻ എൻ്റെ കൂടെ നിന്നാൽ ഇത്രയേ ഉള്ളൂ ഇവർ ആഗ്രഹിക്കുന്നത്. ഇത്രയുള്ള ആഗ്രഹിക്കുന്നതെന്ന് പല പുരുഷന്മാർക്കും അറിയത്തില്ല. ഇതിനെല്ലാം സൊല്യൂഷൻ തേടി നടക്കും. അത് ഇട്ടാത്തപ്പോൾ ഇവർ മിണ്ടാതെ നടക്കുകയും ചെയ്യും. ഇവർ നോക്കുമ്പോൾ പാറയോട് പറയുന്നതിൽ ഇത് നല്ലതാണ്, കാരണം പറഞ്ഞിട്ടൊരു പ്രതികരണം ഇല്ല. ഈ ഒരവസ്ഥയാണ് പലരെയും എന്ത് ചെയ്യുന്നത്, ഈ അകൽച്ചയിലേക്ക് നയിക്കുന്നത്. അപ്പം ഇതുപോലുള്ള ചെറിയ ചില സ്കില്ലിൻ്റെ അഭാവത്തിൽ കുടുംബം തകരുന്നവരുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, ഒരു ഇമോഷൻ എങ്ങനെയൊക്കെ. ഞാൻ കണ്ടെത്തുന്ന കുടുംബ പ്രശ്നങ്ങളിലെ ഏറ്റവും മേജർ പ്രശ്നങ്ങളിലൊന്ന് ഹൗ ടു ഹാൻഡിൽ ദ ഇമോഷൻ ഓഫ് ദ വൈഫ് എന്നറിയാത്തവരാണ് ഈ നാട്ടിലെ നല്ല ശതമാനം ആണുങ്ങൾ. അല്ലാതെ അവർ സ്നേഹമില്ലാത്തവരൊന്നുമല്ല. ഇവർ തല പുകഞ്ഞ് ഈ പ്രശ്നം പരിഹരിക്കാൻ ചിന്തിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്ത്രീകൾ സന്തോഷവതിയായാൽ എൻ്റെ മാലഹമാല തെറ്റിയ യക്ഷികളും. അതെ സത്യം, സ്നേഹിച്ച നക്കി കൊല്ലും, പിണങ്ങിയ കൊത്തിത്തല്ലും. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീമാക്കുന്നത് പലപ്പോഴും ഒരു ആണുങ്ങളുടെ കൈ അതിനകത്തുണ്ട്. ആ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർക്കെതിരെ മാനേജ് ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല. അവർ പെട്ടെന്ന് ഈ കരഞ്ഞ് ഇനി ഇവിടെ താമസിക്കത്തില്ലെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ഞാൻ തിരിച്ചുകൊണ്ട് വരും. ആ ഷിഫ്റ്റ് ചെയ്യാനുള്ള സ്ക്രൂ ഉപയോഗിക്കാൻ അറിയണം, അത്രയേ ഉള്ളൂ അല്ലേ? പക്ഷേ ഇത് പലപ്പോഴും അറിയത്തില്ല എന്നുള്ള, അത് എഡ്യൂക്കേഷനൊക്കെ ഒത്തിരി കാണും. പക്ഷേ അതേഴ്സിൻ്റെ ഇമോഷൻ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് പലർക്കും അഭാവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, പുള്ളി 60+ ഏജ് ഉണ്ട്. അപ്പം മകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പം വലിയ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ പഠിപ്പിച്ചു. അപ്പം പഴയ ഒരു 10-15 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വന്നൊരു മെസ്സേജ് ആ കുട്ടി കാണുകയും അതിൻ്റെ അമ്മയോട് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അവർ കംപ്ലീറ്റ് ഇദ്ദേഹമായിട്ട് ഡിസ്കണക്റ്റായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് അവരെ സ്നേഹിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിൽ അവർ നമ്മളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞു എന്നുള്ള വളരെ വേദനയോടുകൂടി അദ്ദേഹം പറഞ്ഞു. ശരിക്കും ഒരു സീരീസ് ഓഫ് ഇഷ്യൂസിലൂടെ അല്ലേ ഒരാളൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ഒരു സെപ്പറേഷനെ കുറിച്ച് ഒരു ലേഡി ചിന്തിക്കുന്ന, ഒരു
ഒരു സ്ത്രീ ചിന്തിക്കുന്നത്? പലപ്പോഴും വൈകാരികമായിട്ടെടുക്കും. സ്ത്രീകൾ പലപ്പോഴും വൈകാരികമായിട്ടെടുക്കുന്നത്. സത്യം അവർ ആ ഫീലിങ്സോ ആരോടൊന്ന് പറയുകയോ ക്ഷമ ചോദിക്കുകയോ അത് സെറ്റിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് പലരും ചിലപ്പോൾ അപ്പോൾ ചെന്ന് പറയുന്ന പോലെ ഇതെന്ത് ചെയ്യും, എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കും. അല്ലേ? ഈ സ്ത്രീകൾ ആ ഇമോഷണലി അപ്സെറ്റ് ആയിരിക്കുമ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് വഷളാകും. പക്ഷെ ആരോടെങ്കിലും ഒരു ഹൃദയം തുറന്ന് വെന്റിലേറ്റ് ചെയ്ത് ഈ ആളിൽ നിന്നൊരു ഒരു ഒരു അപ്പോളജൈസ് ചെയ്യുന്ന ഒരു ക്ഷമ ചോദിക്കുന്ന ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ടായാൽ പെട്ടെന്ന് ആ കെമിസ്ട്രി മാറും. വളരെ വലിയ പ്രമാദമായ വിഷയങ്ങൾ ആത്മാർത്ഥമായ ക്ഷമ കൊണ്ട് തീർന്നിട്ടുണ്ട്. അപ്പം തെറ്റ് പറ്റാത്തവരും കുറവില്ലാത്തവരും അല്ല രണ്ട് പങ്കാളികളും. അത് ക്ഷമിക്കാൻ മനസ്സുള്ള രണ്ട് പേർക്കേ കുടുംബജീവിതം സ്ഥായിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ക്ഷമ ചോദിക്കാനും മനസ്സ് വേണം, ക്ഷമ കൊടുക്കാനും മനസ്സ് വേണം. ക്ഷമ കൊടുക്കാത്തവരും ഉണ്ട്, ക്ഷമ ചോദിക്കാത്തവരും ഉണ്ട്. ഇവർ പ്രശ്നത്തെ വളരെ വലിയ വഷളാക്കും. അപ്പോൾ ഈ സോറി എന്ന് പറയുന്ന വാക്ക് വളരെ പവർഫുള്ള വാക്കാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സോറിക്ക് അലിയാൻ വയ്യാത്ത ഒരു കല്ലുമില്ല. ഈ എമ്പതി ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ റിലേഷൻഷിപ്പിൽ? അല്ലേ? കാരണം ഈ മനസ്സിലാക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന എന്തോ ഗെറ്റിംഗ് ഇൻ ടു ദ ഷൂ ഓഫ് അനദർ പേഴ്സൺ, മറ്റൊരാളുടെ വശത്ത് നിന്ന് കാണാനുള്ള കഴിവ്. അതാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, എമ്പതറ്റിക്ക് ആക്കുന്നത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തോ പറ്റൂ, മറ്റൊരാളുടെ വശത്ത് ഞാൻ അവരായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചാൽ നമുക്ക് പലതും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെ 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 നമ്മുടെ വശത്ത് നിന്ന് മനസ്സിലാകാത്ത ഒത്തിരി കാര്യം അതെ. അവരായിരുന്നെങ്കിലും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ അതെ. പറ്റും. ആ കഴിവ് മനുഷ്യന് വികസിക്കുവാൻ്റെ ഒരു വലിയ കഴിവാത്ത അണ്ടർസ്റ്റാൻഡിങ് ആണ് റിലേഷൻഷിപ്പിലെ ഏറ്റവും ഒരു കീ ആയിട്ടുള്ള കഴിവ്. അതിൻ്റെ ബേസ് എന്താ, എമ്പതി. നമ്മൾ നേരത്തെ എനിക്ക് ഒന്ന് ഒരുപക്ഷെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ്. ഒരുമിച്ച് താമസിക്കുന്നുണ്ടെന്നാൽ ഒരുമിച്ച് ജീവിക്കുന്നില്ല. ഇത് ഒരുപാട് കേസസ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കേസസ് അറിയാവുന്ന സൗഹൃദങ്ങൾ അവർ പറയുമ്പോഴാണ്. അങ്ങനൊരു സ്പേസ് വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ 20 വർഷമായിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നത്. പക്ഷെ ഒരുമിച്ച് ആദ്യത്തെ 2 വർഷം മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. ഒരു റൂമിലാണ് കിടക്കുന്നത്. ഒരു ബെഡിന് അങ്ങേയറ്റത്തും ഒരു ബെഡിന് ഇങ്ങേയറ്റത്തും. ദാറ്റ്സ് ഇറ്റ്. ഒരു തരത്തിലുള്ള ഇമോഷണൽ കണക്ഷനോ ഒരു തരത്തിലുള്ള ബന്ധങ്ങളോ ഇല്ല. പക്ഷേ സോഷ്യൽ കൺഫോമിറ്റിക്ക് വേണ്ടി മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്, കുട്ടികളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്, കുടുംബത്തെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്, സമൂഹത്തെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഞങ്ങൾ മാതൃകാ ദമ്പതികളായിട്ട് ഇരിക്കുന്നു. ശരിക്കും അവർ തന്നെ അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമല്ലേ? അതെ. ഈ വിവാഹ ജീവിതം ഒരു കമ്പാനിയൻഷിപ്പ്, ഒരു കൂട്ടാളിത്തമാണ്. അത് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉള്ള ഒരു കൂട്ടാളിത്തമാണ്. അത് ഈ എല്ലാ തലത്തിലും ആ ഇൻറ്റിമസി വേണം. എങ്കിലേ അവർക്ക് ആ ജീവിതം ആസ്വദിക്കാൻ പറ്റും. അല്ലേ? ഒരു കൂട്ടാളി കിട്ടിയതിൻ്റെ, പങ്കാളി കിട്ടിയതിൻ്റെ ആ സന്തോഷം, ആ സുഖം ആസ്വദിക്കണമെങ്കിൽ അവർ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും മനസ്സിലേക്ക് വരണം. അതിന് പരിശ്രമിക്കാതെ നാട്ടുകാരെ പേടിച്ച് അവിടെ നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങളുണ്ടായി ഹൈഡ് ചെയ്യുന്ന സ്വഭാവം, ഒരു ഫാമിലി പ്രോബ്ലം ഉണ്ടാകുന്ന ഏതാണ്ട് മോശമാണെന്നുള്ള ചിന്തയാണ്. അതെ അതെ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ ജീവിച്ച രണ്ടുപേരും ഒത്തുപോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ഒരു അസാധാരണത്വവും ഇല്ല. ഇനി ആ കോൺഫ്ലിക്റ്റ് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു വിദഗ്ധ സഹായം തേടുന്നതിനകത്തും തെറ്റൊന്നുമില്ല. പക്ഷേ ഇന്ന് എനിക്കറിയാം, ഡിവോഴ്സിന് പോകുന്നതിനേക്കാളും നാണംകേടാണ് കൗൺസിലിങ്ങിന് പോകുന്നത്. ഫാമിലി കൗൺസിലിംഗ് വരാത്ത ഡിവോഴ്സിന് പോകും, ബാക്കി ചാടിപ്പോകും. 2-3 ലക്ഷം രൂപ ഡിവോഴ്സിന് സ്പെൻഡ് ചെയ്യും. പക്ഷേ 20,000 രൂപ പ്രശ്നം പരിഹരിക്കാൻ കൊടുക്കാൻ 10 സെഷന് പോകാൻ അല്ലെങ്കിൽ 20 സെഷന് പോകാൻ തയ്യാറല്ല. അപ്പോൾ എന്താണ് നമ്മുടെ കാഴ്ചപ്പാടിലുള്ള വൈകല്യം? അപ്പോൾ തീർച്ചയായിട്ടും കുടുംബജീവിതത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അതെങ്ങനെയാണ് ആരോഗ്യകരമായി പരിഹരിക്കേണ്ടതെന്ന് അത് ഒന്നീ വീട്ടുകാരെ എല്ലാം അറിയിച്ച് ആൾക്കൂട്ടം കൂടുക. ഈ ആൾക്കൂട്ടം കൂടിയ പാമ്പ് ചാകത്തില്ലെന്ന് പറയുന്ന പോലെ എത്രയും ആളുകൾ കൂടുതൽ ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടുന്നു അത്രയ്ക്ക് അത് കുളമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ശരിയല്ലേ? കാരണം 10 പേർക്ക് ആ പ്രശ്നത്തെക്കുറിച്ച് 10 കാഴ്ചപ്പാടും 10 പരിഹാരങ്ങളുമാണ്. അപ്പോൾ ഓരോരുത്തർ വന്ന് ഈ പരിഹാരങ്ങൾ പറയുമ്പോൾ ഇവിടെ തീരുമോ അത് കോംപ്ലിക്കേറ്റഡ് ആകുമോ? മനസ്സിലായി? അതുകൊണ്ട് തീർച്ചയായിട്ടും
ആരോടും പക്ഷമില്ലാതെ നിഷ്പക്ഷമായിട്ട് ആ പ്രശ്നത്തെ വസ്തുനിഷ്ഠമായി കാണാനും നമ്മളെ ധരിപ്പിക്കാനും നമ്മളെക്കൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യുക, അല്ല അവർ പരിഹരിച്ച് തരുമല്ല, നമ്മളെക്കൊണ്ട് തന്നെ അത് സോൾവ് ചെയ്യാനും പ്രാപ്തിപ്പെടുത്തുകയും മാത്രമല്ല അത്തരം 1-2 പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിയുമ്പോൾ ഭാവിയിൽ സമാന്തര പ്രശ്നങ്ങൾ പരസഹായമില്ലാതെ സ്വയം പരിഹരിക്കാൻ പ്രാപ്തിപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സത്യത്തിൽ ഒരു ഫാമിലി കൗൺസിലിംഗ്. ശരിയല്ലേ? അതെ. അല്ല അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് വിടുകയല്ല, മറിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ആരോഗ്യകരമായി പരിഹരിക്കേണ്ടത്. അപ്പം നമ്മൾ പരിഹരിക്കുന്ന രീതിയിൽ എന്തോ ഒരു വൈകല്യമുണ്ട്, അല്ലേ? അതെ. ആ വൈകല്യം തിരിച്ചറിഞ്ഞാൽ മതി, അല്ലേ? ഇപ്പം ഇന്നലെ ഒരു പിന്നെ ഹസ്ബൻഡ് ഇച്ചിരി റഫായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, അവൾ വാശിക്കാരിയാണ്. ഇവനും ആ വാശിയെ വാശി കൊണ്ട് നേരിടുക. വാശി കൊണ്ട് നേരിടും തോറും പ്രശ്നം എന്ത് ചെയ്യുക, കൂടുതൽ വഷളാകുക. അതെ. അതെ. ഞാൻ ആ ഹസ്ബൻഡിനോട് സംസാരിച്ചു, നിൻ്റെ മെത്തേഡ്, നീ ഉപയോഗിക്കുന്ന ഈ മെത്തേഡ് റിസൾട്ട് കിട്ടുമെങ്കിൽ ഓക്കെ, പക്ഷേ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നിനക്കറിയാം പോസിറ്റീവ് റിസൾട്ടാണെന്നോ നെഗറ്റീവ് അവൾ കൂടുതൽ റിബല്യസ് ആകുകയെന്നോ കൂടുതൽ സബ്മിസീവ് ആകുകയെന്നോ. അപ്പം മനസ്സിലായി അവൾ കൂടുതൽ റിബല്യസ് ആകും. അപ്പോൾ നീ ഈ ഫോഴ്സ്ഫുൾ മെത്തേഡും ഈ അഗ്രസീവ് മെത്തേഡും ഈ വാശി മെത്തേഡും ഉപയോഗിച്ചാൽ നിനക്ക് നീ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുമോ? അപ്പോൾ ഇവിടെ റിസൾട്ടാണോ വേണ്ടത്, അതോ നിനക്ക് എങ്ങനെ ജയിച്ചാൽ മതിയോ? അപ്പം അവിടെ ജയിക്കണമെങ്കിൽ മറ്റേ ആൾ തോൽപ്പിക്കണം, അവർ തോക്കാൻ തയ്യാറല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തോ പറ്റും, നിങ്ങൾ രണ്ടും കൂടെ പരാജയപ്പെടും, കുടുംബജീവിതം പരാജയപ്പെടും. അതേസമയം ആളിനെ വെറും ഫ്യൂ ഡേയ്സ് അറിയാവുന്ന എനിക്ക് മനസ്സിലായി ആളെ വളരെ സിമ്പിളായിട്ട് ലവിങ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അവർ വളരെ വിധേയപ്പെടുകയും അനുസരണമൊക്കെ ഉള്ള ആളാണ്, സ്നേഹമുള്ള ആളാണ്. പക്ഷേ അവരെ സ്നേഹത്തോട് ഹാൻഡിൽ ചെയ്താൽ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് അവർ വഴങ്ങുന്ന ആളാണ്, അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്, അഡാപ്റ്റ് ചെയ്യുന്ന ആളാണ്, ഫ്ലെക്സിബിൾ ആകുന്ന ആളാണ്. പക്ഷേ അവർ വാശിക്ക് എന്നാൽ അവർ വിജയിക്കത്തില്ല. പക്ഷേ ഇത്രയും കാലമായിട്ടും ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡിന് റിസൾട്ട് കിട്ടുന്നില്ലെന്ന് അറിഞ്ഞിട്ടും തനിക്കറിയാവുന്ന മെത്തേഡ് മാറ്റാൻ പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി ആ വാശി മെത്തേഡ് തന്നെ ഉപയോഗിക്കുക. വാശി അദ്ദേഹം കൂട്ടുക, അവരതിലും കൂടുതൽ വാശിയിലേക്ക് പോവുക. അപ്പോൾ ഓരോ ദിവസവും അകൽച്ച കൂടിക്കൂടി ഒരുതരം വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്കും എത്തിച്ചു, അല്ലേ? പ്രശ്നം വളരെ ചെറുതാണ്, ആ വാശി മെത്തേഡൊന്ന് മാറ്റിയാൽ മാത്രം മതി. ഇതുപോലെ നമ്മളിപ്പോൾ ഒരു കുട്ടിയെ, നമ്മൾ ചില കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നു. അങ്ങനെ ഒരു കുട്ടിയോട് ഇച്ചിരി കാർക്കശ്യമായിട്ട് പറയുമ്പോൾ അവൻ റിബല്യസ് ആകുക. റിബല്യസ് ആകുന്നവനോട് പിന്നെയും കാർക്കശ്യം ഉപയോഗിച്ചാൽ എന്തോ പറ്റും, അവൻ കൂടുതൽ റിബല്യസ് ആകും. അതേസമയം അവനോട് സ്നേഹത്തിൽ ചിലപ്പോൾ തോളത്തെ കൈ ഇട്ട് മോനെ വാടാന്ന് പറഞ്ഞാൽ ഇവനിങ്ങ് വരും. അത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നില്ലെന്ന്, സൗകര്യമില്ലെന്ന് തർക്കിക്കുന്നവനോട് വീണ്ടും വീണ്ടും കാർക്കശ്യ മെത്തേഡ് ഉപയോഗിച്ചാൽ വിജയിക്കത്തില്ല. ഇവിടുത്തെ പ്രശ്നം എന്തുവാ, നമുക്കൊരു മെത്തേഡേ അറിയത്തുള്ളൂ, നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല. അതേസമയം റിസൾട്ട് കിട്ടാത്ത മെത്തേഡിനെ പൂണിയിലിടാനും വിജയിക്കുന്ന മെത്തേഡ് പുറത്തെടുക്കാനും കഴിവുണ്ടെങ്കിൽ എന്തോ പറ്റും, നമുക്ക് ആ പ്രശ്നത്തെ മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രശ്നങ്ങൾ പലരും ഭാര്യയായാലും ഭർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാം നോർമൽ കാര്യങ്ങളാണ്. പക്ഷെ അത് എങ്ങനെ ആ അവസ്ഥയിൽ ആ റിസൾട്ടിൽ കൊണ്ട് എത്തിക്കാമെന്ന് രണ്ടുപേർക്കും അറിയത്തില്ല. അവർക്ക് കൺവെൻഷനലായിട്ട് അറിയാവുന്ന അവരുടെ മെത്തേഡുകൾ മാത്രം ഉപയോഗിക്കുന്നു. അത് റിസൾട്ട് കിട്ടുന്നില്ലെന്ന് അറിഞ്ഞിട്ടും മെത്തേഡ് മാറ്റാൻ അവർക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഇതാണ് പ്രശ്നം. അത് മനസ്സിലാക്കി അവർക്കത് മാറ്റാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ സുന്ദരമായിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ആ തിരിച്ചറിവ് അവർക്കുണ്ടാക്കി ഈ ആളെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കുകയും ചെയ്താൽ ഇയാൾ പെട്ടെന്ന് വഴങ്ങും. അതുവഴി എന്ത് ചെയ്യും, നാളെ ഇയാളെ ലൈഫ് ലോങ് ഹാൻഡിൽ ചെയ്യേണ്ട മെത്തേഡ് ഇവർക്ക് കിട്ടി, അല്ലേ? പ്രശ്നവും തീർന്നു, ബന്ധങ്ങളും പ്രശ്നമില്ല, ഇവർ വിജയിക്കുകയും ചെയ്തു. മറ്റേതെന്ത് ചെയ്തു, റോങ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വീണ്ടും അത് മോശമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ആക്ച്വലി ബേസിക്കലി ഒരു സ്വയം തിരിച്ചറിവല്ലേ ഒരു ഏതൊരു ബന്ധത്തിൻ്റെയും ദൃഢത നിശ്ചയിക്കുന്നത്. നമ്മൾ അവരനെ കറക്റ്റ് ചെയ്യാനാണ് പോകുന്നത്. പലരും ഇവിടെ നാട്ടിൽ കൗൺസിലിംഗ് വരുന്നത് എന്തിനാ, ഞാൻ പറഞ്ഞ് നോക്കി എന്നാ സാറൊന്ന് പറഞ്ഞു, മനസ്സിലായി, സാറൊന്ന് പറഞ്ഞ് ശരിയാക്കി എടുക്കുക. ഇത് ഞാൻ വരുന്ന പറഞ്ഞാൽ പറയും, ഇതല്ല ഫാമിലി കൗൺസിലിംഗ്. മറിച്ച് നിങ്ങൾ രണ്ടും കൂടെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തെ ഒരു എക്സ്പേർട്ട് എന്താ പ്രശ്നമെന്ന് തിരിച്ചറിവിലേക്ക് നയിക്കുക. ആ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച മെത്തേഡുകൾ എന്തോന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അത് സക്സസ്ഫുൾ ആയിരുന്നോ അല്ലയോ എന്ന് തിരിച്ചറിയുക. എന്നിട്ട് സക്സസ്ഫുള്ളായ പുതിയ മെത്തേഡുകൾ ഉപയോഗിക്കാൻ അവരെ പ്രാപ്തിപ്പെടുത്തുക. അതുവഴി അവരുടെ സ്ട്രാറ്റജി അവർ മാറ്റുക, ഹാൻഡ്ലിങ് രീതി മാറ്റുക. അവർ മറ്റൊരാളെ മാറ്റുകയല്ല, ഞാൻ കൈകാര്യം ചെയ്യുന്ന രീതി ഇരുവരും മാറുക. ഈ മാറ്റാനാണ് വരുന്നതെന്ന് അതിന് പലരും തയ്യാറല്ല. അവർ മാറത്തില്ല. എന്തുവാ ഞാൻ പറഞ്ഞ് മാറ്റാത്തത് സാറ് പറഞ്ഞൊന്ന്
മാറ്റാൻ. അതിന് വന്നാൽ ഒരിക്കലും ഇല്ല. ഇല്ല. മറിച്ച് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് മാറ്റാത്ത കാര്യം എൻ്റെ പവർ ഉപയോഗിച്ച് അല്ല എൻ്റെ സ്ഥാനം ഉപയോഗിച്ച് മാറ്റാൻ വന്നിട്ട് അർത്ഥമില്ല. അവനവനെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്കും ആ തിരിച്ചറിവ് പുതിയ രീതിയിൽ ആ പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് നയിക്കുവാണെങ്കിൽ നാളുകളിൽ എൻ്റെ അടുക്ക വരാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ മിടുക്കരായിട്ട് മാറും. ഈ പ്രാപ്തിപ്പെടുത്തുന്ന പ്രക്രിയയാണ്, തിരിച്ചറിവിൻ്റെയും പ്രാപ്തിപ്പെടുത്തുന്ന പ്രക്രിയയ്ക്കാണ് സത്യത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. അവർ ഉപദേശമായിട്ടാണ് കരുതുന്നത്. ഉപദേശമല്ല കൗൺസിലിംഗ് എന്നുള്ളത് ഒരു തിരിച്ചറിവാണ്. ഇപ്പോൾ സെൽഫ് അനാലിസിൻ്റെ ഭാഗമായിട്ട് ഇപ്പം എനിക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എന്ന് ഞാൻ എഴുതണം. എനിക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നുള്ളത് എഴുതണം, അല്ലേ? ശരിയല്ലേ? എന്നിട്ട് അനലൈസ് ചെയ്ത് നോക്കണം, അല്ലേ? അപ്പോൾ എൻ്റെ പ്രശ്നം എന്താ, ചിലപ്പോൾ നമ്മൾ കാണുന്ന മനസ്സിലാക്കിയിരിക്കുന്ന പ്രശ്നം ആക്ച്വൽ പ്രശ്നം ഒന്നും ആയിരിക്കത്തില്ല. അതെ 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 മനസ്സിലായി. അതെ. തന്നെയല്ല ചിലരാണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ഡിഫെൻസ് മെക്കാനിസം ഉണ്ട്. ആ ഡിഫെൻസ് മെക്കാനിസം നമുക്ക് തന്നെ ഒരിക്കലും ഒരു തിരിച്ചറിവ് തരത്തില്ല. തരത്തില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കേസിൽ ഹസ്ബൻഡിന് സത്യത്തിൽ എന്തോ സെക്ഷൽ ഇൻഹിബിഷനുണ്ട്, അതുപോലെ റൊമാൻറ്റിക് അല്ല. ഇത് പക്ഷേ താൻ സമ്മതിക്കുന്നതിന് പകരം വൈഫിനെ കുറ്റപ്പെടുത്തുക. വൈഫിനെ കുറ്റപ്പെടുത്തി അടുക്കാൻ വന്ന വൈഫ് എന്ത് ചെയ്തു? അകന്നു പോയപ്പോൾ അവൾ അകന്നു പോയെന്ന് പറഞ്ഞ് പരാതി നടക്കുക. അടുത്ത് വന്ന ആളിനെ അകറ്റി വിട്ടിട്ട് ആ ആൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നെന്ന് പരാതി പറയുക, അല്ലേ? അതെ. എന്നാൽ എന്താണ് വൈഫിനോട് ചോദിക്കുക? അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നെ അകറ്റിയ കാര്യം എന്തുവാന്ന്. അത് മനസ്സിലാക്കി അവിടെയുള്ള പ്രശ്നം. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിക്കവാറും പ്രത്യേകിച്ച് പുരുഷന്മാർ ലൈംഗിക കഴിവിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിക്കത്തില്ല. അവർ ഈഗോ കൊണ്ട് അവരെന്ത് ചെയ്യും? അത് മറ്റൊരാളുടെ പ്രശ്നമായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അപ്പം വൈകിട്ട് വന്നൊരു വഴക്കുണ്ടാക്കും. ആ വഴക്ക് എന്തിനാ? ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി. ഈ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കി ആ സാഹചര്യം ഒഴിവാക്കും. എന്നിട്ട് ആ വഴക്കുണ്ടാക്കി വിടുമ്പോൾ അവരെ എന്തെങ്കിലും പരാതി പറയും. അപ്പോൾ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും? മോശമായിട്ട് പെരുമാറും. പിന്നെ ആ മോശമായി പെരുമാറിയതിനെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിരിക്കും. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്തുവാ? സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ റൊമാൻസിനോടുള്ള ഇൻഹിബിഷൻസാണ്. അത് മോശമാണ്, അതിങ്ങനെ കാണിക്കുന്നത് മോശമാണ്. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കർഷകരുണ്ടായി വന്ന് ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ എയർലി ഇജാക്കുലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എറക്ടൽ ഡിസ്ഫങ്ഷൻ ആയിരിക്കും, അല്ലേ? അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിലെ തൊട്ടുള്ള നാണമായിരിക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഞാൻ ഒരു പ്രശ്നം പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആക്ച്വൽ പ്രശ്നത്തെ അല്ല ഹാൻഡിൽ ചെയ്യുന്നത്, മറിച്ച് എന്തോ ചെയ്യുക? അത് വേറൊരു പ്രശ്നമാക്കി അവസാനം ഇവർക്ക് പോലും തിരിച്ചറിവില്ല ഞങ്ങളുടെ പ്രശ്നം എന്തുവാണ്. മനസ്സിലായി? അപ്പോൾ അവരെ തിരിച്ചറിയുമ്പോൾ ഈ അടുത്ത് വന്ന ആളിനെ എന്തിനാ അടുപ്പിച്ചത്? അകറ്റിയത് വിട്ടത്. അകറ്റി വിടാൻ അവർക്ക് തോന്നിയത് നിൻ്റെ കുഴപ്പമായിട്ടല്ല, നിനക്ക് ഇഷ്ടമല്ലെന്ന. എന്നെ ഇഷ്ടമില്ലാത്ത ആളിനെ, എന്നെ വേണ്ടാത്ത ആളിൻ്റെ കൂടെ ഞാനിതിനെ ജീവിക്കുന്നതെന്ന് അവർ തോന്നി. അവരുടെ പാട്ടിന് പോയി. അപ്പോൾ പാട്ടിന് വിട്ടതാരാ? അടുത്ത് വന്ന ആളിനെ, ക്ലോസ് ആകാൻ വന്ന ആളിനെ. അവർക്കാകെ പരാതി ക്ലോസ് ആക്കുന്നില്ലെന്നാ, അല്ലാതെ അവർക്ക് വേറെ നിങ്ങളെ ഇഷ്ടക്കേടോ ഒന്നും ഇല്ല. പക്ഷേ ക്ലോസ് ആക്കാം. അപ്പോൾ അതിലുള്ള പ്രശ്നം എന്തുവാ? അപ്പോൾ നമ്മൾ ഈ കണ്ട പ്രശ്നങ്ങളൊന്നുമല്ല പ്രശ്നം. അടിസ്ഥാനപരമായ പ്രശ്നം ഇന്നതാണ്. ഈ തിരിച്ചറിവിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? റിയൽ പ്രശ്നങ്ങളല്ല നമ്മൾ പലപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത്. മുമ്പേ പറഞ്ഞ ഫാമിലി മോഡലിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടായ കോൺഫ്ലിക്റ്റ്, അല്ലേ? ഒരാൾക്ക് ട്രഡീഷണൽ മോഡൽ വേണം, ഒരാൾക്ക് കമ്പാനിയൻഷിപ്പ് മോഡൽ. പക്ഷേ ഇവർ ചർച്ച ചെയ്യുന്നതൊന്നും ആ വിഷയങ്ങളല്ല. ഇവർ ചർച്ച ചെയ്യുന്ന ഓരോ ദിവസവും ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങൾ. കാശ് കൊടുത്തില്ല, അല്ലെങ്കിൽ വിളിച്ചില്ല, കൊണ്ടുപോയില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഉണ്ടായത് എവിടുന്നാ? രണ്ട് മോഡലിൽ വിശ്വസിക്കുന്ന ഒരാൾ ട്രഡീഷണൽ മോഡൽ വിശ്വസിക്കുന്നു, ഒരാൾ കമ്പാനിയൻഷിപ്പ് മോഡൽ വിശ്വസിക്കുന്നു. കമ്പാനിയൻഷിപ്പിലേക്ക് ഇയാളെ കൊണ്ടുവരാൻ നോക്കുന്നു, ഇയാൾ ട്രഡീഷണലിലേക്ക്. രണ്ടുപേരും എന്നാൽ ഇത് ചർച്ച ചെയ്ത് നമുക്കൊരു മധ്യമാർഗ്ഗം എന്തുവാ, നമുക്ക് ഒത്തുപോകാൻ പറ്റുന്ന ഇതിനിടയ്ക്ക് വല്ല മോഡലുണ്ടോ എന്നൊന്നും ഒരിക്കലും ചർച്ച ചെയ്തിട്ടേ ഇല്ല. നമ്മൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഓരോ മാനിഫെസ്റ്റഡ് ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ഓരോരുത്തർ കയറി പിടിച്ചിട്ട് അവർ അഭിപ്രായം പറഞ്ഞിട്ട് അവർ ഇത് കൊണ്ടുപോവുക. അടിസ്ഥാനപരമായി ഈ മോഡൽ പ്രശ്നമാണ് അവിടുത്തെ പ്രശ്നം. ഇങ്ങനെ മാനിഫെസ്റ്റഡ് പ്രോബ്ലത്തിൻ്റെ പുറകിൽ ധാരാളം ഈ അറിയാത്ത ഹിഡനായിട്ട് കിടക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് സോൾവ് ചെയ്തില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്ത് ഒരാഴ്ചയ്ക്കകം വീണ്ടും ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു മാസത്തിന് അടുത്ത വിഷയം ഉണ്ടാകും. പക്ഷേ ഈ അടിസ്ഥാന കാരണങ്ങൾ തിരിച്ചറിവിലേക്ക് നയിക്കുക, അത് സോൾവ് ചെയ്താൽ പെർമനൻ്റായിട്ട് ആ പ്രശ്നം മാറി ഇവർക്ക് വളരെ ഹാർമോണിയസ് ആയിട്ട് ജീവിക്കാൻ പറ്റും. ഇവിടെയാണ് പലപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം വേണ്ടത്. ആക്ച്വലി നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ
പുറത്തുള്ള പ്രശ്നമല്ല അല്ലേ? ബേസിക്കലി ആ വ്യക്തിയുടെ പ്രശ്നമാണ്. അല്ല, അവനിലുള്ള കാര്യം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് പ്രോബ്ലമായിട്ട് പ്രോബ്ലം. അല്ലേ? അപ്പോൾ പലപ്പോഴും ആളുകൾ പ്രോബ്ലം എന്ന് വിചാരിക്കുന്നത് ഈ ബാഹ്യമായി കാണുന്ന പ്രശ്നങ്ങളാണ്. ആ. എന്നിട്ട് അത് ചർച്ച ചെയ്ത് പരിഹരിക്കുക. അപ്പോൾ പുതിയ വിഷയം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെയാണ് ഒരു വിദഗ്ധർ എന്താണ് റിയൽ പ്രോബ്ലം എന്നുള്ളത് തിരിച്ചറിയാനും അതെ. അതിൽ എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അവനവൻ തിരിച്ചറിവിലേക്ക് നയിക്കുകയും നമുക്ക് മറ്റൊരാളെ മാറ്റാൻ പറ്റില്ലെന്നും നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റുമെന്നും ഞാൻ എന്ത് വിധത്തിൽ മാറിയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് ഇരുവരും ചിന്തിക്കാൻ തുടങ്ങുന്നതോടെ എന്താ പറ്റും, അതെ. ആ പ്രശ്നങ്ങൾ വളരെ അടിസ്ഥാനപരമായി പരിഹരിക്കാനും അവർക്ക് നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും വീണ്ടെടുത്ത് വളരെ ഹാർമോണിയസ് ആയ ഒരു ലൈഫിലേക്ക് നയിക്കാനും പറ്റും. അവിടെയാണ് ഒരു വിദഗ്ധ തെറാപ്പിസ്റ്റുകളുടെയൊക്കെ സഹായം ആവശ്യമുള്ളത്. അതെ 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 അതെ. അങ്ങനെ സ്വയം പരിഹരിക്കാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഇത്തരം സഹായം തേടുന്നതിലുള്ള ഇൻഹിബിഷനും നാണംകേടും ഒക്കെ മാറ്റിവെച്ച് ഇപ്പം കുടുംബ പ്രശ്നത്തിൽ ജീവിതം മുഴുവൻ കളയാതെ അതെ. വളരെ അടിസ്ഥാനപരമായി പരിഹരിച്ച് വളരെ ഭൂമിയിലെ ചെറിയ സ്വർഗമായ കുടുംബം വീണ്ടെടുക്കാൻ ഉള്ള പരിശ്രമത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നീ സമയത്ത് നിങ്ങളോട് പറയാനും എനിക്ക് സന്തോഷമുണ്ട്. ഭൂമിയിലെ സ്വർഗം കുടുംബം അല്ലേ? അതെ.